Good evening. Audible ആണല്ലോ അല്ലേ? Audible അല്ലേ? Good evening. Good evening. ഇന്നലത്തെ പോർഷൻസ് ഒക്കെ നോക്കിയായിരുന്നോ? താഴെ വീഡിയോയിൽ പിൻ ചെയ്യാൻ ഞാൻ പറഞ്ഞായിരുന്നു. ഐ ഹോപ്പ് ഇറ്റ്സ് പിൻ ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ പിൻ ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഇന്നലത്തെ പോർഷൻസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് മുസിബിൾ സാറിന് ഇടാൻ വേണ്ടി ഞാൻ പറഞ്ഞായിരുന്നു. സോ ഹോപ്പ്ഫുള്ളി ദാറ്റ് ഇസ് പിൻഡ്. ഇന്നലത്തെ പോർഷൻസ് ഒക്കെ നോക്കി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 2 യൂണിറ്റ്സ് ആണ് ഇന്നലെ കംപ്ലീറ്റ് ചെയ്തത്. സോ റൈറ്റ് നൗ വിൽ ബി ഗോയിങ് ഫോർ യൂണിറ്റ് 3, രജിസ്ട്രേഷൻ ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. സോ നമുക്കിന്ന് വേറെ 2 യൂണിറ്റ്സും കൂടി ഉണ്ട്. LLP കമ്പനീസ് ആക്ടും ഉണ്ട്. സോ കമ്പനീസ് ആക്ട് മൊത്തം തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ഇന്ന്. സോ മാക്സിമം ഇന്ന് കംപ്ലീറ്റ് ചെയ്യും. ബാക്കി എഗെയിൻ നാളെ ആയിരിക്കും കംപ്ലീറ്റ് ആവുക. ചിലപ്പോൾ ഒരു സെഷനും കൂടെ പോയേക്കാം. ഐ ഡോണ്ട് നോ. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഇറ്റ് ഇസ് എ വെരി ന്യൂ ആക്ട്. ചിലപ്പോൾ പോയേക്കാം. ചിലപ്പം നാളത്തെ ഷെഡ്യൂളോടും കൂടി തന്നെ തീരുമായിരിക്കും. അറിയില്ല. ചിലപ്പോൾ ഒരു 2 hours കൂടെ പോവായിരിക്കും. സോ നമുക്ക് എങ്ങനെയാണ് പോർഷൻസ് പോകുന്നതെന്ന് നോക്കാം. സോ നമ്മൾ സ്ട്രേറ്റ്ലി വി ആർ ഗോയിങ് ഫോർ ദ രജിസ്ട്രേഷൻ ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. വളരെ ചെറിയൊരു യൂണിറ്റ് ആണ്. പക്ഷെ ഇതിൽ നിന്ന് നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ ലൈക്ക് ഐ സെഡ്, നമ്മൾക്ക് ഒട്ടും പ്രെഡിക്റ്റബിൾ അല്ല ക്വസ്റ്റ്യൻസ്. എന്നാൽ കൂടി 3 യൂണിറ്റ്സിൽ ഐ വുഡ് സേ യൂണിറ്റ് 2 ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം അതിൽ നിന്ന് കുറേ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ഇന്നലെ കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഐ ഹോപ്പ് നിങ്ങളത് റിവൈൻഡ് ചെയ്ത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ആ ഡൗട്ട് ക്ലാരിഫൈഡ് ആയി. ഓക്കെ, മറക്കരുത്. സാറിന് സാർ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പിക്ക് ചെയ്തിട്ട് സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ആ പാർട്ട്ണർഷിപ്പിന്റെ ക്വസ്റ്റ്യൻസിന്റെ ആണ് ഞാൻ കമന്റ് ബോക്സിൽ ലിങ്ക് ചെയ്യാമെന്ന് പറഞ്ഞത്. Now we are going for registration of firms. ഈ ചാപ്റ്റർ ബേസിക്കലി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിൽ ബി സ്റ്റഡിങ് അബൌട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്യണോ, ഒരു പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ വരാൻ പോകുന്ന കോൺസിക്വൻസസ് എന്തൊക്കെയാണ്, ഒരു ഫേം ഡിസോൾവ് ആകുന്ന എങ്ങനെയൊക്കെയാണ്, ഡിസോൾവ് ആയതിനു ശേഷം വരാൻ പോകുന്ന കോൺസിക്വൻസസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത്. സോ ടെക്നിക്കലി സ്പീക്കിംഗ് ഒരു 5 or 6 ടോപ്പിക്സ് മാത്രമേ ഈ പറയുന്ന ചാപ്റ്ററിനകത്ത് ഉള്ളൂ. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ, നിങ്ങൾക്ക് ഞാൻ ഒരു ഐഡിയ എപ്പോഴേ പറയാം. ഒരു പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്യണമെന്ന് ഒരു നിർബന്ധം. ലൈക്ക് ഇന്നത്തെ അതേ എക്സാമ്പിൾ എടുക്കാം. DSB, നമ്മൾ 3 പേരും പാർട്ട്നേഴ്സ് ആണ്. സോ ഡിയും എസും ബിയും നമ്മൾ 3 പേരും പാർട്ട്ണർഷിപ്പ് ഫേം തുടങ്ങുന്നു. നമ്മുടെ ഈ പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്യണമെന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്യാതിരിക്കുമ്പോൾ കുറച്ച് കോൺസിക്വൻസസ് ഒക്കെ വരും. ആ കോൺസിക്വൻസ് നമ്മൾ പഠിക്കും സെക്ഷൻ 69. സോ നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും പ്രൊസീജിയർ? സെക്ഷൻ 58 ഓർക്കുന്നത് നല്ലതായിരിക്കും. ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം. അതായത് ഇപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്യണം. ആരുടെ രജിസ്റ്റർ ചെയ്യേണ്ടത്, എവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? ROF, രജിസ്ട്രാർ ഓഫ് ഫേം എന്നാണ് അറിയപ്പെടുക. നിങ്ങൾ ഷോർട്ട് ഫോം ഉപയോഗിക്കരുത്, ഫുൾ ആയിട്ട് എഴുതാവുള്ളൂ. രജിസ്ട്രാർ ഓഫ് ഫേംസ് എന്ന് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോ വി ആർ ഗോയിങ് ടു explain how the registration process is going to start. So registration of a firm may be effected at any time by sending it by post or delivering it to the registrar of the area in which the place of the business of the firm is situated or proposed to be situated, a statement in the prescribed form and accompanied by the prescribed fees. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കണം. നമ്മുടെ ഫേം എവിടെയാണോ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ കേരളത്തിലാണ് രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ROF-നായിരിക്കും നമ്മൾ കൊടുക്കുക. സോ അവിടെ നമ്മൾ ഒരു കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കൊടുക്കണം ആപ്ലിക്കേഷന് കൂടെ. ആ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് എന്തൊക്കെ കാണണം എന്നുള്ള സംഭവമാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. മുസമ്മിൽ സാർ വന്നിട്ട് ഇവിടെ ഫുൾ കമന്റും തീയും ഒക്കെ ആണല്ലോ. ഓക്കേടാ, താങ്ക് യു. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും ആപ്ലിക്കേഷൻ? ബൈ പോസ്റ്റ് കൊടുക്കാം, ബൈ ഡെലിവറിങ് ഇറ്റ് ടു ദി രജിസ്ട്രാർ കൊടുക്കാം. ഇവിടെ രജിസ്ട്രാർ എന്ന് ഉദ്ദേശിക്കുന്നത് ROF-നെ കേട്ടോ, ROF-നെയാണ്. ഫുള്ള് തീയാണ്. താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. ഓക്കെ, വരൂ, തിരിച്ചു വരൂ. സോ ആപ്ലിക്കേഷൻ കൊടുക്കണം. അത് പോസ്റ്റ് വഴി വേണമെന്നുണ്ടെങ്കിൽ അയക്കാം, അല്ലെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി ഡെലിവർ ഇറ്റ്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ കൊടുക്കണം. ആ സ്റ്റേറ്റ്മെന്റിനകത്ത് എന്തൊക്കെ കണ്ടിരിക്കണം? സോ ആപ്ലിക്കേഷൻ കൊടുക്കുക, ആപ്ലിക്കേഷന് കൂടെ ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ കൊടുക്കണം. ആ സ്റ്റേറ്റ്മെന്റിനകത്ത് എന്തൊക്കെ കണ്ടിരിക്കണം? ഫേമിന്റെ പേര് കാണാം, തന്നെ എഴുതാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ. ഫേമിന്റെ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടാകും.
നെയിം ഓഫ് എനി അതർ പ്ലേസ് എ ഫേം ക്യാരീസ് ഓൺ ദ ബിസിനസ്. നമ്മൾ പറയില്ല ബ്രാഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഡീറ്റെയിൽസ് കൊടുക്കുക. ഓരോ പാർട്ട്നേഴ്സും ജോയിൻ ചെയ്ത ഡേറ്റ് എന്താണോ അത് സ്പെസിഫൈ ചെയ്യുക. ഫുൾ ആൻഡ് പെർമനന്റ് അഡ്രസ് ഓഫ് ദ പാർട്ട്നേഴ്സ് സ്പെസിഫൈ ചെയ്യുക. ഡ്യൂറേഷൻ ഓഫ് ദ ഫേം സ്പെസിഫൈ ചെയ്യുക. എന്താണിത്? ഫുള്ള് തീയാണല്ലോ. ക്ലിയർ ആണോ? സോ എങ്ങനെയൊക്കെ ചെയ്യണം? ബൈ പോസ്റ്റ് വഴി അയക്കാം. യു ക്യാൻ ഡയറക്ട്ലി ഡെലിവർ ഇറ്റ് ടു ദ രജിസ്ട്രാർ. ആ രജിസ്ട്രാറിന് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ വെക്കണം. സോ ആപ്ലിക്കേഷൻ ഫോമിന്റെ കൂടെ ഒരു സ്റ്റേറ്റ്മെന്റ് വെക്കണം. സ്റ്റേറ്റ്മെന്റിനകത്ത് വെക്കേണ്ട ഡീറ്റെയിൽസ് ആണ് ഈ പറഞ്ഞേക്കുന്നത്. ഫേമിന്റെ പേര്, ഫേമിന്റെ പ്ലേസ് ഓഫ് ബിസിനസ് എവിടെയാണ്, ബ്രാഞ്ച് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്, ഓരോ പാർട്ട്നേഴ്സും ജോയിൻ ചെയ്ത ഡേറ്റ്, മറ്റേ ഓരോ പാർട്ട്നേഴ്സിന്റെ കംപ്ലീറ്റ് അഡ്രസ്സ്, ഫുൾ പേരും അഡ്രസ്സും, ഇങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും ആ സ്റ്റേറ്റ്മെന്റിനകത്ത് കൊടുത്തിരിക്കണം. ഇത് കൂടാതെ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എല്ലാ പാർട്ട്നേഴ്സും സൈൻ ചെയ്യണം. പാർട്ട്നേഴ്സിന് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏജൻസ്, അതായത് ഡ്യൂലി ഓതറൈസ്ഡ് ഏജൻസ് എന്ന് പറയും. ആരാണോ പാർട്ട്നേഴ്സ് ഓതറൈസ് ചെയ്തേക്കുന്ന ഏജൻസ്, ആ ഏജൻസ് അത് സൈൻ ചെയ്തിരിക്കണം. എല്ലാ പേഴ്സൺ ആരൊക്കെയാണോ അത് സൈൻ ചെയ്യുന്നത് അത് പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്തിരിക്കണം. അപ്പൊ നമ്മൾ പറയത്തില്ല ഇറ്റ് ഇസ് ട്രൂ ആൻഡ് കറക്റ്റ് ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ്. അത് പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്തിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഫേമിന്റെ പേര്, അതായത് ഇപ്പൊ DSB എന്ന് പറയുന്ന പാർട്ട്നേഴ്സ് ഫേം തുടങ്ങുന്ന സമയത്ത് പേരിടുമ്പോൾ ഒരിക്കലും ഇറ്റ് ഷാൽ നോട്ട് കണ്ടെയ്ൻ ദ ഫോളോയിങ് നെയിംസ്: ക്രൗൺ, എംപറർ, എംപ്രസ്, എംപയർ, ഇംപീരിയൽ, കിങ്, ക്വീൻ, റോയൽ, ഇങ്ങനത്തെ വേർഡ്സ് ഒന്നും കാണാൻ പാടില്ല. Even if you want to put those names, കുഴപ്പമൊന്നുമില്ല. You can take the approval of the state government. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് പെർമിഷൻ എടുക്കുക, ഇൻ റൈറ്റിംഗ് അവരുടെ അടുത്തുനിന്ന് ഓർഡർ മേടിക്കുക, ആൻഡ് ദെൻ യു ക്യാൻ യൂസ് ദീസ് പെർട്ടിക്കുലർ വേർഡ്സ്. സോ നമ്മൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. സ്റ്റേറ്റ്മെന്റിനകത്ത് A to Fനകത്ത് കൊടുത്തേക്കുന്ന എല്ലാ ഡീറ്റെയിൽസും കാണണം. എന്നിട്ട് ഈ സ്റ്റേറ്റ്മെന്റിനകത്ത് സൈൻ ചെയ്തിരിക്കണം. സൈൻ ചെയ്യുമ്പോൾ അത് വെരിഫൈ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് എല്ലാം കറക്റ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് ഒരു വെരിഫിക്കേഷൻ കൊടുത്തിരിക്കണം. അതുകൂടാതെ DSB എന്ന് പറയുന്ന 3 പാർട്ട്നേഴ്സ് തുടങ്ങിയേക്കുന്ന ഫേമിന്റെ പേരിടുമ്പോൾ ആ ഫേമിന്റെ പേരിനകത്ത് ഈ പറയുന്ന വേർഡ്സ് ഒന്നും കാണാൻ വേണ്ടി പാടില്ല. ഈവൻ ഇഫ് ദാറ്റ് വേർഡ് ഇസ് ഇറ്റ് ഇസ് ഓക്കെ, യു ഹാവ് ടു ടേക്ക് എൻ അപ്രൂവൽ ഫ്രം ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റ് അതിന്റെ ഓർഡർ ഇൻ റൈറ്റിംഗ് ആയിട്ട് തരുവാണെങ്കിൽ ഈ പറയുന്ന പേര് ഉപയോഗിക്കുവാണെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഫുൾ മുസ്ലിം സർ ഫാൻസ് ആണെന്ന് തോന്നുമല്ലോ. ഓക്കെ, സോ 58 അത്രേ ഉള്ളൂ. 59 എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ആണ്. 59 ഇസ് അബൌട്ട് രജിസ്ട്രേഷൻ. മോളിൽ പറഞ്ഞേക്കുന്ന രീതിയിൽ എല്ലാം പ്രോപ്പറായിട്ട് നടന്നു. ആപ്ലിക്കേഷൻ കൊടുത്തു, നമ്മൾ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, എല്ലാം മറ്റേ ഫേമിന്റെ പേരിനകത്ത് ആ പറയുന്ന വേർഡ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ ക്ലിയർ ആയിട്ട് എല്ലാം 58ന്റെ എല്ലാ പ്രൊവിഷൻസും സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ രജിസ്ട്രാർ അത് രജിസ്റ്റർ ചെയ്ത് തരും. രജിസ്ട്രാറിന് നമ്മൾ ഫുൾ ഫോം നമ്മൾ ഓൾറെഡി പറഞ്ഞു, രജിസ്ട്രാർ ഓഫ് ഫേംസ്. When the registrar is satisfied that the provisions of section 58, നമ്മൾ മോളി പറഞ്ഞ ഇപ്പോഴത്തെ പ്രൊവിഷൻ പ്രോപ്പർലി കംപ്ലൈഡ് ആണ്, he shall record an entry of the statement in the register called register of firms. രജിസ്ട്രാറും രജിസ്റ്ററും മാറിപ്പോയത് സ്പെല്ലിംഗ് വ്യത്യാസം ഉണ്ട് കേട്ടോ. രജിസ്ട്രാർ ആൻഡ് രജിസ്റ്റർ ഇത് ബുക്കാണ്. എല്ലാം പ്രോപ്പർ ആണെന്ന് അറിയുമ്പോൾ ഒരു എൻട്രി ഇടും രജിസ്റ്റർ ഓഫ് ഫേംസിനകത്ത്. എന്നിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യും. എന്നിട്ട് പുള്ളി ഇഷ്യൂ ചെയ്യും സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. രജിസ്ട്രാർ ഓഫ് ഫേം, അതായത് ROF എന്നാണോ ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് അന്ന് തൊട്ടിട്ട് ഫേം രജിസ്റ്റേർഡ് ആണ്. സോ ഇന്നാണ് ഇഷ്യൂ ചെയ്തേക്കുന്നതെന്ന് വിചാരിക്കും, 11th ആണെന്നുണ്ടെങ്കിൽ 11th തൊട്ട് ഫേം രജിസ്റ്റേർഡ് ആയിരിക്കും. പ്രിസ്ക്രൈബ്ഡ് ഫീസ് കൊടുക്കണം. പറയുന്ന എല്ലാ ഡീറ്റെയിൽസും എല്ലാ പെർട്ടിക്കുലേഴ്സും വളരെ ക്ലിയർ ആയിട്ട് കൊടുത്താൽ മാത്രമേ രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് ആവത്തുള്ളൂ. ഇത്രയും വരെ ഒന്ന് ജസ്റ്റ് വായിക്കൂ. ദിസ് പെർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് മാത്രം വർക്ക് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട് ആൻഡ് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ഏരിയ. ഇതിന് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു തരാം. ഇപ്പൊ ഞാൻ യെല്ലോയിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഇപ്പൊ വായിക്കേണ്ട. ആ 59 ജസ്റ്റ് ഒന്ന് വായിക്കൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ശ്രദ്ധിച്ചേക്കണം. അവിടെ പ്ലീസ് റൈറ്റ് എ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ മാത്രം ബേസ് ചെയ്തിട്ട് ഒരു IQ ചോദിക്കാം, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം.
സോ ആ ഒരു ഭാഗം മാത്രം can you mark? ആ യെല്ലോയിൽ ഹൈലൈറ്റ് ചെയ്തേക്കുന്നതിനെ ബേസ് ചെയ്ത് മാത്രം ഒരു വർക്ക് ബുക്ക് ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. ഇത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, വായിക്കാം. നമുക്ക് ഒരുമിച്ച് വായിക്കാം. രജിസ്ട്രേഷൻ മേ ഓൾസോ ബി ഇഫക്റ്റഡ് ഈവൻ ആഫ്റ്റർ സ്യൂട്ട് ഹാസ് ബീൻ ഫൈൽഡ് ബൈ ദ ഫേം, ബട്ട് ഇൻ ദാറ്റ് കേസ് ഇറ്റ് ഈസ് നെസസറി ടു വിഡ്രോ ദ സ്യൂട്ട് ഫസ്റ്റ് ആൻഡ് ഗെറ്റ് ദ ഫേം രജിസ്റ്റേർഡ് ആൻഡ് ദെൻ ഫയൽ എ ഫ്രഷ് സ്യൂട്ട്. അതായത് രജിസ്ട്രേഷൻ രജിസ്റ്റേർഡ് അല്ലാത്തൊരു ഫേം ഒരു സ്യൂട്ട് ഫയൽ ചെയ്യുന്നു. അതിനുശേഷം ഫേമിന് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? കംപ്ലീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്യൂട്ട് ഞാൻ വിഡ്രോ ചെയ്യുക, എന്നിട്ട് ഞാൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് ഫ്രഷ് ആയിട്ട് സ്യൂട്ട് ഫയൽ ചെയ്യുക. അതായത് നമ്മൾ ഈ മറ്റേ താഴെ പഠിക്കാൻ നമ്മളിപ്പം 69 പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കും. അതായത് അൺരജിസ്റ്റേർഡ് ഫേമിന് ഒരിക്കലും സ്യൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റൂല. സോ ഇത്രയേ ഉള്ളൂ. രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഒരു സ്യൂട്ട് ഫയൽ ചെയ്ത് കിടക്കുവാണെങ്കിൽ പോലും. അതായത് ഫേം ഒരു സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്, അതിനുശേഷം വേണം നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ഓൾറെഡി ഫയൽ ചെയ്ത സ്യൂട്ട് നമ്മൾ വിഡ്രോ ചെയ്യുക, രജിസ്ട്രേഷൻ പ്രോസസ്സ് മൊത്തം കംപ്ലീറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ പഠിച്ച 58, 59 മൊത്തം കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് ഫ്രഷ് ആയിട്ട് നിങ്ങൾ സ്യൂട്ട് ഫയൽ ചെയ്യുവാണെങ്കിൽ ഒരു പ്രശ്നമില്ല. രജിസ്ട്രേഷൻ മേ ഓൾസോ ബി ഇഫക്റ്റഡ് ഈവൻ ആഫ്റ്റർ സ്യൂട്ട് ഹാസ് ബീൻ ഫൈൽഡ് ബൈ ദ ഫേം, ബട്ട് ഇൻ ദാറ്റ് കേസ് ഇറ്റ് ഇസ് നെസസറി ടു വിഡ്രോ ദ സ്യൂട്ട് ഫസ്റ്റ് ആൻഡ് ഗെറ്റ് ദ ഫേം രജിസ്റ്റേർഡ് ആൻഡ് ദെൻ ഫയൽ എ ഫ്രഷ് സ്യൂട്ട്. സോ എപ്പോഴും ഓർത്തോണം, ഇൻസ്റ്റിറ്റ്യൂട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാത്ത സ്യൂട്ട് ഫയൽ ചെയ്തു, ഫേം അൺരജിസ്റ്റേർഡ് ആയിരുന്നു, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് അല്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഓഫ് പാർട്ട്ണർഷിപ്പ് നടന്നു, അവിടെ പുതിയ രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് ആയിട്ടില്ലായിരുന്നു, അപ്പോൾ ആ ഫേം സ്യൂട്ട് ഫയൽ ചെയ്തു. അങ്ങനെ സ്യൂട്ട് ഫയൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. സ്യൂട്ട് വിഡ്രോ ചെയ്യുക, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് ഫ്രഷ് ആയിട്ട് സ്യൂട്ട് ഫയൽ ചെയ്യുക. ക്ലിയർ ആണോ? ആ യെല്ലോയിൽ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ഏരിയ ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. ഇനിയും ലേറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ലേറ്റ് രജിസ്ട്രേഷൻ ചെയ്യാം, അതിന് പെനാൽറ്റി അടച്ചാൽ മാത്രം മതി. പെനാൽറ്റി വരുന്നത് 100 rupees per year ആണ്. 100 rupees per year. ലേറ്റ് രജിസ്ട്രേഷനും ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. സോ ഇഫ് യു ക്യാൻ ആക്ച്വലി റിമെമ്പർ ദീസ് 2 sections ഇറ്റ് വിൽ ബി ഗുഡ്. ലേറ്റ് രജിസ്ട്രേഷൻ സെക്ഷൻ നമ്പർ ഓർക്കാൻ ഞാൻ അത്ര കമ്പൽസറി ആയിട്ട് പറയുന്നില്ല. പക്ഷേ 58, 59 ഓർക്കാമെങ്കിൽ നല്ലതാണ്. 58 എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, 59 എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നിന്ന് മാത്രം ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. നൗ കോൺസിക്വൻസസ് ഓഫ് നോൺ രജിസ്ട്രേഷൻ. മാർക്ക് ദിസ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്, കുറേ തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. കോൺസിക്വൻസസ് ഓഫ് നോൺ രജിസ്ട്രേഷൻ. ഫേം ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ഫേം രജിസ്റ്റർ ചെയ്യുന്നത്. ഫേം രജിസ്റ്റർ ചെയ്യാതിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ഡിസബിലിറ്റീസ് വരും. എന്തൊക്കെയാണ് ഡിസബിലിറ്റീസ് നോക്കാം. നമ്പർ 1, no suit in a civil court by the firm or other co-partners against a third party. ഞാൻ പറയുന്ന ഒരു അതേ ഓർഡറിൽ പഠിക്കണേ. ആദ്യം നമുക്ക് ഇതിന്റെ ഹെഡിങ് പഠിക്കാം, എന്നിട്ട് we'll go in detail. No suit in a civil court by the firm. ഫേമിന് ഒരു സിവിൽ കോർട്ടിൽ പോയിട്ട് ഒരു സ്യൂട്ട് ഫയൽ ചെയ്യണം. അങ്ങനെ ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ഫേം അൺരജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ ഫേമിന് ഒരിക്കലും ഒരു സിവിൽ കോർട്ടിൽ പോയിട്ട് ഒരു സ്യൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റൂല ഒരു തേർഡ് പാർട്ടിക്കെതിരെ. അതായത് DSB എന്ന് പറയുന്ന 3 പാർട്ട്നേഴ്സ് ഉണ്ട്. തേർഡ് പാർട്ടി ആയിട്ടുള്ള മീര ഫേമിനെ പറ്റിച്ചു. ഞങ്ങളുടെ ഫേം അൺരജിസ്റ്റേർഡ് ആണ്, ഞങ്ങൾക്ക് മീരയ്ക്കെതിരെ സ്യൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. കാരണം ഞങ്ങൾ എന്ത് ഫേമാണ്? അൺരജിസ്റ്റേർഡ് ഫേമാണ്. സോ അൺരജിസ്റ്റേർഡ് ഫേം ആണെങ്കിൽ ഫസ്റ്റ് ഡിസബിലിറ്റി എന്താണെന്നറിയോ? സിവിൽ കോർട്ടിൽ പോയിട്ട് ഞങ്ങൾക്ക് ഒരു സ്യൂട്ടും തേർഡ് പാർട്ടിക്കെതിരെ ഫയൽ ചെയ്യാൻ പറ്റൂല. പക്ഷേ തേർഡ് പാർട്ടി ആയിട്ടുള്ള മീരയ്ക്ക് ഞങ്ങൾക്കെതിരെ വേണമെന്നുണ്ടെങ്കിൽ സ്യൂട്ട് ഫയൽ ചെയ്യാം. തേർഡ് പാർട്ടി ക്യാൻ സ്യൂ ദ ഫേം, ഒരു കുഴപ്പമില്ല. സോ നമ്മുടെ ഫേം അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ തേർഡ് പാർട്ടിക്കെതിരെ സ്യൂട്ട് ഫയൽ ചെയ്യാൻ സിവിൽ കോർട്ടിൽ പറ്റൂല. പക്ഷെ തേർഡ് പാർട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ഡിസബിലിറ്റിയാണ്. സെക്കൻഡ് പോയിന്റ്, aggrieved partner cannot bring a legal action against other partner or other firm. aggrieved ന്റെ അർത്ഥം നിങ്ങൾക്കറിയാം, നഷ്ടം സംഭവിക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിനകത്ത് ഓൾറെഡി പഠിച്ചിട്ടുണ്ടോ? aggrieved എന്ന് പറഞ്ഞാൽ whoever is suffering that particular loss or damage, that particular person is called aggrieved. So 3 പാർട്ട്നേഴ്സ് ഉണ്ട്. DSB, ഞാൻ പറ്റിക്കപ്പെട്ടു എന്ന് എനിക്ക് തോന്നുകയാണ്. പറ്റിക്കപ്പെട്ടു എന്ന് തോന്നുവാണ്. എനിക്ക് എസിനെതിരെയും ബിനെതിരെയും സ്യൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. എനിക്ക് DSB എന്ന് പറയുന്ന ഫേമിനെതിരെ സ്യൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. സോ ഞാൻ ഏതെങ്കിലും ഒരു പാർട്ട്ണർ എഗ്രീവ്ഡ് ആയി, എനിക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു, ഒരു ഇഞ്ചുറി, ഒരു ഡാമേജ് സംഭവിച്ചു, എനിക്ക് ബാക്കി പാർട്ട്നേഴ്സിനെതിരെയോ ഫേമിനെതിരെയോ സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് മൈ ഫേം ഇസ് അൺരജിസ്റ്റേർഡ്. നോ റിലീഫ് ടു ദ പാർട്ട്നേഴ്സ് ഫോർ സെറ്റ് ഓഫ് ക്ലെയിം. അതായത് തേർഡ് പാർട്ടി ആയിട്ടുള്ള മീര ഓൾറെഡി DSB എന്ന് പറയുന്ന ഫേമിന് കുറച്ച് പൈസ തരാൻ വേണ്ടി കിടപ്പുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, DSB എന്ന് പറയുന്ന ഫേമിന് വേണ്ടിയിട്ട് മീര തരാൻ വേണ്ടി കിടക്കുന്നത് ഒരു 50,000 rupees ആണെന്ന് വിചാരിക്കാം. ഓൾറെഡി വേറൊരു സംഭവത്തിന്, അതായത് ഒരു ഡേറ്റ് കൊടുക്കാം. വി ക്യാൻ കീപ് ദ ഡേറ്റ് 29th July. 29th July മീര ഞങ്ങൾക്ക് ഒരു 50,000 rupees ഓൾറെഡി ഫേമിന് തരാൻ വേണ്ടി കിടപ്പുണ്ട്. DSBക്ക് തരാനായിട്ട് മീര കിടപ്പുണ്ട്. മീര ഓസ്
DSPക്ക് 50,000 rupees തരാൻ വേണ്ടി കിടപ്പുണ്ട്. നോ ഞങ്ങൾ മീരയ്ക്കും കുറച്ച് പൈസ കൊടുക്കാൻ കിടപ്പുണ്ട്. ഒരു 2 ഓഗസ്റ്റ് ഒക്കെ ആയപ്പോൾ ഞങ്ങൾ കൊടുക്കാൻ കിടപ്പുണ്ട്. ഒരു സേ 70,000 ഞങ്ങൾ കൊടുക്കാൻ കിടപ്പുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് വൺ നോക്കണ്ട, സ്മോൾ ഈസി. സോ 2 ഓഗസ്റ്റിന് DSP മേടിച്ചിട്ടുണ്ട്. 2 ഓഗസ്റ്റിന് കൊടുക്കാൻ വേണ്ടി കിടക്കുന്ന മീരയ്ക്കാണ്. DSB ഓ ചെയ്യുന്നുണ്ട്. അപ്പൊ ടെക്നിക്കലി സ്പീക്കിംഗ് ഞങ്ങൾ 50,000 രൂപ തരാൻ വേണ്ടി കിടപ്പുണ്ട്. 70,000 rupees ഞങ്ങൾ അങ്ങോട്ടും കൊടുക്കാൻ വേണ്ടി കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ഓഫ് ചെയ്തിട്ട് ബാക്കി പൈസ എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തേച്ചാൽ മാത്രം മതി. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് മീര നമുക്ക് ഇതിലൊരു സ്യൂട്ട് ഫയൽ ചെയ്തിട്ട് പറയാണ്, DSB എന്ന് പറയുന്ന ഫേം നമുക്ക് തരാനുള്ള പൈസ തന്നിട്ടില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, നമുക്ക് തരാനുള്ള പൈസ നമ്മളത് സെറ്റ് ഓഫ് ചെയ്തോളാം. അപ്പൊ ഞങ്ങൾക്കെതിരെ സ്യൂട്ട് ഫയൽ ചെയ്തു മീര. കോട്ടിക്കൊണ്ടേ സ്യൂട്ട് ഫയൽ ചെയ്തിട്ട് പറഞ്ഞു, ദേ ഓൾറെഡി ഓ മീ 70,000 rupees അവർ തരുന്നില്ല. ഞങ്ങൾ കോടതി ചെന്നിട്ട് പറയാണ്, ഓൾറെഡി പുള്ളിക്കാരി ഞങ്ങൾക്ക് 50,000 rupees തരാൻ കിടപ്പുണ്ട്, അത് സെറ്റ് ഓഫ് ചെയ്യാം. ബാക്കി എത്രയാന്ന് വെച്ചാൽ ഞങ്ങൾ കൊടുത്തോളാം. 70 ബാക്കി 50 പോയിട്ട് നമ്മൾ 20 കൊടുക്കാനായിട്ടുള്ളൂ, അത് നമ്മൾ കൊടുത്തോളാം എന്ന് പറയണം. അപ്പൊ കോർട്ട് പറയും, നിങ്ങളൊരു അൺരജിസ്റ്റേർഡ് ഫേം അല്ലേ, ഒരു കാര്യം ചെയ്യും, അങ്ങനെയുള്ള ക്ലെയിം ഒന്നും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂല. നിങ്ങൾ എത്ര കൊടുക്കാനാണ് കിടക്കുന്നത്, VO 70,000 rupees, ആ 70,000 അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ. അതായത് യു കനോട്ട് സെറ്റ് ഓഫ് എനി ക്ലെയിം. സോ ഓൾറെഡി മീര ഞങ്ങൾക്ക് തരാൻ ചിലപ്പോൾ കിടപ്പുണ്ടായിരിക്കും 50,000 രൂപ, ഞങ്ങൾ അങ്ങോട്ട് 70,000 രൂപ കൊടുക്കാൻ കിടപ്പുണ്ടായിരിക്കും. ഞങ്ങൾക്കെതിരെ സ്യൂട്ട് ഫയൽ ചെയ്യുമ്പോൾ ഞങ്ങൾ പറയാണ്, ബാക്കി എത്രയാന്ന് വെച്ചാൽ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ പോരെ, ഞങ്ങൾക്ക് ഓൾറെഡി 50,000 തരാൻ കിടപ്പുണ്ടല്ലോ. അങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. ബിക്കോസ് ഇഫ് യർ ഫേം ഇസ് അൺരജിസ്റ്റേർഡ്, നിങ്ങളൊരു ഡിസബിലിറ്റി ആണ്. ക്ലിയർ ആണോ? Clear? ഓക്കെ, സോ എപ്പോഴും നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതേണ്ട ഒരു സംഭവം എന്താണെന്നറിയോ? ഒരു നിർബന്ധവും ഇല്ല ഫേം രജിസ്റ്റർ ചെയ്യണമെന്ന്. ഇറ്റ് ഇസ് നോട്ട് മാൻഡേറ്ററി അറ്റ് ഓൾ. പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ പാർട്ട്ണർഷിപ്പ് ഫേം അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ ഇതാണ് താഴെ വരാൻ പോകുന്ന ഡിസബിലിറ്റീസ്. ഓക്കെ, ഐ ജസ്റ്റ് മാർക്ക് ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, a registered firm can only file a suit against a third party and the person suing have been in the registered firm as partners in the firm. അപ്പോൾ ഒരു രജിസ്റ്റേർഡ് ഫേമിന് മാത്രമേ തേർഡ് പാർട്ടിക്കെതിരെ സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ പേര് രജിസ്റ്ററിനകത്ത്, ROF എന്നല്ല, അത് രജിസ്ട്രാർ ആണ്. രജിസ്റ്ററിനകത്ത് നിങ്ങളുടെ പേര് പാർട്ട്നേഴ്സ് ആയിട്ട് കണ്ടിരിക്കണം. അവർക്ക് മാത്രമേ തേർഡ് പാർട്ടിക്കെതിരെ സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അൺരജിസ്റ്റേർഡ് ഫേമിന് ഒരിക്കലും തേർഡ് പാർട്ടിക്കെതിരെ സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റില്ല. തേർഡ് പാർട്ടിക്ക് അൺരജിസ്റ്റേർഡ് ഫേം ആണെങ്കിലും സ്യൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി മറ്റേ അഗ്രീവ്ഡ് പാർട്ട്ണർ കനോട്ട് ബ്രിങ് എ ലീഗൽ ആക്ഷൻ. നിങ്ങളുടെ ഫേം അൺരജിസ്റ്റേർഡ് ആണ്, എന്തെങ്കിലും ഒരു പ്രശ്നം വരുവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഫേമിനെതിരെയോ ബാക്കി പാർട്ട്നേഴ്സിനെതിരെയോ സ്യൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റൂല. ഇനി ഇതാണ് ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും ക്ലെയിം കൊടുക്കാൻ കിടപ്പുണ്ടെങ്കിൽ അത് സെറ്റ് ഓഫ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ 100 രൂപ വരെയാണെന്നുണ്ടെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യാം, അല്ലാത്ത ഗതിയിൽ ഒരിക്കലും സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റൂല. സോ ദിസ് ഇസ് ദ കോൺസിക്വൻസസ് ഓഫ് നോൺ രജിസ്ട്രേഷൻ. റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്, 5 to 6 മാർക്ക് ക്വസ്റ്റൻ. എക്സെപ്ഷൻസ് ഉണ്ട്. ഫേം അൺരജിസ്റ്റേർഡ് ആണെന്നും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നോൺ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ താഴെ പറയുന്ന റൈറ്റുകൾ എഫക്ട് ചെയ്യുന്നില്ല. ഓൾറെഡി കുറച്ച് പഠിച്ചതുണ്ട്, അത് നമുക്ക് ആദ്യം വായിക്കാം. തേർഡ് പാർട്ടിക്ക് ഇപ്പോഴും സ്യൂട്ട് ഫയൽ ചെയ്യാം. നമ്മുടെ ഫേം അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ പോലും തേർഡ് പാർട്ടിയുടെ റൈറ്റിനെ എഫക്ട് ചെയ്യുന്നില്ല. 2, ദ റൈറ്റ് ടു സ്യൂ ഓർ സെറ്റ് ഓഫ് ദ ക്ലെയിം. നിങ്ങൾക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും 100 രൂപ വരെ ആണെന്നുണ്ടെങ്കിൽ. ഈ 2 പോയിന്റ് മാത്രം ഒന്ന് വായിച്ചേ. നിങ്ങളുടെ ഫേം അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ പോലും താഴെ പറയുന്ന റൈറ്റ് ഒന്നും എഫക്റ്റഡ് ആകാൻ പോകുന്നില്ല. 2 നമ്മൾ ഓൾറെഡി പഠിച്ചുകൊണ്ട്, സോ പഠിച്ച മാത്രം ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തു. പോയിന്റ് നമ്പർ 1 and 4 ജസ്റ്റ് ഒന്ന് വായിച്ചേ. ഓക്കെ, ഡൺ.
ഇനി അടുത്തത്, the right of partner to sue for dissolution of the firm or for settlement of accounts of a dissolved firm or for realization of property of a dissolved firm. നിങ്ങളുടെ ഫേം അൺരജിസ്റ്റേർഡ് ആണെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഡിസൊല്യൂഷൻ ഓഫ് ഫേമിന് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊന്നുമില്ല. ഇഫ് യു വോണ്ട് ടു ഡിസോൾവ് ദ ഫേം, യു കെൻ ഡിസോൾവ് ദ ഫേം. ഡിസോൾവ് ചെയ്തതിന് ശേഷം സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ് ചോദിക്കാൻ വേണ്ടി പറ്റുമോ? യെസ്. ഇതിന് ശേഷം പ്രോപ്പർട്ടി റിയലൈസേഷൻ അക്കൗണ്ട് ഒക്കെ പറഞ്ഞ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യത്തില്ലേ? സോ പ്രോപ്പർട്ടി റിയലൈസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമോ? യെസ്. ജസ്റ്റ് ബിക്കോസ് യർ ഫേം ഇസ് അൺരജിസ്റ്റേർഡ് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് യു കനോട്ട് ആസ്ക് ഫോർ ഡിസൊല്യൂഷൻ. ഡിസൊല്യൂഷന് ശേഷം സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ് ചോദിക്കാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. You can ask for dissolution, you can ask for settlement of accounts, you can also ask for realization of property. എന്ത് വേണേലും നിങ്ങൾക്ക് ചോദിക്കാം. ഇനി power of an official assignee, receiver of the court to release a property of insolvent partner and to bring an action. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, മൈനർ എന്ന് പറയുന്ന ഒരാളെ നമുക്ക് ഇൻസോൾവെന്റ് എന്ന് വിളിക്കാൻ പറ്റൂല, ബാക്കിയുള്ള ആൾക്കാരെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസോൾവെന്റ് എന്ന് വിളിക്കാം. സോ ഇൻസോൾവെന്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ മറ്റേ ഷെയർ ആരുടെ കയ്യിലായിരിക്കും? ഒഫീഷ്യൽ അസൈനി അല്ലെങ്കിൽ റിസീവർ ഓഫ് ദ കോർട്ട് എന്ന് പറഞ്ഞാൽ ആളുടെ കയ്യിലായിരിക്കും. സോ ആ പറയുന്ന ഒഫീഷ്യൽ റിസീവർ അല്ലെങ്കിൽ അസൈനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി റിലീസ് ചെയ്തെടുക്കാം. ആ പറയുന്ന അവരുടെ റൈറ്റ് എഫക്റ്റഡ് ആവുന്നുണ്ടോ? ബിക്കോസ് അവർ ഫേം ഇസ് അൺരജിസ്റ്റേർഡ് ആൻഡ് പാർട്ട്നേഴ്സ് ബിക്കം ഇൻസോൾവെന്റ്. ആ ഷെയർ ഒഫീഷ്യൽ അസൈനി റിസീവറിനടുത്ത് വരുമ്പോൾ അവരുടെ പ്രോപ്പർട്ടി റിലീസ് ചെയ്യാനുള്ള അവകാശം അവർക്കില്ല നമുക്ക് പറയാൻ പറ്റുമോ? ബിക്കോസ് ഫേം ഇസ് അൺരജിസ്റ്റേർഡ്? നോ. സോ ഈ പറയുന്ന റൈറ്റ്സ് ഒന്നും ഫേം അൺരജിസ്റ്റേർഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ഗെറ്റ് എഫക്റ്റഡ്. നമ്പർ 1 ഒന്നുകൂടെ ഞാൻ പറയാം, തേർഡ് പാർട്ടിക്ക് മറ്റേ ഫേമിനെതിരെ സ്യൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റും, ക്ലെയിം സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഇഫ് ഇറ്റ് ഇസ് അപ് ടു ₹100, യു ക്യാൻ റിക്വസ്റ്റ് ഫോർ ഡിസൊല്യൂഷൻ, സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ് ആഫ്റ്റർ ദ ഡിസൊല്യൂഷൻ, റിയലൈസേഷൻ ഓഫ് പ്രോപ്പർട്ടി ആഫ്റ്റർ ദ ഡിസൊല്യൂഷൻ. ഇത് കൂടാതെ ഒഫീഷ്യൽ അസൈനി റിസീവറിനൊക്കെ പ്രോപ്പർട്ടി റിലീസ് ചെയ്തെടുക്കാം ഇൻ കേസ് ഓഫ് എ ഇൻസോൾവെന്റ് പാർട്ട്ണർ. ആൻഡ് ദ ലാസ്റ്റ് വൺ, ദ റൈറ്റ് ടു സ്യൂട്ട് ഓർ പ്രൊസീഡിംഗ് ബൈ എ ലീഗൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ ലീഗൽ ഹയർ ഓഫ് എ ഡിസീസ് പാർട്ട്ണർ ഫോർ അക്കൗണ്ട്സ് ഓഫ് ദ ഫേം ഓർ ടു റിയലൈസ് എ പ്രോപ്പർട്ടി ഓഫ് ദ ഫേം. ഒരു പാർട്ട്ണർ മരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ആ മരിച്ചു പോകുന്ന പാർട്ട്ണറുടെ ലീഗൽ റെപ്രസെന്റേറ്റീവിനോ അല്ലെന്നുണ്ടെങ്കിൽ ലീഗൽ ഹയേഴ്സിനോ എന്ത് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? ഫേമിന്റെ അക്കൗണ്ട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചെടുക്കാൻ വേണ്ടി പറ്റും. മരിച്ചുപോയ പാർട്ട്ണറിന്റെ പ്രോപ്പർട്ടി എന്താണോ അത് റിലീസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സോ ഓർക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഹിന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നിങ്ങൾ സൈഡിൽ എഴുതിയിടണേ. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യാണ് സോ ദാറ്റ് യു വോണ്ട് ഫർഗെറ്റ്. എക്സാമിന് എഴുതരുത്, ഇത് നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ്. തേർഡ് പാർട്ടി, ദിസ് ഇസ് അബൌട്ട് ഡിസൊല്യൂഷൻ, ദിസ് ഇസ് അബൌട്ട് ഇൻസോൾവൻസി, ഓർത്തെടുക്കാമല്ലോ പെട്ടെന്ന്. ദിസ് ഇസ് അബൌട്ട് സ്യൂട്ട് ആൻഡ് ദിസ് ഇസ് അബൌട്ട് ഡെത്ത്. ഇത്ര ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് ഓരോ പോയിന്റ്സ് എന്താണ്. എഴുതിയോ? ഓക്കെ, നിങ്ങൾക്ക് അതുപോലെ ഒരു പുതിയ ഇന്നലെ നമ്മൾ കുറെ വേർഡ്സ് പഠിച്ചിട്ടില്ലേ, അതുപോലെ നിങ്ങൾക്ക് സ്യൂട്ട് ഫയൽ ചെയ്യാന്ന് പറയുന്നതിലും കുറച്ചും കൂടെ നല്ലൊരു വാക്കാണ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുക. ദ സ്യൂട്ട് മേ ബി ഫൈൽഡ് എന്ന് പറയുന്നതിലും കുറച്ചും കൂടെ നല്ലൊരു യൂസേജ് ദ സ്യൂട്ട് മേ ബി ഇൻസ്റ്റിറ്റ്യൂട്ടഡ്. സോ ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ. നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റും. കേസ് ഫയൽ ചെയ്യുന്നു, സ്യൂട്ട് ഫയൽ ചെയ്യുന്നു, ഇൻസ്റ്റെഡ് ഓഫ് ഇറ്റ് യൂസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ്. അതിന്റെ അർത്ഥം ഫയൽ ചെയ്യാന്നാണ്. ലീഗലി ഉപയോഗിക്കുന്നത് കുറച്ചും കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് എന്നാണ്. ഓക്കെ, ഈ എക്സാമ്പിൾ 1 ബേസ് ചെയ്തിട്ടുള്ള ഭയങ്കര ഒരു സിമിലർ ക്വസ്റ്റ്യൻ ഇറ്റ് ഇസ് ദെയർ ഇൻ ദ വർക്ക് ബുക്ക്. ഡു സോൾവ് ഇറ്റ് ഔട്ട്. ഇപ്പൊ നമ്മൾ പഠിച്ച സെയിം സംഭവത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് എക്സാമ്പിൾ 1 ബേസ് ചെയ്തിട്ടുള്ളത്. പ്ലീസ് ഡു ദാറ്റ്. വർക്ക് ബുക്കിൽ കിടപ്പുണ്ട് ആൻഡ് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ.
വർക്ക് ബുക്ക് നമ്പർ എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ദേ കീപ്പ് ഓൺ ചേഞ്ചിങ് ദ ക്വസ്റ്റ്യൻ നമ്പേഴ്സ്. നിങ്ങളുടെ കയ്യിലുള്ള വർക്ക് ബുക്ക് ആയിരിക്കില്ല എൻ്റെ കയ്യിലുള്ള വർക്ക് ബുക്ക്. ഇറ്റ് മൈറ്റ് കീപ്പ് ഓൺ ചേഞ്ചിങ്. സോ യു കെൻ ജസ്റ്റ് ചെക്ക്. അതിനകത്ത് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ യൂണിറ്റ് 3 കേസ് ബേസ്ഡ് ആയിട്ട് കിടപ്പുള്ളൂ. സോ വർക്ക് ബുക്കിനകത്ത് ക്വസ്റ്റ്യൻ ചെയ്യണം, ചെയ്യാതെ പോരുത്. ഇറ്റ്സ് എ വെരി ഡിഫറെന്റ് ക്വസ്റ്റ്യൻ, പക്ഷെ പെട്ടെന്ന് മനസ്സിലാവും. ഇനി അടുത്ത ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം. ഒരു ഫേം ഡിസോൾവ് ആകുന്നത് എങ്ങനെയൊക്കെയാണ്? ദി ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ ഓൾ ദ പാർട്ട്നേഴ്സ് ഓഫ് എ ഫേം ഇസ് കോൾഡ് ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം. എല്ലാ പാർട്ട്നേഴ്സും തമ്മിൽ ഡിസോൾവ് ആയി പോവാണ്. ഡിയും എസും ബിയും തമ്മിൽ ഇനി ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. അവരുടെ പാർട്ട്ണർഷിപ്പ് ഡിസോൾവ് ആയി പോകുമ്പോൾ ഫേം തന്നെ ഡിസോൾവ് ആയി പോയിന്ന് പറയും. ഇത് കൂടാതെ വേറെ രീതിയിലും ഫേം ഡിസോൾവ് ആകാം. The dissolution of the firm means dissolution of the discontinuation of the legal relationship between the partners of the firm. But when only one or more partners retires or becomes incapacitated from acting as a partner due to death, insolvency, insanity, the partnership, the relationship between such a partner and others is dissolved, but the rest may decide to continue. വളരെ സിമ്പിൾ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡിയും എസും ബിയും 3 പേരും ഒരുമിച്ച് പറയുകയാണ് നമ്മൾ തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് തീർക്കാം, നമുക്ക് കംപ്ലീറ്റ്ലി നിർത്താം എന്ന് പറയുമ്പോൾ അത് ഡിസൊല്യൂഷൻ ഓഫ് ഫേമിലോട്ട് പോകും. ഏതെങ്കിലും ഒരു പാർട്ണർ മരിച്ചുപോയി, ഇൻസെയിൻ ആയി പോയി, ഇൻസോൾവെന്റ് ആയി പോയി എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി പേര് തമ്മിൽ ബാക്കി എല്ലാവരും ബിസിനസ് നിർത്തി പോകണം എന്നാണോ അർത്ഥം? അല്ല. ഫോർ എക്സാമ്പിൾ ഡി വാസ് ഡെഡ്, അല്ലെങ്കിൽ ഡി ബിക്കേം ഇൻസോൾവെന്റ്, അല്ലെങ്കിൽ ഡി ബിക്കേം ഇൻസെയിൻ. എന്ത് കേസാണെങ്കിലും കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഉണ്ട്. എസും ബിക്കും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. സോ ഡെത്തോ ഇൻസാനിറ്റി ഇൻസോൾവൻസി ഒക്കെ ഒരു പാർട്ട്ണറിന്റെ ഫേമിന് ഡിസൊല്യൂഷനോട് പോകത്തില്ല. പക്ഷെ എല്ലാ പാർട്ട്നേഴ്സും അവരുടെ പാർട്ട്ണർഷിപ്പ് തന്നെ, അവർ തമ്മിലുള്ള ലീഗൽ റിലേഷൻഷിപ്പ് തന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് വാട്ട് യു കോൾ ഡിസൊല്യൂഷൻ ഓഫ് ഫേം. Now this difference between is also a repeated question. Important. Repeated question. Clear alle? Okay. ലൈക്ക് ഐ സെഡ്, ബേസിസ് കോളം എപ്പോഴും ഡിഫറൻസ് ബിറ്റ്വീൻ അത് എഴുതുന്നത് ഭയങ്കര നല്ലതായിരിക്കും. ഓക്കെ, ബിസിനസ് കണ്ട് ഫേമിന്റെ ഡിസൊല്യൂഷനും പാർട്ട്ണർഷിപ്പിന്റെ ഡിസൊല്യൂഷനും നമ്മൾ വ്യത്യാസം എന്താണ്? ഫേമിന്റെ ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവോൾവ്സ് ഡിസ്കണ്ടിന്യൂഷൻ ഓഫ് ദ പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പേ ഇല്ലാതായി പോവാണ്. ഡിയും എസും ബിയും തമ്മിലുള്ള പാർട്ട്ണർഷിപ്പേ തീർന്നു കഴിയുമ്പോൾ ദാറ്റ് ഇസ് വാട്ട് യു കോൾ ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ബിസിനസിന്റെ കണ്ടിന്യൂഷനെ ഒരിക്കലും ബാധിക്കാൻ പോകുന്നില്ല. ഓൺലി റീകോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഫേം റീകോൺസ്റ്റിറ്റ്യൂട്ട് ആവുകയാണ്. നമ്മൾ പറഞ്ഞില്ലേ, ഒരു അഡ്മിഷനോ ഒരു റിട്ടയർമെന്റോ ഒരു ഡെത്തോ ഒരു ഇൻസോൾവൻസിയോ ഒരു ഇൻസാനിറ്റിയോ ഒക്കെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിലോട്ട് പോയേക്കാം. സബ്ജക്ട് ടു കോൺട്രാക്ട്, മേ ബി ഡിസോൾവ് എന്നാണ് പറയുക. വൈൻഡിങ് അപ്പ്. അപ്പോൾ ഡിസൊല്യൂഷൻ ഓഫ് ഫേം പൊതുവെ വൈൻഡിങ് അപ്പിലോട്ടാണ് പോകുന്നത്. therefore there is റിയലൈസേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് സെറ്റിൽമെന്റ് ഓഫ് ലയബിലിറ്റി. ഇവിടെ റീകോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് റിയലൈസേഷൻ അല്ല, റീവാലുവേഷൻ ആണ്. നിങ്ങൾ അക്കൗണ്ട്സിനകത്ത് ഇത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ഓർഡർ ഓഫ് ദ കോർട്ട്. ഒരു ഫേം ഡിസോൾവ് ആകുമ്പോൾ കോർട്ട് ഇടപെട്ടേക്കാം. മേ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പാർട്ട്ണർഷിപ്പ് ഡിസോൾവ് ആകുമ്പോൾ ഒരിക്കലും കോർട്ട് ഇടപെടാറില്ല. സ്കോപ്പ്. ഇറ്റ് നെസസറിലി ഇൻവോൾവ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. ഫേം ഡിസോൾവ് ആവണമെന്നുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡിസോൾവ് ആവണം. ഇറ്റ് മേ ഓർ മേ നോട്ട് ഇൻവോൾവ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഡിസൊല്യൂഷൻ, ഡിയും എസും ബിയും തമ്മിലുള്ള ബന്ധം തീരുമ്പോൾ അതിനകത്ത് ഫേം ഡിസോൾവ് ആയേക്കാം, ആവാതിരിക്കാം. നോ ഫൈനൽ ക്ലോഷർ ഓഫ് ദ ബുക്സ് ഒബ്വിയസ്ലി എവിടെ വരത്തുള്ളൂ? ഫേമിനകത്തേ വരത്തുള്ളൂ. ഇവിടെ ഒരിക്കലും ഫൈനൽ ക്ലോഷർ ഓഫ് ദ ബുക്സ് വരത്തില്ല. ഇതിന്റെ ബേസിസിലാണ് ഡിഫറൻസ് ബിറ്റ്വീൻ പോയിരിക്കുന്നത്. ഒന്ന് പെട്ടെന്ന് വായിച്ചു വിട്ടെ. ബേസിസ് കോളം ഏതിനകത്ത് കണ്ടിന്യൂഷൻ ഉണ്ട്, ഏതിനകത്ത് ഇല്ല, എവിടെയാണ് വൈൻഡിങ് അപ്പ്, എവിടെയാണ് വൈൻഡിങ് അപ്പ് ഇല്ലാത്ത, ഒന്ന് ട്രൈ ടു റികളക്ട് ഇറ്റ്. ഓക്കെ, നൗ മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം. എങ്ങനെയൊക്കെ ഒരു ഫേം ഡിസോൾവ് ആയേക്കാം, അതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിനകത്ത് ചില കാര്യങ്ങൾ എടുത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് സെപ്പറേറ്റ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഐ ടെൽ യു വിച്ച് ഓൾ ദാറ്റ് ഇസ്. ഓക്കെ, നോ എങ്ങനെയൊക്കെയാണ് ഫേം ഡിസോൾവ് ആവുക? സെക്ഷൻ 40 to 44 ആണ്. ഓരോ സെക്ഷൻ നമ്പർ ഓർക്കണം എന്നില്ല. യു ക്യാൻ ആക്ച്വലി റിമെമ്പർ ദ റേഞ്ച്. ഈ 40 to 44 എന്നുള്ള റേഞ്ച് എഴുതിയാലും മതി.
സോ ഡിസൊല്യൂഷൻ വിത്തൌട്ട് ദ ഓർഡർ ഓഫ് ദ കോർട്ട് ഓർ വോളണ്ടറി ഡിസൊല്യൂഷൻ, കോടതി ഇടപെടാതെ സ്വന്തമായിട്ട് ഡിസോൾവ് ആവുന്ന കേസാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെന്റ്, എല്ലാ പാർട്ട്നേഴ്സും കൂടെ എഗ്രി ചെയ്തിട്ട് ഫേം ഡിസോൾവ് ആകുന്നതിനെ നമ്മൾ പറയുന്നത് ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെന്റ്. ഡിയും എസും ബിയും പറയുവാണ് ലെറ്റ് us ഗെറ്റ് ഡിസോൾവ്, നമുക്ക് ഒരുമിച്ച് അങ്ങ് ഡിസോൾവ് ആയേക്കാം, നമുക്ക് ഇനി പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്ന് ഒരുമിച്ച് ഒരു എഗ്രിമെന്റ് പ്രകാരം തീരുമാനം എടുക്കുവാണെങ്കിൽ ദാറ്റ് ഇസ് വാട്ട് യു കോൾ ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെന്റ്. ഇത് സെപ്പറേറ്റ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാറുണ്ട്, വർക്ക് ബുക്ക് ക്വസ്റ്റൻ കിടപ്പുണ്ട്. ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. കമ്പൽസറി ഡിസൊല്യൂഷൻ, ഒരു ഫേം കമ്പൽസറി ആയിട്ട് ഡിസോൾവ് ആയേക്കാം ബൈ അഡ്ജുഡിക്കേഷൻ ഓഫ് ഓൾ ദ പാർട്ട്നേഴ്സ് ബട്ട് വൺ ആസ് ഇൻസോൾവെന്റ്. എല്ലാ പാർട്ട്നേഴ്സും ഇൻസോൾവെന്റ് ആയി പോകുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫേം കമ്പൽസറി ആയിട്ട് ഡിസോൾവ് ആയി പോയേക്കാം. അല്ലെങ്കിൽ ബൈ ദ ഹാപ്പനിങ് ഓഫ് എനി ഈവന്റ് വിച്ച് മേക്സ് ഇറ്റ് അൺലോഫുൾ ഫോർ ദ ബിസിനസ് ഓഫ് ദ ഫേം ടു ബി ക്യാരിഡ് ഓൺ ഫോർ ദ പാർട്ട്നേഴ്സ് ഓർ ടു ക്യാരി ഓൺ ടു ദ പാർട്ട്ണർഷിപ്പ്. സിമ്പിൾ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ക്യാരി ഓൺ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ കെമിക്കൽ മറ്റേ പ്രൊഡക്ഷൻ ആയിരുന്നു അവരുടെ മെയിൻ ബിസിനസ്. ഒരു ലോ പാസ്സാക്കി ഗവൺമെന്റ്, എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ആ കെമിക്കൽ ഇനിയും ട്രേഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പൊ ഫേം ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ഇപ്പൊ എന്തായി പോയി? അൺലോഫുൾ ആയി പോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫേം എന്ത് ചെയ്യണം? കമ്പൽസറി ആയിട്ട് ഡിസോൾവ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, എന്റെ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, എന്റെ ഫേം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന പാരസെറ്റമോളിന്റെ ഒരു കോമ്പറ്റീറ്റർ പോലെ, അതായത് ഫസ്റ്റ് എയ്ഡ് ടാബ്ലറ്റ്സ് ആയിരുന്നു. അതായത് പനിയൊക്കെ വരുമ്പോൾ, ഫീവർ ഒക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ ബോഡി പെയിൻ ഒക്കെ വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ടാബ്ലറ്റ് ആയിരുന്നു. സേ ക്രോസിനാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഗവൺമെന്റ് പെട്ടെന്ന് റെഗുലേഷൻ ഇറക്കിയിട്ട് പറയാണ് ക്രോസ് നമ്മൾ ബാൻ ചെയ്യാൻ വേണ്ടി പോകും. എന്റെ കമ്പനി വേറെ ഒരു ഒറ്റ മരുന്ന് പോലും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി അത് ബാൻ ചെയ്ത് കഴിയുമ്പോൾ എനിക്കത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂല, എനിക്ക് വിൽക്കാൻ വേണ്ടി പറ്റൂല. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എന്ത് മാത്രമേ ഉള്ളൂ? എന്റെ ബിസിനസ് അൺലോഫുൾ ആയി പോയി. തുടങ്ങിയപ്പോൾ ലോഫുൾ ആയിരുന്നു, ഗവൺമെന്റ് ഒരു ഓർഡർ വന്നപ്പോൾ അൺലോഫുൾ ആയി പോയതാ. അങ്ങനെ അൺലോഫുൾ ആകുമ്പോൾ ഞാൻ എന്തായി പോകണം? കമ്പൽസറിലി ഡിസോൾവ് ആയി പോകണം. ഇത് സെപ്പറേറ്റ് ക്വസ്റ്റൻ ആണ്. ഇത് 2-3 ക്വസ്റ്റൻ കിടപ്പുണ്ട് കമ്പൽസറി ഡിസൊല്യൂഷൻ. സോ കമ്പൽസറി ഡിസൊല്യൂഷൻ സംഭവിക്കുന്ന 2 കേസുകളാണ്. ഒന്ന്, എല്ലാ പാർട്ട്നേഴ്സും ഇൻസോൾവെന്റ് ആയി പോയി. രണ്ടാമത്തെ കേസ്, ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് അൺലോഫുൾ ആയി പോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമ്പൽസറി ഡിസോൾവ് ചെയ്ത് പോയേ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് അതിനകത്ത് ഒരു സാധനം ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. However, when more than one separate adventure or undertaking is carried on by the firm, the illegality of one or more shall not itself cause a dissolution of the firm in respect of its lawful adventure and undertaking. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ അത് ചെറിയൊരു ചേഞ്ച് വരുത്താം. ഞങ്ങൾ ഫസ്റ്റ് ഈ ടാബ്ലറ്റ്സ് ആയിട്ടുള്ള ക്രോസിൻ പോലത്തെ ടാബ്ലറ്റ്സ് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൂടാതെ ഞങ്ങൾ വേറെ കുറെ ടാബ്ലറ്റ്സും കൂടെ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. മേ ബി ഡയബറ്റിക് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ്സ് ഞങ്ങളുടെ ഉണ്ടായിരുന്നു. ഷുഗർ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ്സ് ഞങ്ങളുടെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ബാൻ ചെയ്തത് ക്രോസിൻ മാത്രമാണ്. സോ ക്രോസിൻ മാത്രമേ അവിടെ അൺലോഫുൾ ആയിട്ടുള്ളൂ. ആ ഡയബറ്റിക്കിന് വേണ്ടി കൊടുക്കുന്ന ടാബ്ലറ്റ്സ് അവിടെ ഗവൺമെന്റ് ബാൻ ചെയ്തിട്ടില്ല, അത് അൺലോഫുൾ ആയിട്ടില്ല. സോ ഒരേ ഫേം മോർ ദൻ വൺ അഡ്വെഞ്ചേഴ്സ്, മോർ ദൻ വൺ ടൈപ്പ് ഓഫ് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം അൺലോഫുൾ ആയി എന്നും പറഞ്ഞുകൊണ്ട് കംപ്ലീറ്റ് ഫേമിന്റെ എല്ലാ ബിസിനസ് അൺലോഫുൾ ആയി എന്നല്ല. ആ പറയുന്ന ക്രോസിന് ആ പരിപാടി മാത്രമാണ് അൺലോഫുൾ ആയെങ്കിൽ അത് മാത്രമേ ആകുള്ളൂ. ബാക്കി ലോഫുൾ ആയിട്ടുള്ള ബിസിനസ് എനിക്ക് മുന്നോട്ട് ക്യാരി ഓൺ ചെയ്തുകൊണ്ട് പോവാം. എൻ്റെ ആദ്യത്തെ എക്സാമ്പിൾ അത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അതാണ് ഈ എക്സാമ്പിൾ 2. അതിന് ഞാൻ കുറച്ചും കൂടെ ഒരു മെഡിസിൻ രൂപത്തിൽ പറഞ്ഞു. അവിടെ കെമിക്കൽ എന്ന് പറയുന്നു. എൻ്റെ ആകെ ഒരൊറ്റ ബിസിനസ് മാത്രമേ ഉള്ളൂ. ആ ബിസിനസ് അൺലോഫുൾ ആയി കഴിഞ്ഞാൽ പിന്നെ കമ്പൽസറി ഡിസൊല്യൂഷൻ മാത്രം ഓപ്ഷൻ ഉള്ളൂ. അല്ല, എനിക്ക് മൾട്ടിപ്പിൾ ബിസിനസ് ഉണ്ട്, ഒരെണ്ണം മാത്രമാണ് അൺലോഫുൾ ആവുന്നത്, ബാക്കിയെല്ലാം ലോഫുൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഫേം കമ്പൽസറി ആയിട്ട് ഡിസോൾവ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ബോത്ത് കോൺസെപ്റ്റ്സ് ക്ലിയർ ആണോ? ബോത്ത് ദി എക്സാമ്പിൾസ് ക്ലിയർ അല്ലേ? നോ, എപ്പോഴും നമ്മൾ എത്ര ഷോർട്ട് ആക്കുന്നോ അത്രയും മാർക്ക് അവർ കുറയ്ക്കും. ദർ ഇസ് നത്തിങ് കോൾഡ് സമ്മറി എഴുതുന്ന ഒരു പരിപാടി. വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് എന്തുമാത്രം ലോ മനസ്സിലായി എന്നാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു സമ്മറി എഴുതിയിട്ട് കാര്യമില്ല. അർത്ഥം, ഞാൻ എപ്പോഴും പറയുന്ന അർത്ഥം മനസ്സിലാക്കുക, നമ്മളൊന്ന് തന്നെ എഴുതി നോക്കുക. അതാണ് ഒരു കറക്റ്റ് വേ ഓഫ് ലേണിംഗ്. ജസ്റ്റ് സമ്മറി എഴുതി കഴിയുമ്പോൾ നമ്മുടെ ലീഗൽ നോളജ് അവിടെ ടെസ്റ്റഡ് ആവുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും, ലോ പേപ്പർ ഇസ് വൺ പേപ്പർ. ഇപ്പൊ എഴുതിയിട്ട് അവർ അധികം അങ്ങനെ മാർക്ക് തരുന്നില്ല. അത് റൈറ്റിംഗ് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ് മാർക്ക് തരുന്നത്. പക്ഷെ 75 മാർക്സ് കിട്ടിയ കുട്ടികളും ഉണ്ട്. കഴിഞ്ഞ അറ്റംപ്റ്റിൽ തന്നെ 75 മാർക്സ് കിട്ടിയ കുട്ടികളുണ്ട്. അപ്പൊ അത് കിട്ടുന്നതിന്റെ മെയിൻ ഉദ്ദേശം ഇസ് ദെയർ ലേണിംഗ് ആൻഡ് പ്രാക്ടീസിങ്. അപ്പൊ നിങ്ങൾ ലേൺ ചെയ്യാം. യു ഹാവ് ടു ലേൺ ആൻഡ് പ്രാക്ടീസ്.
ഓക്കെ. ഇനിയും അടുത്തത് ഡിസൊല്യൂഷൻ ഓൺ ദ ഹാപ്പനിങ് ഓഫ് സർട്ടൻ കണ്ടിജൻസീസ്. ചില കണ്ടിജൻസീസ് ഒക്കെ സംഭവിക്കുമ്പോൾ ഡിസൊല്യൂഷനിലോട്ട് പോയേക്കാം. അതേതൊക്കെയാണ് നമുക്ക് നോക്കാം. ഈ വാക്ക് ഓർമ്മയുണ്ടോ? സബ്ജക്ട് ടു കോൺട്രാക്ട് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ്. കോൺട്രാക്ടിനകത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്രകാരം ഫേം ക്യാൻ ബി ഡിസോൾവ് ഓൺ ദ ഹാപ്പനിങ് ഓഫ് എനി ഓഫ് ദ ഫോളോയിങ് കണ്ടിജൻസീസ്. താഴെ പറയുന്ന ഏതെങ്കിലും ഒരു കണ്ടിജൻസീസ് സംഭവിക്കുവാണെന്നുണ്ടെങ്കിൽ ഫേം ഡിസോൾവ് ആയി പോയേക്കാം. നമ്പർ 1, വേർ ദ ഫേം ഇസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ എ ഫിക്സഡ് ടേം ഓൺ ദ എക്സ്പയറി ഓഫ് ദ ടേം. ഒരു ഫിക്സഡ് പാർട്ട്ണർഷിപ്പ് തീർന്നു കഴിയുമ്പോൾ ആ പറയുന്ന ഫേം ഡിസോൾവ് ആയി പോയേക്കാം. നമ്മൾ പറഞ്ഞില്ല ഒരു ഫിക്സഡ് പീരീഡിലേക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ DSB എന്ന് പറയുന്നത് നമ്മൾ 3 വർഷത്തേക്കാണ്. 3 വർഷം കഴിഞ്ഞ് നമ്മൾ ബിസിനസ് നിർത്തുവാണെന്നുണ്ടെങ്കിൽ ഫേം ഡിസോൾവ് ആയി പോയി. Where the firm is constituted to carry on one or more adventure. Particular adventure general partnership ആയില്ല എന്ന് വിചാരിക്കുക. Particular partnership general partnership ആയില്ല എന്ന് വിചാരിക്കുക. Particular adventure വേണ്ടി ഞങ്ങൾ തുടങ്ങുന്നു. Particular adventure കഴിയുമ്പോൾ ഞങ്ങൾ തമ്മിലുള്ള പരിപാടിയെല്ലാം തീർന്ന് ഞങ്ങൾ പോവാണ്. എങ്കിലും ഫേം ഡിസോൾവ് ആയി പോയേക്കാം. ബൈ ദ ഡെത്ത് ഓഫ് എ പാർട്ണർ. എഗെയിൻ ഓർത്തോണം, സബ്ജക്ട് ടു എ കോൺട്രാക്ട്. കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഡിസോൾവ് ആവില്ല. കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ഡിസോൾവ് ആയി പോകും. ബൈ ദ ആഡ്ജുഡിക്കേഷൻ ഓഫ് പാർട്ണർ ആസ് എ ഇൻസോൾവെന്റ്. എഗെയിൻ സബ്ജക്ട് ടു കോൺട്രാക്ട്. ഇതെല്ലാം സബ്ജക്ട് ടു കോൺട്രാക്ട് ആണ്, ഞാൻ എടുത്തു പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഒരു പാർട്ണർ മരിച്ചുപോയി, കോൺട്രാക്ടിനകത്ത് പറയാണ് ഒരു പാർട്ണറുടെ ഡെത്തോ ഒരു പാർട്ണർ ഇൻസോൾവൻസിയോ ഒരിക്കലും ഫേമിന് ഡിസൊല്യൂഷനിലോട്ട് പോകത്തില്ല എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഡിസൊല്യൂഷനിലോട്ട് പോകില്ല. പക്ഷെ ഒന്നും പറഞ്ഞിട്ടില്ല, കോൺട്രാക്ട് സൈലന്റ് ആണെങ്കിൽ ഒരു പാർട്ണർ മരിച്ചു പോവോ ഒരു പാർട്ണർ ഇൻസോൾവെന്റ് ആകുമോ ഫേം ഡിസോൾവ് ആയി പോകും. ക്ലിയർ അല്ലേ? ഫിക്സഡ് പാർട്ട്ണർഷിപ്പ് കഴിയുമ്പോൾ ഡിസോൾവ് ആയി പോകും. പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് അഡ്വഞ്ചർ കഴിയുമ്പോൾ ഡിസോൾവ് ആയി പോകും. ഡെത്ത് ഓഫ് എ പാർട്ണർ സബ്ജക്ട് ടു എ കോൺട്രാക്ട്, മറ്റേതും സബ്ജക്ട് ടു എ കോൺട്രാക്ട് ആണ്. സോ ഡെത്ത് ഓഫ് എ പാർട്ണർ ആൻഡ് ഇൻസോൾവൻസി ഓഫ് എ പാർട്ണർ സബ്ജക്ട് ടു എ കോൺട്രാക്ട് ഡിസോൾവ് ആയി പോകും. സോ കോൺട്രാക്ടിനകത്ത് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഡിസോൾവ് ആയി പോകും. കോൺട്രാക്ടിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസോൾവ് ആവൂല. ഓക്കെ, ക്ലിയർ? Okay. Dissolution of notice, dissolution by notice of partnership at will. നോക്കാം. പാർട്ണർഷിപ്പ് അറ്റ് വിൽ നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. സെക്ഷൻ 7 ഓർക്കുന്നുണ്ടോ? ഇന്നലെ സെക്ഷൻ നമ്പർ ഒക്കെ പഠിച്ച്. വിത്ത് എ പാർട്ണർഷിപ്പ് അറ്റ് വിൽ ദ ഫേം മേ ബി ഡിസോൾവ് ബൈ എനി പാർട്ണർ ബൈ ഗിവിംഗ് എ നോട്ടീസ് ആൻഡ് റൈറ്റിംഗ് ടു ഓൾ ദ പാർട്ണേഴ്സ് ഓഫ് ദ ഫേം ടു വിത്ത് എൻ ഇന്റൻഷൻ ടു ഡിസോൾവ് ദ ഫേം. പാർട്ണർഷിപ്പ് അറ്റ് വില്ലിനകത്ത് ഇവിടെ മേ എന്ന് പറയുന്നൊരു വാക്ക് ഉപയോഗിച്ചു. നിർബന്ധമൊന്നുമില്ല. ഏതെങ്കിലും ഒരു പാർട്ണറിന് ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് നോട്ടീസ് കൊടുത്തിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഫേം ഡിസോൾവ് ആക്കാം. അപ്പൊ DSB 3 പാർട്ട്നേഴ്സ്, ഞാനായിട്ടുള്ള ഒരു പാർട്ണർ ബാക്കിയുള്ള പാർട്ട്നേഴ്സിനോട് പറയാണ് നമുക്ക് ഫേം ഡിസോൾവ് ആക്കാം. അങ്ങനെ നോട്ടീസ് കൊടുത്ത് ഡിസോൾവ് ആക്കാൻ പറ്റുമോ? യെസ്. ഷാൽ അല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മേ. സോ ഒരു പാർട്ണറിന് ചെയ്യാൻ പറ്റും എന്നല്ല, ഒരു പാർട്ണറിന് വേണം എന്നുണ്ടെങ്കിൽ എഗ്രിമെന്റിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല. ഏത് ഡേറ്റ് തൊട്ട ഡിസൊല്യൂഷൻ എഫക്റ്റീവ് ആകുക? ദ ഫേം ഇസ് ഡിസോൾവ് ഫ്രം ദ ഡേറ്റ് മെൻഷൻ ഇൻ ദ നോട്ടീസ്. ഏത് ഡേറ്റ് ആണോ നോട്ടീസ് ഓഫ് ഡിസൊല്യൂഷനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന ആ ഡേറ്റ് തൊട്ട് ഫേം ഡിസോൾവ് ആവും. ഇനിയും ഡേറ്റ് ഒന്നും മെൻഷൻഡ് അല്ല എന്നുണ്ടെങ്കിൽ ഫ്രം ദ ഡേറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫ് നോട്ടീസ്. നോട്ടീസിനകത്ത് ഡേറ്റ് സ്പെസിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഡേറ്റ് തൊട്ട് ഫേമിന്റെ ഡിസൊല്യൂഷൻ ഇഫക്റ്റീവ് ഡേറ്റ് ആയി. ഫേമിനകത്ത് മറ്റേ നോട്ടീസിനകത്ത് ഡേറ്റ് ഒന്നും സ്പെസിഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ എന്നാണോ നോട്ടീസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ആ പെർട്ടിക്കുലർ ഡേറ്റ് തൊട്ട് ഫേം ഡിസോൾവ് ആയി. ഇവിടെ വരെ എല്ലാം ക്ലിയർ ആണോ? 43 വരെ എല്ലാം ക്ലിയർ? Okay. Now, dissolution by the court. ഇതൊരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് നമ്മുടെ കമ്പൽസറി ഡിസൊല്യൂഷൻ സെപ്പറേറ്റ് വെരി ഇമ്പോർട്ടൻ്റ് ഞാൻ മാർക്ക് ചെയ്തായിരുന്നു. എഗ്രിമെന്റിൽ എഴുതിയിട്ടില്ലേ? ഇല്ല, പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു പാർട്ട്ണർ മാത്രം പറഞ്ഞില്ല എപ്പോൾ വേണമെങ്കിൽ ഡിസോൾവ് ആയിക്കൂടെ? സോ ദാറ്റ് ഇസ് ബേസിക്കലി നോട്ട് ഡൺ. ഇറ്റ് വിൽ ബി പ്രൊവൈഡ് ഇൻ ദ എഗ്രിമെന്റ് യൂഷ്വലി. അങ്ങനെയാണ്. ഓക്കെ. കമ്പൽസറി ഡിസൊല്യൂഷൻ പോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, സെപ്പറേറ്റ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഇൻസാനിറ്റി. ഒരു ഫേം താഴെ പറയുന്ന കേസസിൽ വേണമെന്നുണ്ടെങ്കിലും ഡിസോൾവ് ആയേക്കാം.
എപ്പോഴൊക്കെയാണ് കോർട്ട് ഇടപെടാൻ വേണ്ടി പോകുന്നത്. മറ്റു കേസൊക്കെ കോർട്ട് ഇടപെടാത്ത കേസാണ്, വോളണ്ടറി ആയിട്ട് ഡിസൊല്യൂഷൻ ആണ്. താഴെ പറയുന്ന കേസെല്ലാം കോർട്ട് ഇടപെടുന്ന കേസാണ്. വേറെ പാർട്ണർ നോട്ട് എ സ്ലീപ്പിംഗ് പാർട്ണർ ആവരുത്, ഹാസ് ബിക്കം ഓഫ് അൺസൗണ്ട് മൈൻഡ്, ദ കോർട്ട് മേ ഡിസോൾവ് ദ ഫേം ഓൺ എ സ്യൂട്ട് ഓഫ് അതർ പാർട്ണേഴ്സ് ഓർ ബൈ നെക്സ്റ്റ് ഫ്രണ്ട് ഓഫ് ദ ഇൻസെയിൻ പാർട്ണർ. ടെമ്പററി സിക്നസ് ഇസ് നോട്ട് എ ഗ്രൗണ്ട് ഫോർ ദ ഡിസൊല്യൂഷൻ. അപ്പൊ സ്യൂട്ട് ഫയൽ ചെയ്യുന്ന പാർട്ണർ ഒഴികെ ബാക്കി എല്ലാ പാർട്ണേഴ്സും ഇൻസെയിൻ ആയിപ്പോയി. DSB ഇതിനകത്ത് ഡിയും എസും ഇൻസെയിൻ ആയി. ബി ചെന്നിട്ട് കോടതിയോട് പറയാണ് എന്റെ ബാക്കി പാർട്ട്നേഴ്സ് എല്ലാം ഇൻസെയിൻ ആയിപ്പോയി, വട്ടായിപ്പോയി, അപ്പോൾ ആ പറയുന്ന കേസിൽ ഫേം ഡിസോൾവ് ആക്കി തരണം എന്നൊരു സ്യൂട്ട് ഫയൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കോടതി ഇടപെട്ടിട്ട് ഫേം വേണമെന്നുണ്ടെങ്കിൽ ഡിസോൾവ് ആക്കിയേക്കാം. ടെമ്പററി ആയിട്ടുള്ള സിക്നസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറയില്ലേ ഒരു കാലൊടിഞ്ഞു, കൈ ഒടിഞ്ഞു, അല്ലെങ്കിൽ ഇപ്പൊ വയ്യ, പനിയാണ്, അങ്ങനത്തെ ടെമ്പററി സിക്നസ് അല്ല ഇൻസാനിറ്റി എന്ന് പറഞ്ഞാൽ. ഇൻസാനിറ്റി എന്ന് പറഞ്ഞാൽ കുറെ നാളത്തേക്ക് ബോധമില്ല, ആ പറയുന്ന ഒരു വട്ട് അല്ലെങ്കിൽ ഒരു മെന്റൽ സ്റ്റേറ്റ് കറക്റ്റ് അല്ല, ആ പറയുന്ന സ്റ്റേറ്റിൽ ബാക്കി എല്ലാ പാർട്ട്നേഴ്സും ഇൻസെയിൻ ആയി പോയി എന്ന് പറഞ്ഞ ഒരു പാർട്ട്ണർ സ്യൂട്ട് ഫയൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കോടതി ഇടപെട്ടിട്ട് ഫേം വേണമെന്നുണ്ടെങ്കിൽ ഡിസോൾവ് ആയേക്കാം. പെർമനന്റ് ഇൻകപ്പാസിറ്റി, അതായത് പെർമനന്റ് എന്ന് പറഞ്ഞാൽ പഴയ പോലെ ഒരിക്കലും വർക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറയില്ലേ ആക്സിഡന്റ് പറ്റി കോമ സ്റ്റേജിലോട്ട് പോയി, കാല് നഷ്ടപ്പെട്ടു, കൈ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ പഴയ പോലെ എങ്ങനെയാണോ പണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അതേ രീതിയിൽ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അതിനൊക്കെയാണ് പെർമനന്റ് ഇൻകപ്പാസിറ്റി എന്ന് പറയുക. സോ എല്ലാ പാർട്ട്നേഴ്സും പെർമനന്റ്ലി ഇൻകപ്പാസിറ്റേറ്റഡ് ആയിപ്പോയി. അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ട്ണർ സ്യൂട്ട് ഫയൽ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫേം പൂട്ടിപ്പോകാൻ വേണ്ടി, ഡിസോൾവ് ആക്കാൻ വേണ്ടി കോടതിയോട് റിക്വസ്റ്റ് ചെയ്യാം. പെർമനന്റ്ലി ഇൻകേപ്പബിൾ ആയി സ്യൂട്ട് ഫയൽ ചെയ്യുന്ന പാർട്ട്നേഴ്സ് ഒഴികെ ബാക്കിയെല്ലാം പെർമനന്റ് ഇൻകപ്പാസിറ്റേറ്റഡ് ആയിപ്പോയെങ്കിൽ കോർട്ട് മേ എന്നവർ നിർബന്ധമൊന്നുമില്ല. ഓക്കെ, മിസ്കണ്ടക്ട്, അതായത് ബാക്കിയുള്ള പാർട്ട്നേഴ്സ് സ്യൂട്ട് ഫയൽ ചെയ്യുന്ന പാർട്ട്നേഴ്സ് ഒഴികെ ബാക്കി എല്ലാ പാർട്ട്നേഴ്സും മിസ്കണ്ടക്ട് കാണിക്കുകയാണ്, ഫ്രോഡാണ്, ലോക ഫ്രോഡാണ്, എല്ലാം കാണിക്കുന്നത് ഉടായ്പാണ് എന്ന് സ്യൂട്ട് ഫയൽ ചെയ്യുന്ന പാർട്ട്നേഴ്സിന് പ്രൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അപ്പൊ DSBക്കകത്ത് ഡിയും എസും കട്ട ഫ്രോഡാണ്, ബി പോയിട്ട് സ്യൂട്ട് ഫയൽ ചെയ്തിട്ട് പറയാണ് ഡിയും എസും ഫുൾ ടൈം മിസ്കണ്ടക്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവർ ഒരു രീതിയിലും പ്രോപ്പർ ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത്, കോടതി ഇടപെട്ടിട്ട് ഞങ്ങളുടെ ഫേം ഡിസോൾവ് ആക്കി തരണം എന്ന് പറഞ്ഞാൽ കോടതി ചിലപ്പോൾ ഇടപെട്ടിട്ട് സ്യൂട്ട് കൺസിഡർ ചെയ്തിട്ട് ഫേം ഡിസോൾവ് ആക്കിയേക്കാം. ഇനി പെർസിസ്റ്റന്റ് ബ്രീച്ച് ഓഫ് എഗ്രിമെന്റ്. പെർസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പാർട്ട്ണർ, സ്യൂട്ട് ഫയൽ ചെയ്യുന്ന പാർട്ട്ണർ ഒഴികെ വിൽഫുള്ളി, ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുണ്ടോ, വിൽഫുള്ളി, പെർസിസ്റ്റന്റ്ലി, അതായത് മനഃപൂർവ്വം കുറേ നാളായിട്ട് ബ്രീച്ച് നടത്തിക്കൊണ്ടേയിരിക്കുവാണ് എഗ്രിമെന്റിന്റെ, റിലേറ്റിംഗ് ടു ദ മാനേജ്മെന്റ് ഓഫ് അഫയേഴ്സ് ഓഫ് എ ഫേം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സ്യൂട്ട് ഫയൽ ചെയ്യുന്ന പാർട്ട്നേഴ്സ് ഒഴികെ ബാക്കി പാർട്ട്നേഴ്സ് ആണത് ചെയ്യുന്നതെന്ന് അയാൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കോടതി ഇടപെട്ടിട്ട് ഫേമിനോട് എന്ത് ചെയ്യാൻ വേണ്ടി പറയും, സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റും. സ്യൂട്ട് ഫയൽ ചെയ്തിട്ട് ഫേം ഡിസോൾവ് ആക്കാൻ പറ്റും. നൗ എന്തൊക്കെയാണ് ഈ പെർസിസ്റ്റന്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ബ്രീച്ച്? എന്തൊക്കെയാണ്? എംബെസിൽമെന്റ്, കീപ്പിംഗ് എറണസ് അക്കൗണ്ട്സ്, ഹോൾഡിംഗ് മോർ ക്യാഷ് ദാൻ വാട്ട് ഇസ് അലൗഡ്, റെഫ്യൂസ് ടു ഷോ അക്കൗണ്ട്സ് ഡിസ്പൈറ്റ് റിപ്പീറ്റഡ് റിക്വസ്റ്റ്. അതായത് മറ്റേ നമ്മൾ പറയത്തില്ലേ ഇല്ലാത്ത കണക്ക് വെക്കുക, പ്രോപ്പറായിട്ട് കണക്ക് ചോദിച്ചിട്ട് നമുക്ക് തരുന്നില്ല, പെറ്റി ക്യാഷ് എന്നൊക്കെ പറഞ്ഞ പൈസ വെട്ടിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് അക്കൗണ്ട്സ് ചോദിച്ചിട്ട് തരുന്നില്ല, ഇങ്ങനത്തെ റീസൺസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ മാനേജ്മെന്റ് ഓഫ് അഫയേഴ്സ് ആണ്, അതായത് കംപ്ലീറ്റ് ബിസിനസിനെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് തിരിച്ചുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് എംബെസിൽമെന്റ് നടത്തുന്നു, കണ്ടിന്യൂസ് ആയിട്ട് എറണസ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഹോൾഡിംഗ് മോർ ക്യാഷ് ദാൻ വാട്ട് ഇസ് അലൗഡ്, കണ്ടിന്യൂസ് ആയിട്ട് അക്കൗണ്ട്സ് ചോദിച്ചിട്ടും അത് തരുന്നില്ല. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബ്രീച്ച് നടത്തിക്കൊണ്ടേ ഇരിക്കുവാണ്, വിൽഫുള്ളി മനഃപൂർവ്വം ചെയ്തുകൊണ്ടിരിക്കുവാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ സ്യൂട്ട് ഫയൽ ചെയ്തിട്ട് പറയാം ഡിയും എസും ബിയും ഉണ്ട്, ഡിയും എസും ഒരു രീതിയിലും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല, ഒന്നെങ്കിൽ എംബെസിൽമെന്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കീപ്പിംഗ് എറണസ് അക്കൗണ്ട്സ് ആണ്, ഹോൾഡിംഗ് മോർ ക്യാഷ് ദാൻ വാട്ട് ഇസ് അലൗഡ് ആണ്, റെഫ്യൂസൽ ടു ഷോ അക്കൗണ്ട്സ് ആണ്. അപ്പൊ പാർട്ണർ അതർ ദാൻ ദ പാർട്ണർ ഹൂ ഇസ് സ്യൂയിങ്, ഇവിടെ സ്യൂട്ട് ഫയൽ ചെയ്തേക്കുന്ന ആരാണ്? ബി ആണ്. സോ ബി ഒഴികെ, അപ്പൊ അതായത് സ്യൂട്ട് ഫയൽ ചെയ്യുന്ന പാർട്ട്നേഴ്സ് ആവരുത്, ബാക്കി പാർട്ട്നേഴ്സ് ഇതാണെന്ന് സ്യൂട്ട് ഫയൽ ചെയ്തു കോടതി സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ കോടതി ഇടപെട്ടിട്ട് ഫേം ഡിസോൾവ് ചെയ്തേക്കാം. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, എംബെസിൽമെന്റ് മീൻസ് തെഫ്റ്റ്, സ്റ്റീലിംഗ്, മിസ്അപ്രോപ്രിയേഷൻ, അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ ഭവ്യ? ഇനി അടുത്തത് ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്. ഇത് നമ്മൾ ഇന്നലെ പഠിച്ച ഓർമ്മയുണ്ടായിരുന്നു, സെക്ഷൻ 29 ഓർമ്മയുണ്ടോ?
ട്രാൻസ്ഫറിക്ക് നമ്മൾ ഷെയർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നൊക്കെ ഓർക്കുന്നുണ്ടോ? വേറെ പാർട്ണർ അതർ ദൻ ദ പാർട്ണർ സ്യൂയിങ് ഹാസ് ട്രാൻസ്ഫർ ദ ഹോൾ ഓഫ് ഹിസ് ഇൻട്രസ്റ്റ് ഇൻ ദ ഫേം ടു എ തേർഡ് പാർട്ടി. അല്ലെങ്കിൽ ആ പറയുന്ന മറ്റേ ഇൻട്രസ്റ്റ് അയാളുടെ ഷെയർ അയാൾ കോടതിക്ക് സോൾഡ് ഔട്ട് ചെയ്തു ഫോർ ദ റിക്കവറി ഓഫ് അരിയേഴ്സ് ഓഫ് ലാൻഡ് റവന്യൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോടതി ഇടപെട്ടിട്ട് പറയാം, ഇനിയിപ്പോൾ നിന്റെ ഇവിടെ ഷെയർ ഒന്നും കിടപ്പില്ലല്ലോ, ഫേം ഡിസോൾവ് ആയി പോയേക്കാം, പ്രശ്നമൊന്നുമില്ല, ഡിസോൾവ് ആയിക്കോട്ടെ. ഓക്കെ. കണ്ടിന്യൂസ് പെർപ്പച്വൽ ലോസസ്, ഇപ്പോഴും ലോസ് ആണ്, ഫ്യൂച്ചറിലും ലോസ് ആണ്, ഒരു രീതിയിലും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന അയാൾക്ക് ഉറപ്പില്ല. അങ്ങനത്തെ കേസിലും ഫേം എന്ത് ചെയ്തേക്കാം, ഡിസോൾവ് ആയി പോയേക്കാം. ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ഗ്രൗണ്ട്സ്, ഈ താഴെ പറയുന്ന കാരണങ്ങളൊക്കെ സംഭവിക്കുവാണെന്നുണ്ടെങ്കിലും ഫേം വേണം, മറ്റേ കോടതി ഇടപെട്ട് വേണമെന്നുണ്ടെങ്കിൽ ആരാണോ സ്യൂട്ട് ഫയൽ ചെയ്യുന്നത് സ്യൂട്ട് കൺസിഡർ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫേം ഡിസോൾവ് ആക്കിയേക്കാം. ഡെഡ് ലോക്ക് ഇൻ ദ മാനേജ്മെന്റ് വെർ ദ പാർട്ട്നേഴ്സ് ആർ നോട്ട് ഇൻ ടോക്കിംഗ് ടേംസ് ബിറ്റ്വീൻ ദം. ലോസ് ഓഫ് സബ്സ്ട്രാറ്റം, ലോസ് ഓഫ് സബ്സ്ട്രാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച ആ കമ്പൽസറി ഡിസൊല്യൂഷൻ പോലെ തന്നെ നമ്മൾ തുടങ്ങിയ പർപ്പസ് എന്താണോ ആ പർപ്പസ് ഇനി ചെയ്യാൻ വേണ്ടി പറ്റൂല. തുടങ്ങിയ പർപ്പസ് എന്താണോ ആ പർപ്പസ് ഇനിയും ചെയ്യാൻ വേണ്ടി പറ്റൂല, അതാണ് ലോസ് ഓഫ് സബ്സ്ട്രാറ്റം. ഗാംബ്ലിംഗ് ബൈ എ പാർട്ട്ണർ ഓൺ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇതിൽ എന്ത് സംഭവിച്ചാലും കോടതി വേണമെന്നുണ്ടെങ്കിൽ പറയും ഇറ്റ് ഇസ് എൻ ഇക്വിറ്റബിൾ ഗ്രൗണ്ട്. ഇതൊക്കെ ഗ്രൗണ്ട് ആണ് ഫോർ ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം. സോ ഇതൊക്കെ കോടതി ഇടപെടുന്ന കേസുകളാണ് കേട്ടോ, ഓർത്തോണെ. ഇവിടെ തൊട്ട് ഇൻസാനിറ്റി, പെർമനന്റ് ഇൻകപ്പാസിറ്റി, മിസ്കണ്ടക്ട്, പെർസിസ്റ്റന്റ് ബ്രീച്ച് ഓഫ് എഗ്രിമെന്റ്, ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്, കണ്ടിന്യൂസ് പെർപ്പച്വൽ ലോസസ്, ജസ്റ്റ് ആൻ ഇക്വിറ്റബിൾ ഗ്രൗണ്ട്. ഈ പറയുന്ന എല്ലാ പോയിന്റ്സും ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് കേസ് ബേസ്ഡ് നോക്കണം എന്ന് ഞാൻ പറയാം. അപ്പൊ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്തോണേ ഈ ചാപ്റ്ററിന്റെ. കോൺസിക്വൻസസ് ഓഫ് ഡിസൊല്യൂഷൻ, ഡിസൊല്യൂഷൻ നടന്നു കഴിയുമ്പോൾ ഉള്ള കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? ലയബിലിറ്റി ഓഫ് ആക്ട്സ് ഓഫ് ദ പാർട്ട്നേഴ്സ് ഡൺ ആഫ്റ്റർ ദ ഡിസൊല്യൂഷൻ, ഡിസൊല്യൂഷന് ശേഷം പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റി എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. എന്താണെന്നാണ് ഈ സെക്ഷൻ 45 പറയുന്നത്. ഇറ്റ് സീക്സ് ടു പ്രൊട്ടക്ട് ദ തേർഡ് പാർട്ടി ഡീലിംഗ് വിത്ത് ദ ഫേം ഹു ഹാഡ് നോ നോട്ടീസ് ഓഫ് ദ പ്രയർ ഡിസൊല്യൂഷൻ ആൻഡ് ഇറ്റ് ഓൾസോ സീക്സ് ടു പ്രൊട്ടക്ട് ദ പാർട്ട്നേഴ്സ് ഓഫ് എ ഡിസോൾവ് ഫേം ഫ്രം ലയബിലിറ്റി ടുവേർഡ്സ് എ തേർഡ് പാർട്ടി. എക്സാമ്പിൾ വായിച്ചു കഴിഞ്ഞാൽ യു വിൽ ക്ലിയർലി അണ്ടർസ്റ്റാൻഡ്. നമുക്കത് വായിച്ചിട്ട് ഐ കം ടു ദിസ്. ഇന്നലെ നമ്മൾ ഇതുപോലെ പറഞ്ഞൊരു സംഭവം ഞാൻ എഴുതി ഓർക്കുന്നില്ലേ? തേർഡ് പാർട്ടിക്ക് മറ്റേ ഇതിനെപ്പറ്റി അറിയാം, തേർഡ് പാർട്ടിക്ക് ഇതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. അതായത് മറ്റേ റെസ്ട്രിക്ഷനെ പറ്റി തേർഡ് പാർട്ടിക്ക് അറിയാം, റെസ്ട്രിക്ഷനെ തേർഡ് പാർട്ടിക്ക് അറിഞ്ഞുകൂടാ. അതുപോലത്തെ ഒരു വളരെ സിമിലർ സംഭവം നോക്കാം. X and Y, who carried on the business in partnership for several years, executed on December 1st a deed dissolving the partnership from the date but failed to give a public notice of the dissolution. അതായത് ഫേം ഡിസോൾവ് ആയി പോകുവാന്നുള്ള പബ്ലിക് നോട്ടീസ് എക്സും വൈയും കൊടുത്തിട്ടില്ല. പക്ഷേ ഏത് ഡേറ്റ് തൊട്ട് ടെക്നിക്കലി അവർ ഡിസോൾവ് ആകുമെന്ന് എഴുതി വെച്ചേക്കുന്ന December 1st. On December 20, X borrowed in the firm's name a certain sum of money from R. പബ്ലിക് നോട്ടീസ് എക്സും വൈയും കൊടുത്തിട്ടില്ല. December 1st ആണ് ടെക്നിക്കലി ഡിസോൾവ് ആവുന്നതെന്ന് പറയുന്നു. December 20th ഫേം എക്സ് എന്ന് പറയുന്ന ആള്, എക്സ് എന്ന് പറയുന്ന പാർട്ട്ണർ ഫേമിന്റെ പേരിൽ ഒരു കുറച്ച് പൈസ ബോറോ ചെയ്തു ഫ്രം ആർ ഹു വാസ് ഇഗ്നറന്റ് ഓഫ് ദ ഡിസൊല്യൂഷൻ. സോ നമ്മുടെ എക്സാമ്പിൾ എക്സും വൈയും പാർട്ട്നേഴ്സ് ആണ്. ആർ എന്ന് പറയുന്നതാണ് തേർഡ് പാർട്ടി. ഈ തേർഡ് പാർട്ടിക്ക് അറിയില്ല കേട്ടോ മറ്റേ ഫേം ഡിസോൾവ് ആയി പോവാന്ന്. കാരണം എന്താ? പബ്ലിക് നോട്ടീസ് കൊടുത്തിട്ടില്ല. ഇൻ സച്ച് എ കേസ് വൈ ഓൾസോ വുഡ് ബി ലയബിൾ ഫോർ ദ എമൗണ്ട് ബിക്കോസ് നോ പബ്ലിക് നോട്ടീസ് വാസ് ഗിവൺ. അങ്ങനത്തെ കേസിൽ എക്സ് മാത്രം ലയബിലിറ്റി എടുക്കേണ്ട, ആരും കൂടെ ലയബിലിറ്റി എടുത്തോളും, വൈയും കൂടെ ലയബിലിറ്റി എടുത്തോളും. ഇനിയും കമ്മിങ് ബാക്ക് ടു ദിസ് പോയിന്റ്, ലയബിലിറ്റി ഫോർ ദ ആക്ട്സ് ഓഫ് ദ പാർട്ട്നേഴ്സ് ഡൺ ആഫ്റ്റർ ഡിസൊല്യൂഷൻ. ഇത് ഡിസൊല്യൂഷന് ശേഷമാണ് ചെയ്തത്. എന്ത്? December 1st ആണ് ടെക്നിക്കലി ഡിസൊല്യൂഷൻ നടക്കുന്നത്. പക്ഷേ പബ്ലിക് നോട്ടീസ് കൊടുത്തിട്ടില്ല. December 20th അവർ വീണ്ടും പൈസ കടം മേടിക്കുന്നു. തേർഡ് പാർട്ടിക്ക് അറിയില്ലല്ലോ, പബ്ലിക് നോട്ടീസ് കൊടുത്താലല്ലേ തേർഡ് പാർട്ടി അറിയുള്ളൂ ഡിസോൾവ് ആയി പോവാന്ന്. തേർഡ് പാർട്ടിക്ക് അറിയാത്തത് കൊണ്ട് obviously partners will be liable to the third party. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഈ പറഞ്ഞ എക്സാമ്പിൾ ക്ലിയർ ആയോ? ഡിസൊല്യൂഷൻ December 1 നടന്നു, അത് എഗ്രി. പക്ഷേ പബ്ലിക് നോട്ടീസ് കൊടുത്തിട്ടില്ല. പബ്ലിക് എങ്ങനെ അറിയും? സോ December 20th പൈസ മേടിക്കുമ്പോൾ എക്സാം മേടിച്ചെങ്കിൽ പോലും എക്സും ലൈബിൾ ആവും, വൈയും ലൈബിൾ ആവും. സോ ഇതാണ് ഇവിടെ പറയുന്നത്, ലൈബിലിറ്റീസ് ഓഫ് ദ ആക്ട്സ് ഓഫ് ദ പാർട്ട്നേഴ്സ് ഡൺ ആഫ്റ്റർ ദ ഡിസൊല്യൂഷൻ. ഓക്കെ, നോക്കാം. It seeks to protect the third party
ഡീലിംഗ് വിത്ത് ദ ഫേം ഹു ഹാഡ് നോ നോട്ടീസ് ഓഫ് ദ പ്രയർ ഡിസൊല്യൂഷൻ. ഇവിടെ തേർഡ് പാർട്ടിക്ക് പ്രൊട്ടക്ഷൻ കിട്ടിയില്ലേ? എക്സും വൈയും പാർട്ട്നേഴ്സ് ആണ്. 6 പൈസ കടം കൊടുക്കുന്നു. അവിടെ 6 അടുത്തു നിന്നൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടി. എക്സിന്റെ അടുത്തുനിന്ന് പൈസ വേണം മേടിക്കാം, വൈയും ഈക്വലി ലയബിളെ. സോ തേർഡ് പാർട്ടിക്ക് ഒരു ഐഡിയ ഇല്ല, ഒരു നോട്ടീസും ഇല്ല എന്നുണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ കിട്ടും. അതും സെക്ഷൻ 45 പറയുന്നുണ്ട്. സെക്കൻഡ് വൺ, ഇറ്റ് ഓൾസോ സീക്സ് ടു പ്രൊട്ടക്ട് പാർട്ട്നേഴ്സ് ഓഫ് എ ഡിസോൾവ് ഫേം ഫ്രം ലയബിലിറ്റി ടുവേർഡ്സ് എ തേർഡ് പാർട്ടി. തേർഡ് പാർട്ടിക്കെതിരെയുള്ള ലയബിലിറ്റിയിൽ നിന്ന് പാർട്ട്നേഴ്സിന് പ്രൊട്ടക്ഷൻ കിട്ടും, പ്രൊവൈഡഡ് there was a public notice. ഇവിടെ കൊടുക്കുക, കോമ ഇട്ടിട്ട് കൊടുക്കുക, പ്രൊവൈഡഡ് ദ പബ്ലിക് നോട്ടീസ് വാസ് ഗിവൺ. പബ്ലിക് നോട്ടീസ് കൊടുത്തിട്ട് ഓൾറെഡി 6 അറിയാമായിരുന്നു എന്ന് വിചാരിക്കുക. December 1 ഡിസോൾവ് ആകാൻ പോവാണ്, അവർ പബ്ലിക് നോട്ടീസ് കൊടുത്തിരുന്നു, അങ്ങനെ ആയിരുന്നു എക്സാമ്പിൾ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ December 20 പൈസ മേടിച്ചാൽ അവർക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റൂല, പാർട്ട്നേഴ്സിന് പ്രൊട്ടക്ഷൻ കിട്ടും. പാർട്ട്ണർ പറയും, ഞങ്ങൾ പബ്ലിക് നോട്ടീസ് വന്നായിരുന്നല്ലോ, തനിക്ക് അറിയാമായിരുന്നല്ലോ ഫേം ഡിസോൾവ് ആയിരുന്നു. സോ പബ്ലിക് നോട്ടീസ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈക്വലി പാർട്ട്നേഴ്സ് ലയബിൾ ആവും. പബ്ലിക് നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് പിന്നെ ലയബിൾ ആവൂല. ക്ലിയർ അല്ലേ? ഓക്കെ എടാ, ഞാനിപ്പോൾ യെല്ലോയിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന സാധനം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. പബ്ലിക് നോട്ടീസ് കൊടുക്കേണ്ടാത്ത കേസുകൾ ഏതൊക്കെ? ഞാൻ ഇന്നലെ പറഞ്ഞു, ഡിസീസ്ഡ് പാർട്ണർ, മരിച്ചു വന്ന പാർട്ണർ പബ്ലിക് നോട്ടീസ് കൊടുക്കാൻ പറ്റൂല, ഇൻസോൾവെന്റ് പാർട്ണറിന് പബ്ലിക് നോട്ടീസ് കൊടുക്കാൻ പറ്റൂല, ഒരു ഡോർമെന്റ് പാർട്ണർ, സ്ലീപ്പിംഗ് പാർട്ണർ പബ്ലിക് നോട്ടീസ് കൊടുക്കണ്ട, കാരണം അയാൾ ഉള്ള കാര്യം പോലും ബാക്കിയുള്ള ആൾക്കാർക്ക് അറിയില്ല. സോ ഈ 3 കേസിലും പബ്ലിക് നോട്ടീസ് കൊടുക്കണ്ട. പബ്ലിക് നോട്ടീസ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ലയബിലിറ്റി വരൂ ഇല്ല, ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് റിക്വയർഡ് ടു ഗിവ് എ പബ്ലിക് നോട്ടീസ്. പാർട്ട്നേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ലയബിലിറ്റി ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫ്രം ദേ ഗെറ്റിംഗ് എ ലയബിലിറ്റി ഫ്രം തേർഡ് പാർട്ടി. കാരണം ഇവിടെ പറയുന്ന തേർഡ് പാർട്ടി ലയബിലിറ്റിയെ പറ്റി മാത്രമാണ്. 45 is not talking about a personal liability. 45 says only about third party liability. തേർഡ് പാർട്ടി ലയബിലിറ്റി കൊടുക്കണോ വേണ്ടിയോ എന്ന് മാത്രമേ 45 പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ മറ്റേത് ഡിസ്കസ് ചെയ്യാത്തത്. ക്ലിയർ? നോ, ഇപ്പൊ നമ്മൾ ലയബിലിറ്റിയെ പറ്റി പറഞ്ഞു. ഇനിയും പാർട്ട്നേഴ്സിന് എന്തെങ്കിലും റൈറ്റ് ഉണ്ടാവും? ഇപ്പൊ പറഞ്ഞത് ലയബിലിറ്റിയെ പറ്റിയാണ്. ഇനിയും ഡിസൊല്യൂഷന് ശേഷം എന്തൊക്കെ റൈറ്റ് ആണ് പാർട്ട്നേഴ്സിന് ഉണ്ടാവുക? ഓൺ ദ ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം, എവറി പാർട്ട്ണർ ഓർ ഹിസ് റെപ്രസെന്റേറ്റീവ് is entitled against all other partners or representative to have the property of the firm applied in the payment of the debt and liability and to have the surplus distributed among the partners or the representative. എല്ലാ പാർട്ട്നേഴ്സിനും ഉള്ള റൈറ്റ് ആദ്യം എന്തൊക്കെ പ്രോപ്പർട്ടി ഉണ്ടോ ആ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഡെറ്റ് എല്ലാം സെറ്റ് ഓഫ് ചെയ്യുക, ഡെറ്റും ലയബിലിറ്റി എല്ലാം കൊടുത്തു തീർക്കുക. ബാക്കി വരുന്ന സർപ്ലസ് പാർട്ട്നേഴ്സ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കുക. സോ ഡിസൊല്യൂഷന് ശേഷം പാർട്ട്നേഴ്സിനുള്ള റൈറ്റ് എന്തൊക്കെ ഫേമിന്റെ പ്രോപ്പർട്ടി ഉണ്ടോ ആ ഫേമിന്റെ പ്രോപ്പർട്ടി എടുക്കുക. ആ ഫേമിന്റെ പ്രോപ്പർട്ടി എന്ത് ചെയ്യുക? നിങ്ങൾ മറ്റേ ഡെറ്റും ലയബിലിറ്റി എന്താന്ന് വെച്ചാൽ അത് സെറ്റ് ഓഫ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? അത് സർപ്ലസ് വരുന്നത് പാർട്ട്നേഴ്സിനിടയ്ക്ക് നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ദിസ് ഇസ് എ റൈറ്റ് ഓഫ് ദ പാർട്ട്ണർ ഈവൻ ആഫ്റ്റർ ദ ഡിസൊല്യൂഷൻ. ക്ലിയർ അല്ലേ? ആദ്യത്തെ കേസ് 45 ലയബിലിറ്റിയെ പറ്റി പറയുന്നു, 46 റൈറ്റ്സിനെ പറ്റി പറയുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്താണ് സെക്ഷൻ 47. ഇനിയിപ്പോ നമ്മൾ ലയബിലിറ്റി പറ്റി പഠിച്ചു, നമ്മൾ റൈറ്റിനെ പറ്റി പഠിച്ചു. അടുത്ത് പറഞ്ഞ കണ്ടിന്യൂങ് അതോറിറ്റിയാണ്. പാർട്ട്നേഴ്സിന് ഡിസൊല്യൂഷന് ശേഷമുള്ള എന്തൊക്കെ കണ്ടിന്യൂങ് അതോറിറ്റി ഉണ്ട്? എടാ, ഡിസൊല്യൂഷന് മുന്നേ അവർ എന്തെങ്കിലും സാധനം തുടങ്ങി വെച്ചിട്ടുണ്ടാവൂലേ, പൂർത്തിയാക്കാതെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ സ്റ്റാർട്ട് ചെയ്ത് വെച്ച സാധനം കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. ഡിസൊല്യൂഷൻ ഓർഡർ ഇട്ടു പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ കോൺട്രാക്റ്റിൽ ഏർപ്പെടാനോ പുതിയ ട്രാൻസാക്ഷനിൽ ഏർപ്പെടാനോ പറ്റുമോ? ഇല്ല. നിങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് വെച്ച ട്രാൻസാക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള കണ്ടിന്യൂങ് അതോറിറ്റി ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. After the dissolution, the
the authority of each partner to bind the firm and other mutual rights and obligations continue, notwithstanding the dissolution, to wind up the affairs of the firm and to complete the transaction begun but unfinished at the time of dissolution but not otherwise. എന്ന് പറഞ്ഞാൽ തുടങ്ങി വെച്ചേക്കുന്ന ട്രാൻസാക്ഷൻ ഉണ്ടോ, കംപ്ലീറ്റ് ഇറ്റ്. നിങ്ങൾക്ക് ഈ അഫയേഴ്സ് വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്തു. പുതിയതായിട്ട് ഒരു കാര്യവും നിങ്ങൾ ചെയ്യരുത്. സോ എന്തൊക്കെ കണ്ടിന്യൂങ് അതോറിറ്റി കിട്ടും എല്ലാ പാർട്ട്നേഴ്സിനും, നിങ്ങൾ തുടങ്ങി വെച്ച എന്തൊക്കെ കാര്യങ്ങളുണ്ടോ കംപ്ലീറ്റഡ്. വൈൻഡ് അപ്പ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണോ ചെയ്തു, ബട്ട് യു കനോട്ട് ഡു എനിത്തിങ് എൽസ്. അത് ചെയ്യാനായിട്ടുള്ള കണ്ടിന്യൂങ് അതോറിറ്റി നിങ്ങൾക്ക് ഉണ്ട്. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ഓൾസോ ക്ലിയർ. നൗ ദിസ് ഇസ് എ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, മാർക്ക് ഇറ്റ് ആസ് ഇമ്പോർട്ടൻറ്റ്. 48 വെരി ഇമ്പോർട്ടൻറ്റ്. 45ഉം 48ഉം 45 is very important, 45 is very important and 48 is very important. ഓക്കെ ആണോ? നോ. മോഡ് ഓഫ് സെറ്റിൽമെന്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ്. എങ്ങനെയാണ് അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്യേണ്ടത്? സ്ഥിരമായിട്ട് ചോദിക്കുന്ന സംഭവമാണ്. നിങ്ങൾ ഓൾറെഡി അക്കൗണ്ട്സിനകത്ത് പഠിച്ചിട്ടുണ്ടാവും. സെക്ഷൻ 48. ഡിസൊല്യൂഷന് ശേഷം താഴെ പറയുന്ന റൂൾസ് അപ്ലൈ ചെയ്തിട്ടാണ് നിങ്ങൾ അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്യേണ്ടത്. ഫസ്റ്റ്, ലോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആദ്യം സെറ്റ് ചെയ്യുക, ഇൻക്ലൂഡിംഗ് ദി ഡെഫിഷ്യൻസീസ് ഓഫ് ക്യാപിറ്റൽ. ആദ്യമേ പേ ഔട്ട് ചെയ്യേണ്ടത് പ്രോഫിറ്റിൽ നിന്ന്. പ്രോഫിറ്റ് തികഞ്ഞിട്ടില്ലെങ്കിൽ മാത്രം ക്യാപിറ്റൽ ഉപയോഗിക്കുക. എന്നിട്ടും തികഞ്ഞില്ലെങ്കിൽ പാർട്ട്നേഴ്സ് ഇൻഡിവിജ്വലി പ്രപ്പോർഷനേറ്റ്ലി അവരുടെ പ്രോഫിറ്റിനനുസരിച്ചിട്ട് എന്താണോ ലോസ് അത് സെറ്റ് ഓഫ് ചെയ്തോളൂ. സോ ലോസ് ഇൻക്ലൂഡിംഗ് ദി ഡെഫിഷ്യൻസീസ് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉപയോഗിക്കുക, തികഞ്ഞിട്ടില്ലെങ്കിൽ ക്യാപിറ്റൽ ഉപയോഗിക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലി പാർട്ട്നേഴ്സ് അവരുടെ പ്രപ്പോർഷനേറ്റ് ആയിട്ട് അവരത് കോൺട്രിബ്യൂട്ട് ചെയ്തോളും. അത് കഴിഞ്ഞിട്ട് ഫേമിന്റെ അസറ്റ് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഫസ്റ്റ്, ഇറ്റ് ഷുഡ് ബി അപ്ലൈഡ് ഇൻ ദ ഫോളോയിങ് മാനർ. ഫേമിന്റെ ഡെറ്റ് എന്തൊക്കെയുണ്ടോ അത് പേ ഓഫ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. ഫേംസ് ഡെറ്റ് ടു പേ ഓഫ് ദ തേർഡ് പാർട്ടി. ഓരോ പാർട്ട്നേഴ്സും വാട്ട് ഇസ് ഡ്യൂ ടു ഹിം ഫ്രം ദ ക്യാപിറ്റലിൽ നിന്ന് അവൻ എന്തൊക്കെ കിട്ടാനുണ്ടോ അതെല്ലാം അവന് കൊടുക്കുക. ഇൻ പേയിങ് ടു ഈച്ച് പാർട്ട്ണർ വാട്ട് ഇസ് ഡ്യൂ ടു ഹിം ഓൺ അക്കൗണ്ട് ഓഫ് ദ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അങ്ങനെ കുറെ സാധനങ്ങളില്ലേ നമ്മൾ കൊണ്ടുവന്ന അഡീഷണൽ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതെല്ലാം നമ്മൾ തിരിച്ചു കൊടുക്കുക. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കുക. സോ ദിസ് ഇസ് ദ ഓർഡർ അസറ്റ് ഉപയോഗിക്കേണ്ടത് ആൻഡ് ദിസ് ഇസ് ദ ഫസ്റ്റ് തിങ്. സോ ലോസ് എങ്ങനെ സെറ്റ് ഓഫ് ചെയ്യണം, അസറ്റ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, ഇതേ ഓർഡറിൽ ഓർത്തോണം. ദിസ് ഇസ് ഹൗ യുവർ അക്കൗണ്ട്സ് വിൽ ബി സെറ്റിൽഡ് ആഫ്റ്റർ ദ ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ക്ലിയർ അല്ലേ? നമുക്ക് എപ്പോഴും കുറച്ച് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഇൻഡയറക്ട് ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ ഒന്ന് താഴെ നിങ്ങളുടെ നോട്ട്സ് പേജ് കിടപ്പുണ്ടോ? അല്ലെങ്കിൽ ക്യാൻ യു ജസ്റ്റ് ഓപ്പൺ യുവർ നോട്ട്ബുക്ക് ആൻഡ് ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ. സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറെ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. നമുക്ക് ഡയറക്ട് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടില്ല ആൻസർ ചെയ്യാൻ, പക്ഷെ എപ്പോഴും ഡിഫിക്കൽട്ട് ഇൻഡയറക്ട് ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ്. സോ പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ. പേജ് നമ്പർ ഉൾപ്പെടെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പ്രയോറിറ്റി കൊടുക്കാൻ പറ്റും. 4.57 ഈ പറയുന്നത് ഞാൻ IQ എന്ന് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ റൈറ്റ് പേജ് നമ്പർ ആൻഡ് ദിസ് പെർട്ടിക്കുലർ പേജ് നമ്പർ ഇതും കൊടുത്താൽ മതി. രജിസ്ട്രേഷൻ ആഫ്റ്റർ ദ സ്യൂട്ട് ഹാസ് ബീൻ ഫൈൽഡ്. രജിസ്ട്രേഷൻ ആഫ്റ്റർ ദ സ്യൂട്ട് ഹാസ് ബീൻ ഫൈൽഡ്, പേജ് 4.57. അതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, കേസ് ബേസ്ഡ് ആയിട്ട്. അതായത് ഇൻഡയറക്ട് ക്വസ്റ്റ്യൻ. പിന്നെ ഇത് കോൺസിക്വൻസസ് ഓഫ് നോൺ രജിസ്ട്രേഷൻ ഇൻഡയറക്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. കോൺസിക്വൻസസ് ഓഫ് നോൺ രജിസ്ട്രേഷൻ. I hope you're taking it down. Second, section 41 compulsory dissolution സ്ഥിരമായിട്ട് കേസ് ബേസ്ഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. കേസ് ബേസ് സെക്ഷൻ 41. പിന്നെ ചോദിക്കുന്ന കേസ് ബേസ് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഇൻ ഇക്വിറ്റബിൾ ഗ്രൗണ്ട്സ്, അതായത് കോർട്ട് ഇടപെടുന്ന ജസ്റ്റ് ഇൻ ഇക്വിറ്റബിൾ ഗ്രൗണ്ട്സ്, പേജ് 4.63. പിന്നെ പേജ് 4.64 45 ലയബിലിറ്റി ഫോർ ദ ആക്ട്സ് ഓഫ് ദ പാർട്ട്നേഴ്സ് ഡൺ ആഫ്റ്റർ ദ ഡിസൊല്യൂഷൻ കേസ് ബേസ്ഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇൻഡയറക്ട് ക്വസ്റ്റ്യൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ സെക്ഷൻ 48 മോഡ് ഓഫ് സെറ്റിൽമെന്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ്. ഇതൊക്കെയാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഇൻഡയറക്ട് ക്വസ്റ്റ്യൻസ്. സോ ഓൾ സെറ്റിൽ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട്. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ.
ഓക്കെ അല്ലേ? Set. So, okay. Okay. So next we'll be starting with the LLP, but നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രഷ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ്. കാരണം LLP എനിക്ക് എന്തായാലും ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ LLPന്ന് നമുക്ക് നല്ല ക്വസ്റ്റ്യൻസും ഉണ്ട്, നല്ല സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും വരും. അപ്പൊ ഇന്ന് അങ്ങ് LLP തീർക്കാനും പറ്റും. കമ്പനി അന്ന് എനിക്ക് തോന്നുന്നു ഒരു പകുതിയെങ്കിലും ആക്കി വെക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അറ്റ്ലീസ്റ്റ് സ്റ്റാർട്ടിങ്ങിലും ചെയ്ത് വെക്കാൻ പറ്റും. Okay, so we'll have a break and then we'll resume. 6:25. Okay, so 6:25 തിരിച്ചു വരോ. We will be completing LLP. Okay, അപ്പൊ കാണാം. Okay, നമുക്ക് കണ്ടിന്യൂ ചെയ്താലോ. LLP തിരിച്ചെത്തിയോ? സ്റ്റാർട്ട് ചെയ്താലോ. സ്റ്റാർട്ട് ചെയ്യാം. ഓഡിബിൾ ആണോ? Okay, now next act is Limited Liability Partnership Act. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ട് ആണ്, പക്ഷെ മെജോറിറ്റി സ്റ്റുഡൻസ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് ഈ ആക്ട് പഠിക്കാറില്ല. പണ്ടത്തെ സിലബസ് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ കുറെ പോർഷൻസ് കട്ട് ചെയ്തിട്ട് അവർ ഏതിലോട്ട് ഇട്ടിട്ടുണ്ടത് ദേ ഹാവ് ആക്ച്വലി പുട്ട് ദാറ്റ് ഇൻ ടു ദ ഇന്റർമീഡിയറ്റ് ലെവൽ. സോ നിങ്ങൾക്ക് ആക്ച്വലി ഭയങ്കര സിമ്പിൾ ആയിട്ട് വളരെ കുറച്ച് പോർഷൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതിൽ നിന്ന് നല്ല മാർക്സും ചോദിക്കും. ഒരു 8 മാർക്സ് മിനിമം എക്സ്പെക്ട് ചെയ്തോണേ. മിനിമം ആണ് ഞാൻ പറയുന്നത്. ഇറ്റ് ക്യാൻ ഗോ അപ് ടു ഒരു 15 മാർക്സ് വരെ പോവാം. ഈ ചാപ്റ്ററിൽ അപ് ടു 15 മാർക്സ് വരെ പോവാം. അത് മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കിക്കോണം. LLP ആക്ടിന്റെ പ്രത്യേകത, കമ്പനീന്റെ, അതായത് LLP ആക്ട് എന്ന് പറയുമ്പോൾ ഒരു പുതിയതായിട്ട് വന്നൊരു ആക്ട്, 2008 വന്നൊരു ആക്ട് ആണ്. സോ LLP ആയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറെ ബെനിഫിറ്റ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് കിട്ടും, നിങ്ങൾക്ക് കുറെ ബെനിഫിറ്റ്സ് ഓഫ് കമ്പനിയും കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് കുറെ, അതായത് എന്തൊക്കെയാണ് ആ ബെനിഫിറ്റ്സ്, എന്തൊക്കെ ബെനിഫിറ്റ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആണ്, എന്തൊക്കെ ബെനിഫിറ്റ്സ് ഓഫ് കമ്പനിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, അതാണ് ബേസിക്കലി LLP ആക്ടിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വൈ LLP എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മളിപ്പോൾ പഠിക്കുന്ന എല്ലാ സ്ഥലത്തും ഒരു ലോജിക്ക് വേണം. ചുമ്മാ എക്സാമിന് വേണ്ടി മാത്രം പഠിക്കരുത്. ഇതിന്റെ ഇതേ സ്ഥാനം നിങ്ങൾക്ക് ഒന്നുകൂടി ഇന്റർമീഡിയറ്റ് പഠിക്കാനുണ്ട്. സോ ഇത് ചിലപ്പോൾ അവർ കുറച്ചും കൂടെ പ്രയോറിറ്റി കൊടുത്ത് മാർക്ക് കൂട്ടിയേക്കാം. കാരണം ഇതേ സാധനം എവിടെയും കൂടെ വരുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് നിങ്ങൾക്ക് എവിടെ പഠിക്കാനില്ല, ബാക്കി ഇന്റർമീഡിയറ്റ് പഠിക്കാനായിട്ടില്ല. പക്ഷെ LLP ബാക്കി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. കമ്പനിയാണ് നിങ്ങളുടെ ബേസ്, കമ്പനീസ് ആക്ട് ആണ് നിങ്ങളുടെ എല്ലാം. 70 മാർക്സ് നിങ്ങൾക്ക് കമ്പനീസ് ആക്ടിൽ നിന്നാണ് ഇന്റർമീഡിയറ്റ് ലെവലിൽ വരാൻ വേണ്ടി പോകുന്നത്. സോ 70 മാർക്സിന്റെ ബേസ് ആണ് നിങ്ങൾ ഫൗണ്ടേഷൻ ലെവലിൽ പഠിക്കുന്നത്. സോ ഈ രണ്ട് ആക്ടും നല്ല പ്രയോറിറ്റി കൊടുത്തിട്ട് തന്നെ വേണം പഠിക്കാൻ. ഈ പറയുന്നതിന്റെ അർത്ഥം കോൺട്രാക്ട് പഠിക്കേണ്ടാന്നോ പാർട്ട്ണർഷിപ്പ് പഠിക്കേണ്ടാന്നോ എന്നല്ല. ഈ ആക്ടുകൾക്ക് കുറച്ചും കൂടെ ട്വിസ്റ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ മാർക്ക് വെയിറ്റേജ് അവർക്ക് കൂട്ടാം. ബാക്കിയുള്ളതിനേക്കാളും കുറച്ചും കൂടെ മാർക്ക് വെയിറ്റേജ് കൂട്ടാം, ബിക്കോസ് ഇറ്റ് ഇസ് ദെയർ ഇൻ യുവർ ഇന്റർമീഡിയറ്റ് ലെവൽ. നോ, ഒരാൾ നിങ്ങളോട് വന്ന് ചോദിക്കുകയാണ് ഞങ്ങൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യണം. ഞാനും മറ്റേ സനയും ഭവ്യയും കൂടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകും. നിങ്ങളെല്ലാം ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്. അപ്പോൾ നമ്മൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുവാണ്, ഞങ്ങളുടെ ഒരു ബിസിനസ് ഉണ്ട്, ഞങ്ങൾക്ക് അത് രജിസ്റ്റർ ചെയ്യണം എന്നാണ് ആഗ്രഹം. എന്തൊക്കെ രീതിയിൽ ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഓപ്ഷൻസ് ഉണ്ട്? നിങ്ങൾക്ക് പല ഓപ്ഷൻസ് സജസ്റ്റ് ചെയ്യാം. പാർട്ട്ണർഷിപ്പ് സജസ്റ്റ് ചെയ്യാം, LLP സജസ്റ്റ് ചെയ്യാം, കമ്പനിയായിട്ട് തുടങ്ങണമെങ്കിൽ കമ്പനിയായിട്ട് തുടങ്ങാം. അങ്ങനെ പല രീതിയിലുള്ള സജഷൻസ് നിങ്ങൾ കൊടുക്കണം. സോ പാർട്ട്ണർഷിപ്പ്
പാർട്ട്ണർഷിപ്പ് എങ്ങനെയാണ്, എത്ര പേര് വേണം, മാക്സിമം എത്ര പേര് വേണം, രജിസ്റ്റർ ചെയ്യണം നിർബന്ധമുണ്ടോ, അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ, ഇതൊക്കെ നമ്മളിപ്പോൾ പഠിച്ചു പാർട്ട്ണർഷിപ്പ് ആക്ടിനകത്ത്. സിമിലർലി ഒരാൾ വന്ന് ചോദിക്കുവാണ് എനിക്ക് LLP ആയിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങളായ ചാർട്ടേഡ് അക്കൗണ്ടൻസ് എനിക്ക് സജഷൻ തന്നിട്ട് പറയാണ് ഓക്കെ DSB, ഞാൻ ജസ്റ്റ് ആൽഫബറ്റ്സ് പറയാണ്, DSB യു ക്യാൻ ആക്ച്വലി സ്റ്റാർട്ട് ആൻ LLP എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് LLP പറ്റി അറിയാൻ കൂടുതൽ വാട്ട് ഇസ് LLP, സാധാരണ ഒരാൾക്ക് LLP എന്താണെന്നോ അതിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്നോ എന്താണ് അതിൽ കിട്ടാൻ പോകുന്ന പ്രിവിലേജസ് എന്നൊന്നും അറിയില്ല. സോ നിങ്ങൾ ആ ഒരു കോൺസെപ്റ്റിൽ വേണം ഈ ആക്ടിനെ അപ്രോച്ച് ചെയ്യാനായിട്ട്. സോ LLP ആയിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഗുണം എന്താണ്? സോ ഫസ്റ്റ് വാട്ട് ഇസ് ദിസ് ആക്ട്, എന്തൊക്കെ ഈ ആക്ടിനകത്ത് പഠിക്കാനായിട്ടുണ്ട്, എത്ര സെക്ഷൻസ് ഉണ്ട്, എന്തൊക്കെയാണ് ആക്ട് പറയുന്നത് എന്നൊരു ബേസിക് ഐഡിയ ക്രിയേറ്റ് ചെയ്തിട്ട് വിൽ ഗോ ഇൻ ഡീറ്റെയിൽ. ഫസ്റ്റ് വൺ, മിനിസ്ട്രി ഓഫ് ലോയർ നോട്ടിഫൈ ചെയ്തതാണ് LLP ആക്ട് 2008. പാർലമെന്റ് ആണ് പാസ്സാക്കിയത് LLP ബില്ല് 12 ഡിസംബർ 2008. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അസെന്റ് കൊടുത്തത് 2009 ജാനുവരിയിലാണ്. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. LLP ആക്ട് എന്ന് പറയുന്നത് ആപ്ലിക്കബിൾ ടു ദ ഹോൾ ഓഫ് ഇന്ത്യ ആണ്. ഒരു സ്റ്റേറ്റിനോ ഒരു യൂട്ടിക്കോ എക്സംഷൻ കൊടുത്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് സ്റ്റേറ്റിൽ LLP ആയിട്ട് തുടങ്ങിയാലും ദിസ് ആക്ട് വിൽ ബി ആപ്ലിക്കബിൾ ടു യു. നോ, ഈ ആക്ടിനകത്ത് ടോട്ടൽ 81 സെക്ഷൻസ് പഠിക്കാനായിട്ടുണ്ട്. 4 ഷെഡ്യൂൾ ഉണ്ട്. ആ 4 ഷെഡ്യൂൾ എന്താണെന്ന് നമ്മൾ പഠിക്കും. ആദ്യത്തെ ഷെഡ്യൂൾ പറയുന്നത് അതായത് ഇവിടെ നമ്മൾ പാർട്ട്നേഴ്സ് വിളിക്കുക. സോ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകും പാർട്ട്ണർഷിപ്പിനകത്ത് പാർട്ട്ണർ എന്ന് വിളിക്കുന്ന പോലെ തന്നെ LLP തുടങ്ങുമ്പോൾ അതിനകത്തെ പേഴ്സൺസിനെ വിളിക്കുന്ന പേര് പാർട്ട്നേഴ്സ് ആണ്, മെമ്പേഴ്സ് അല്ല. സോ മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ പാർട്ട്നേഴ്സ് ഫസ്റ്റ്, അതായത് ടോട്ടൽ എത്ര സെക്ഷൻസ് ഉണ്ട്? 81 സെക്ഷൻസ് ഉണ്ട്. 4 ഷെഡ്യൂൾ ഉണ്ട്. 4 ഷെഡ്യൂളും ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. അതായത് എഗ്രിമെന്റിനകത്ത് പ്രത്യേകിച്ചൊന്നും എഴുതി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് തമ്മിലുള്ള, അപ്പൊ ഇവിടെ നമുക്ക് DSB തന്നെ എടുക്കാം, പാർട്ട്നേഴ്സ് തമ്മിലുള്ള മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് നിങ്ങൾക്ക് എവിടെ പോയി റെഫർ ചെയ്യാം? ഫസ്റ്റ് ഷെഡ്യൂൾ പോയി റെഫർ ചെയ്യാം. സോ എഗ്രിമെന്റിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എഗ്രിമെന്റ് പ്രകാരമായിരിക്കും മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. ഒന്നും എഴുതി വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഫസ്റ്റ് ഷെഡ്യൂൾ, ആക്ടിന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ പോയി റെഫർ ചെയ്താൽ മതി. ഇനി നിങ്ങളുടെ അടുത്ത് വരുന്ന ഒരു ക്ലയന്റ് ഓൾറെഡി ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ആയിട്ട് രജിസ്റ്റേർഡ് ആണ്, അവർക്ക് LLP ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ അതിന്റെ പ്രൊസീജിയർ അവിടെ പോയി റെഫർ ചെയ്യും, സെക്കൻഡ് ഷെഡ്യൂളിനകത്ത് പോയി റെഫർ ചെയ്യും. നിങ്ങളുടെ അടുത്ത് വരുന്ന ക്ലയന്റ് പ്രൈവറ്റ് കമ്പനി ആയിട്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ക്ലയന്റ് ആണ്, അവർക്ക് LLP ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ആൻഡ് റെഫർ ദ തേർഡ് ഷെഡ്യൂൾ. നിങ്ങളുടെ വരുന്ന ക്ലയന്റ് ഒരു അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനിയാണ്, LLP ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ യു ക്യാൻ ഗോ റെഫർ ദ ഫോർത്ത് ഷെഡ്യൂൾ. സോ മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എഗ്രിമെന്റിനകത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഫസ്റ്റ് ഷെഡ്യൂൾ, ഒരു ഫേമിനെ LLP ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സെക്കൻഡ് ഷെഡ്യൂൾ, ഒരു പ്രൈവറ്റ് കമ്പനിനെ LLP ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ തേർഡ് ഷെഡ്യൂൾ, ഒരു അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനിനെ LLP ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഫോർത്ത് ഷെഡ്യൂൾ. ടോട്ടൽ 81 സെക്ഷൻസും ഉണ്ട്. LLP ആക്ട് അറിയപ്പെടുന്നത് ദി LLP ആക്ട് 2008 എന്നാണ്. ക്ലിയർ അല്ലേ ഇത്രയും സാധനം പറഞ്ഞത്? എനി ഡൗട്ട്? LLP ആക്ടിനെ പറ്റി ബേസിക്സ് ആയിട്ടുള്ള എല്ലാ ഐഡിയയും കിട്ടിയില്ലേ? എല്ലാ ബേസിക് ഐഡിയാസും കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? യെസ്. ഓക്കെ, നെക്സ്റ്റ്. LLP ആക്ടിന്റെ മീനിങ്ങും കോൺസെപ്റ്റും. LLP ആക്ട് ഒരു പുതിയ ഫോം ഓഫ് ലീഗൽ ബിസിനസ് ആണ്. ഓക്കെ, ഇതൊരു ഓൾട്ടർനേറ്റ് കോർപ്പറേറ്റ് ബിസിനസ് വെഹിക്കിൾ ആണ്. ഓൾട്ടർനേറ്റ് കോർപ്പറേറ്റ് ബിസിനസ് വെഹിക്കിൾ ഓർത്തോണം. കോർപ്പറേറ്റ് ബിസിനസ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനിക്ക് കിട്ടുന്ന കുറേ ബെനിഫിറ്റ്സ്, അതായത് നിങ്ങൾ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറെ ബെനിഫിറ്റ്സ് കിട്ടും. അതായത് അൺലിമിറ്റഡ് ലൈബിലിറ്റി കോൺസെപ്റ്റ് ഇല്ല. പാർട്ട്ണർഷിപ്പിനകത്ത് പ്രത്യേകത എന്താണ്? ലൈബിലിറ്റി ഓഫ് ദ പാർട്ട്നേഴ്സ് ആർ അൺലിമിറ്റഡ്. പക്ഷേ കമ്പനി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെമ്പേഴ്സിന് ലൈബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. അപ്പൊ LLP ആയിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോഴും ആ പേര് തന്നെ കണ്ടില്ലേ, ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ട്ണർഷിപ്പ്. സോ പാർട്ട്നേഴ്സിന്റെ ലൈബിലിറ്റി എന്തായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും. സോ ഇത് ഓൾട്ടർനേറ്റീവ് കോർപ്പറേറ്റ് ബിസിനസ് വെഹിക്കിൾ ആണ്. കമ്പനിക്ക് പകരം നിങ്ങൾക്ക് വന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. കമ്പനീസ് ആക്ടിന്റെ അടിയിൽ രജിസ്റ്റർ ചെയ്യാതെ എന്നാൽ കമ്പനിയുടെ കുറെ ബെനിഫിറ്റ്സ് വരുന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. സോ വാക്ക് ഓർത്തോണം, ഓൾട്ടർനേറ്റീവ് കോർപ്പറേറ്റ് ബിസിനസ് വെഹിക്കിൾ ദാറ്റ് നോട്ട് ഓൺലി ഗിവ്സ് എ ബെനിഫിറ്റ്സ് ഓഫ് ലിമിറ്റഡ് ലൈബിലിറ്റി. ലിമിറ്റഡ് ലൈബിലിറ്റി ലോ കംപ്ലൈൻസ് കോസ്റ്റ് കൊടുക്കുന്ന മാത്രമല്ല പ്രത്യേകത, ബട്ട് ഓൾസോ അലൗസ് ദ പാർട്ട്നേഴ്സ് ദ ഫ്ലെക്സിബിലിറ്റി ഓഫ് ഓർഗനൈസിംഗ് ദർ ഇന്റേണൽ സ്ട്രക്ചർ ആസ് എ ട്രഡീഷണൽ പാർട്ട്ണർഷിപ്പ്. സോ പാർട്ട്ണർഷിപ്പിനകത്തുള്ള കുറച്ച് ഫ്ലെക്സിബിലിറ്റി കിട്ടും. പാർട്ട്ണർഷിപ്പിനകത്തുള്ള ഫ്ലെക്സിബിലിറ്റി കിട്ടും. എന്താണ്? ഇന്റേണൽ സ്ട്രക്ചർ കൊടുക്കാൻ, പാർട്ട്നേഴ്സ് തമ്മിലുള്ള മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എങ്ങനെയായിരിക്കണം, ആൾക്കാർ എന്തൊക്കെ പൈസ കൊണ്ടുവരണം, അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒന്നും മറ്റേ ആക്ട് ഇടപെടത്തില്ല. സോ പാർട്ട്ണർഷിപ്പിന്റെ ഫ്ലെക്സിബിലിറ്റി കിട്ടും. എന്നാൽ കമ്പനിയുടെ എന്ത് കിട്ടും? കമ്പനീസ് ആക്ടിന്റെ അടിയിലുള്ള എന്ത് കിട്ടും?
ലിമിറ്റഡ് ലയബിലിറ്റിയും കിട്ടും. ഇതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇതിനെ ഓൾട്ടർനേറ്റീവ് കോർപ്പറേറ്റ് ബിസിനസ് വെഹിക്കിൾ എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓരോ വാക്കിന്റെ അർത്ഥം അറിഞ്ഞിരിക്കണം. ക്ലിയർ? ഇതൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്. LLP വേറെ, പാർട്ട്ണർ വേറെ. While the LLP itself shall be liable for the full extent of the assets, the liability of the partner shall be limited. Partners's liability എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. LLP contains the elements of both a corporate structure as well as a partnership firm. Therefore, it is called a hybrid between a company and a partnership. രണ്ടിനെയും കൂടെ ഫീച്ചർ ഉള്ളതുകൊണ്ട് അതിനെ ഹൈബ്രിഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത്രയും സംഭവം ക്ലിയർ അല്ലേ? ഹൈബ്രിഡ് ഒരു കീവേഡ് ആണ്, ഫ്ലെക്സിബിലിറ്റി കീവേഡ് ആണ്, ഇന്റേണൽ സ്ട്രക്ചർ, അതുപോലെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ലിമിറ്റഡ് ലയബിലിറ്റി, ഇതൊക്കെ കീവേഡ്സ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ്. ഇനി ഇതിനകത്ത് പഠിക്കുന്ന കുറേ ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ് ഉണ്ട്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡെഫിനിഷൻസിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. കാരണം നിങ്ങൾക്ക് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഒന്നും ഇല്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ള കൂടുതലും ഡെഫിനിഷൻസ് ആണ്. സോ നമുക്ക് ബോഡി കോർപ്പറേറ്റ് എന്താണെന്ന് നോക്കാം. ഡെഫിനിഷൻസിനകത്തെ സെക്ഷൻ നമ്പർ പഠിക്കണോ? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡെഫിനിഷൻസ് എഴുതുമ്പോൾ എപ്പോഴും സെക്ഷൻ നമ്പേഴ്സ് എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. ബോഡി കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 2(20) നമ്മൾ ഇന്ന് തന്നെ പഠിക്കും. 2(20) ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 കമ്പനി എന്നൊരു ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. കമ്പനീനെ എല്ലാം ബോഡി കോർപ്പറേറ്റ് ആയിട്ടാണ് ആക്ട് കാണുന്നത്. കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ, അതാണ് 2(20). 2(20) ഓഫ് ദ കമ്പനീസ് ആക്ടിനകത്ത് കമ്പനി എന്ന് ഡിഫൈൻ ചെയ്തേക്കുന്ന എല്ലാം ബോഡി കോർപ്പറേറ്റ് ആണ്. ഒരു കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ ബോഡി കോർപ്പറേറ്റ് ആണ്. ഒരു LLP ഈ ആക്ടിന്റെ അടിയിൽ രജിസ്റ്റർ ചെയ്താൽ ബോഡി കോർപ്പറേറ്റ് ആണ്. ഒരു LLP ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ ബോഡി കോർപ്പറേറ്റ് ആണ്. സോ ഏതൊക്കെ ബോഡി കോർപ്പറേറ്റ് ആണ്? 2(20) അടിയിൽ വരുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനി. അതുപോലെ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, അതും ഒരു ബോഡി കോർപ്പറേറ്റ് ആണ്. ഒരു LLP ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ, ഒരു ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത LLP ആണെങ്കിലും പുറത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്ത LLP ആണെങ്കിലും ഈ 4 ബോഡി കോർപ്പറേറ്റ് ആണ്. സോ ഇന്ത്യൻ കമ്പനി, ഇതിപ്പോ എനിക്ക് പറയാനുള്ള എളുപ്പത്തിന് ഞാൻ പറയുന്നതാണ്. ഇന്ത്യൻ കമ്പനി, ഫോറിൻ കമ്പനി എന്ന് എക്സാമിന് എഴുതാൻ നേരത്ത് ഇതേ യൂസേജസ് തന്നെ വരണം. ഡെഫിനിഷൻ ഓൺ സെന്റൻസിൽ എഴുതിയാൽ മാർക്ക് തരില്ല. സോ ഒരു ഇന്ത്യൻ കമ്പനി ബോഡി കോർപ്പറേറ്റ് ആണ്, ഒരു ഫോറിൻ കമ്പനി ബോഡി കോർപ്പറേറ്റ് ആണ്, ഒരു ഇന്ത്യൻ LLP ബോഡി കോർപ്പറേറ്റ് ആണ്, ഒരു ഫോറിൻ LLP ബോഡി കോർപ്പറേറ്റ് ആണ്. പക്ഷെ താഴെ പറയുന്നതൊന്നും ബോഡി കോർപ്പറേറ്റ് അല്ല. ഒരു കോർപ്പറേഷൻ സോൾ ബോഡി കോർപ്പറേറ്റ് അല്ല. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ബോഡി കോർപ്പറേറ്റ് അല്ല. വേറെ ഏതെങ്കിലും ബോഡി കോർപ്പറേറ്റ് സെൻട്രൽ ഗവൺമെന്റ് ബോഡി കോർപ്പറേറ്റ് എന്നുള്ള പേര് വിളിക്കുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ ഒക്കെ ഇറക്കി, ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ ഇറക്കി ബോഡി കോർപ്പറേറ്റ് എന്നുള്ള പേര് വിളിക്കുന്നുണ്ട്. നമ്മുടെ പർപ്പസിന് വേണ്ടി, നമ്മുടെ ആക്ടിന് വേണ്ടി അത് ബോഡി കോർപ്പറേറ്റ് അല്ല. ക്ലിയർ അല്ലേ? സോ ബോഡി കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ ക്ലിയർ ആണോ? സെക്ഷൻ 2(1) സബ് ക്ലോസ് D ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ് എന്ന് പറഞ്ഞാൽ എവറി ട്രേഡ്, പ്രൊഫഷൻ, സർവീസ്, ഓക്യുപ്പേഷൻ എക്സെപ്റ്റ് എനി ആക്ടിവിറ്റി വിച്ച് സെൻട്രൽ ഗവൺമെന്റ് മേ എക്സ്ക്ലൂഡ്. ഒരു ട്രേഡ് ആകാം, ഒരു പ്രൊഫഷൻ ആകാം, ഒരു സർവീസ് ആകാം, ഒരു ഓക്യുപ്പേഷൻ ആകാം, അതിനെല്ലാം നമ്മൾ എന്താ വിളിക്കുന്നത്? ബിസിനസ് എന്നാണ് വിളിക്കുന്നത്. ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 7 പ്രകാരം ആരെയാണോ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ, കുറെ പ്രൊവിഷൻസ് നമ്മൾ പഠിക്കും. സെക്ഷൻ 7 ഇന്ന ആൾക്കാരാണ് ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ, അവരെയാണ് നമ്മൾ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ എന്ന് വിളിക്കുന്നത്. നോ, ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബോഡി കോർപ്പറേറ്റും സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഈ നമ്മുടെ ഫൈനാൻഷ്യൽ ഇയറും സെപ്പറേറ്റ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ മാർക്ക് ദിസ് എസ് ഇമ്പോർട്ടൻറ്റ്. ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ പറയാം. ഫൈനാൻഷ്യൽ ഇയർ ഇൻ റിലേഷൻ ടു LLP. ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1st day of April തുടങ്ങും, 31st day of March കഴിയും. ഹൗവെവർ ഒരു LLP ഇൻകോർപ്പറേറ്റ് ചെയ്തത് 30th സെപ്റ്റംബറിന് ശേഷമാണെങ്കിൽ അതിന്റെ ഫൈനാൻഷ്യൽ ഇയർ തീരുന്നത് 31st day of the March of the year നെക്സ്റ്റ് ഫോളോയിങ് ദാറ്റ് ഇയർ ആണ്. എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോഴത്തെ ഫൈനാൻഷ്യൽ ഇയർ നോക്കിയേ, 1st April 2024 തൊട്ടിട്ട് 31st March 2025 വരെയാണ്. ഓക്കെ, പക്ഷേ ഇതാണ് ഇപ്പോഴത്തെ ഫൈനാൻഷ്യൽ ഇയർ. ഓക്കെ, പക്ഷെ ഇപ്പോൾ ഒരു LLP തുടങ്ങുന്നത് 30th September 2024 ശേഷമാണ്. നമുക്കൊരു പല എക്സാമ്പിൾസ് എടുക്കാം. 5th October ആകാം, 2nd October ആകാം, ഈവൻ 1st October ആകാം, അല്ലെങ്കിൽ 31st December ആകാം, അല്ലെങ്കിൽ ഈവൻ 15th January ആകാം. ഏത് ഡേറ്റും ആയിക്കോട്ടെ, ഇതെല്ലാം ആഫ്റ്റർ 30th September ആണ്. 30th January ആണെങ്കിൽ 2025, ഇതെല്ലാം 2024 ആണെങ്കിൽ ഇതെല്ലാം 30th September ശേഷമല്ലേ. ഇതിന്റെ ഒന്നും ഫൈനാൻഷ്യൽ ഇയർ 31st March 2025 തീരൂല. ഇതിന്റെയൊക്കെ ഫൈനാൻഷ്യൽ ഇയർ തീരാൻ പോകുന്നത് 31st March 2026 അതായത് 30th September ശേഷം
ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ LLPയുടെയും ആ വർഷമായിരിക്കൂല, നെക്സ്റ്റ് ഫോളോയിങ് ഇയറിലായിരിക്കും തീരാൻ പോകുന്നത്. ഇങ്ങനെ ഒരു കേസ് ബേസ് ക്വസ്റ്റ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ചോദിക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? അങ്ങനെയാണ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. 2 ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് വേണ്ടത് ആൻസർ ഇപ്പൊ പറയണം. 29th September 2024 29th September 2024 ഫൈനാൻഷ്യൽ ഇയർ തീരുന്നത് എപ്പോഴാണ്? 29th September 2024 ഫൈനാൻഷ്യൽ ഇയർ തീരുന്നത് എപ്പോ? ഇതിന്റെ ഒരു കേസ് ബേസ് ക്വസ്റ്റ്യൻ വരും. ഹയർ ചാൻസസ് ആണ്, 3 മാർക്സ് ഒക്കെ വരാം. 29 September 2024 തീരുന്ന ഫൈനാൻഷ്യൽ ഇയർ തീരുന്ന ഡേറ്റ് പറയും. ഏത് വർഷമാണ് ഫൈനാൻഷ്യൽ ഇയർ തീരുക, അല്ലെങ്കിൽ ഏത് ഡേറ്റിലാണ് ഫൈനാൻഷ്യൽ ഇയർ തീരുക? പറയൂ. എവിടെ പോയി? വെരി ഗുഡ്. 31st March 2025 കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 2nd February 2025 ഇൻകോർപ്പറേറ്റ് ചെയ്ത LLPയുടെ ഫൈനാൻഷ്യൽ ഇയർ തീരുന്ന എപ്പോഴാണ്? 2nd February 2025 LLPയുടെ ഫൈനാൻഷ്യൽ ഇയർ തീരുന്ന എപ്പോ? വെരി ഗുഡ് കറക്റ്റ് ആണ്. വെരി ഗുഡ്. 31st March 2026. വെരി ഗുഡ്. 31st March 2026 കറക്റ്റ് ആണ്. യുവർ ആൻസർ ഇസ് കറക്റ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നത് ട്രൂ ഓർ ഫോൾസോ ആണെന്ന് പറഞ്ഞാൽ മതി. ഒരു LLP ഇൻകോർപ്പറേറ്റ് ചെയ്തത് 5th Octoberലാണ്. 5th October 2024 ആണ്. ഞാൻ പറയുന്നു ഇതിന്റെ ഫൈനാൻഷ്യൽ ഇയർ തീരുന്നത് 31st March 2025 ഡു യു എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ്? ട്രൂ ഓർ ഫോൾസ്? 5th October 2024 ഇൻകോർപ്പറേറ്റ് ചെയ്ത LLPയുടെ ഫൈനാൻഷ്യൽ ഇയർ തീരുന്നത് 31st March 2025 ട്രൂ ഓർ ഫോൾസ്? ആണോ? ഭവ്യ? ട്രൂ ആണോ? തസ്ന ട്രൂ ആണോ? അശ്വതി ട്രൂ ആണോ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളോ? ഇതെന്താ എഴുതിയേക്കണേ? ഒന്ന് വായിക്കൂ. ഒന്ന് വായിച്ചേ. മനസ്സിലായോ മിസ്റ്റേക്ക്? ഇറ്റ് ഇസ് ഫോൾസ്. 30th September ശേഷം ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഏതൊരു LLPയുടെയും ആ വർഷം തീരൂല, തൊട്ടടുത്ത വർഷമേ തീരുള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ ആലോചിച്ചാൽ പോരെ? ക്ലിയർ ആണോ? എക്സാമിന് വേണ്ടി തെറ്റിക്കരുത്. ചെറിയ സംഭവമാണ്, 3 മാർക്സിന് വരാം. പക്ഷെ
ചെറിയ സംഭവങ്ങൾ യു മൈറ്റ് മേക്ക് എ മിസ്റ്റേക്ക്. ഇവിടെ എഴുതി വെച്ചേക്കുന്നുണ്ട് LLP ഇൻകോർപ്പറേറ്റഡ് ആഫ്റ്റർ ദ 30th September ഓഫ് എ ഇയർ. ഫൈനാൻഷ്യൽ ഇയർ അതായിരിക്കും, പക്ഷെ 30th September ശേഷം വന്നാൽ ആ വർഷം തീരൂല, തൊട്ടടുത്ത വർഷം. ഓക്കെ. Now, foreign LLP എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു LLP formed, incorporated, registered outside India and having a place of business in India. പുറത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തു, രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്ന ഒരു LLPക്ക് ഇവിടെ ഒരു പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് വാട്ട് യു കോൾ ഫോറിൻ LLP. ഒരു LLP എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു LLP മീൻസ് എ പാർട്ട്ണർഷിപ്പ് ഫോംഡ് ആൻഡ് രജിസ്റ്റർഡ് അണ്ടർ ദിസ് ആക്ട്. ഈ ആക്ടിന്റെ അടിയിൽ ഫോം ചെയ്ത ഒരു പാർട്ട്ണർഷിപ്പിനെയാണ് നമ്മൾ LLP എന്ന് വിളിക്കുക. ഫോറിൻ LLPയും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, മാർക്കറ്റ് ഇസ് ഇമ്പോർട്ടന്റ്. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു റിട്ടൺ എഗ്രിമെന്റ് ആയിരിക്കണം. നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഡീഡിനകത്ത് എന്താ പറയുന്നത്? റിട്ടൺ ആകാം, അല്ലെന്നുണ്ടെങ്കിൽ വേർബൽ ആകാം. റിട്ടൺ ആകുന്നതാണ് നല്ലത്, ഫ്യൂച്ചർ ഡിസ്പ്യൂട്ട്സ് ഒഴിവാക്കാൻ. പക്ഷെ ഇവിടെ അങ്ങനല്ല പറയുന്നത്, ഇവിടെ റിട്ടൺ എഗ്രിമെന്റ് ആയിരിക്കണം. ഇവിടെ റിട്ടൺ എഗ്രിമെന്റ് ആവുന്നതിന്റെ ഗുണം എന്തൊക്കെയാണ്? പാർട്ട്നേഴ്സ് തമ്മിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പാർട്ട്നേഴ്സും LLPയും തമ്മിലുള്ള കാര്യങ്ങൾ ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ LLP എഗ്രിമെന്റ് പ്രകാരമായിരിക്കും. സോ പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, പാർട്ട്നേഴ്സും LLPയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, അതിന്റെ മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഒക്കെ തീരുമാനിക്കുന്നത് LLP എഗ്രിമെന്റ് പ്രകാരമായിരിക്കും. നോ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ട്ണർ ഇൻ റിലേഷൻ ടു LLP മീൻസ് എനി പേഴ്സൺ ഹു ബിക്കംസ് എ പാർട്ട്ണർ ഇൻ LLP ഇൻ അക്കോർഡൻസ് വിത്ത് LLP എഗ്രിമെന്റ്. LLP എഗ്രിമെന്റ് പ്രകാരം നിങ്ങൾ ഒരു പേഴ്സൺ ഹു ബിക്കംസ് എ പാർട്ട്ണർ, ഹി വിൽ ബി കോൾഡ് ആസ് എ പാർട്ട്ണർ ഓഫ് ദി LLP. സോ ഫോറിൻ LLP ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്താണ്? LLP എഗ്രിമെന്റ് എന്താണ്? പാർട്ട്ണർ എന്താണ്? ഇത്രയും സാധനത്തിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഇൻക്ലൂഡിംഗ് ഫൈനാൻഷ്യൽ ഇയർ, ഓൾ പോയിന്റ്സ് ക്ലിയർ? ഓക്കെ ആണോ? ഓക്കെ. ഇതൊരു പുതിയ കോൺസെപ്റ്റ് ആണ്. സോ മാർക്കറ്റ് ഇസ് വെരി 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 ഇമ്പോർട്ടന്റ്. ഹയർ ചാൻസസ് ഓഫ് ആസ്കിംഗ് ആണ്. വാട്ട് യു മീൻ ബൈ സ്മോൾ LLP? ഇറ്റ് മീൻസ് LLP ദ കോൺട്രിബ്യൂഷൻ. നമ്മൾ അവിടെ പറയുന്നത് എന്താണ്? അവർ കൊണ്ടുവരുന്ന പ്രോപ്പർട്ടി, അവർ കൊണ്ടുവരുന്ന ഷെയർ എന്നൊക്കെയാണ് നമ്മൾ പറയുക പാർട്ട്ണർഷിപ്പിനകത്ത്. ഇവിടെ നമ്മൾ പറയുന്നത് കോൺട്രിബ്യൂഷൻ. അവർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ അല്ലേ നമ്മൾ പറയുക. പാർട്ട്ണർഷിപ്പിനകത്ത് വി സേ ക്യാപിറ്റൽ, ഇൻ LLP വി സേ കോൺട്രിബ്യൂഷൻ. ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ് അശ്വതി? അതായത് പൊതുവെ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ എന്താ? 1st April to 31st March എന്നാണ്. ഇപ്പൊ നടക്കുന്ന വർഷം 2024 ആണ്. സോ 1st April 2024 to 31st March 2025 വരെ അല്ലേ ഫൈനാൻഷ്യൽ ഇയർ? ഈ വർഷം ഇതാണ് ടോട്ടൽ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. പക്ഷെ LLPയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിന്റെ ഇടയ്ക്ക് സെപ്റ്റംബർ എന്ന് പറഞ്ഞൊരു മാസം വരും. സെപ്റ്റംബർ 30th ശേഷം ഒരു LLP ഫോം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫൈനാൻഷ്യൽ ഇയർ 31st March 2025 തീരുക. ടെക്നിക്കലി ഇതൊരു വർഷമാണ്, ഇതിനാണ് ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുക. പക്ഷെ ഈ വർഷത്തിനിടയ്ക്ക് സെപ്റ്റംബർ എന്നൊരു മാസമുണ്ട്. സെപ്റ്റംബർ 30th ശേഷം ഒരു LLP ഫോം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ LLPയുടെ ഫൈനാൻഷ്യൽ ഇയർ 31st March 2025 31st March 2026 തീരത്തുള്ളൂ. ക്ലിയർ ആണോ? സിമിലർലി 1st April 2025 to 31st March 2026 ഒരു ഫൈനാൻഷ്യൽ ഇയർ. ഇതിനിടയ്ക്കും സെപ്റ്റംബർ എന്ന് പറഞ്ഞൊരു മാസം വരും. സെപ്റ്റംബറിന് ശേഷം ഏത് ഡേറ്റ് വേണേലും എടുത്തു, October 2 അല്ലെങ്കിൽ October 1 ഒക്കെ സെപ്റ്റംബർ 30th ശേഷമുള്ള ഡേറ്റ്. അപ്പോൾ ടെക്നിക്കലി ഈ LLP സ്റ്റാർട്ട് ചെയ്തത് സെപ്റ്റംബർ 30th ശേഷം. October 1st ആകാം, 2nd ആകാം, അല്ലെങ്കിൽ ഈവൻ അടുത്ത വർഷം. ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ 31st March 2026 ഇല്ല. അപ്പം മേ ബി 2nd January 2026 ആകാം. അതായത് സെപ്റ്റംബറിന് ശേഷം ഏത് വർഷം വന്നാലും ഈ വർഷം തീരൂല, 31st March 2027 തീരുള്ളൂ. ഓക്കെ. I hope both the examples are clear. Now, small LLP, it's a very important topic. അവിടെ നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയും, ഇവിടെ നമ്മൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയും. സ്മോൾ LLP മീൻസ് LLP where the contribution of which does not exceed 25 lakh rupees or such higher amount not exceeding 5 crore as may be prescribed. അതായത് നിങ്ങളെ ഒരു സ്മോൾ LLP എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് കൊണ്ടുവന്ന കോൺട്രിബ്യൂഷൻ 25 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. ഭാവിയിൽ, അതായത് ഭാവിയിൽ, ഇപ്പോ അല്ല, ഇൻ ഫ്യൂച്ചർ ഈ 25 lakh എന്നുള്ളത് എത്ര വരെ കൂട്ടാം അവർക്ക്? 5 crore. സോ ഡോണ്ട് ടേക്ക് ഇറ്റ് ആസ് 5 crore. ഓർത്തോണം,
ഇപ്പത്തെ ലിമിറ്റ് 25 lakh ആണ്. ഭാവിയിൽ 25 എന്നുള്ളത് എത്രയാക്കി കൂട്ടാം? 5 CR. സോ സ്മോൾ LLP ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ സ്മോൾ LLP എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ ഓരോ പാർട്ട്നേഴ്സ് കൊണ്ടുവരുന്ന കോൺട്രിബ്യൂഷൻ. സോ DSB, the contribution of which does not exceed 25 lakh rupees. DSB കൊണ്ടുവന്ന കോൺട്രിബ്യൂഷൻ, D ആകാം, S ആകാം, B ആകാം, എല്ലാ പാർട്ട്നേഴ്സും കൊണ്ടുവന്ന കോൺട്രിബ്യൂഷൻ 25 lakhsൽ കൂടാൻ പാടില്ല. അത് ഭാവിയിൽ 25 lakh എന്നുള്ളത് എത്ര വരെ കൂട്ടി കൊണ്ടുവരാം? 5 CR. അത് ഫ്യൂച്ചർ ആയിട്ട് കൊടുത്തേക്കുന്ന ഒരു ലിമിറ്റ് ആണ്. ഇപ്പോഴത്തെ ലിമിറ്റ് ഇസ് ഓൺലി 25 lakhs. ആൻഡ് കണ്ടീഷൻ ആൻഡ് ആണ്, രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. ടേൺ ഓവർ എത്രയിൽ കൂടാൻ പാടില്ല? ഇവിടെ P&L എന്ന് പറയൂല, ഇവിടെ പറയുന്നതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് സോൾവൻസി. അത് എത്രയിൽ കൂടാൻ പാടില്ല? 40 lakhൽ കൂടാൻ പാടില്ല. സോ ഇപ്പോഴത്തെ ലിമിറ്റ് എത്രയാണ്? 40 lakh. ഭാവിയിൽ ആ പറയുന്നത് എത്ര വരെ ആക്കാം? 50 CR വരെ ആക്കാം. സോ ഇപ്പോഴത്തെ ലിമിറ്റ് മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. എക്സാമിന് എഴുതാൻ നേരത്ത് യു വിൽ ഹാവ് ടു റൈറ്റ് എവറിത്തിങ്. അതായത് ഹയസ്റ്റ് ലിമിറ്റും എഴുതണം, ലോവസ്റ്റ് ലിമിറ്റും എഴുതണം. പക്ഷേ ലിമിറ്റിനകത്താണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ, ഒരു കേസ് ബേസ് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങളുടെ ലിമിറ്റ് എത്ര മാത്രമേ നോക്കാവുള്ളൂ? നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ 25 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. ടേൺ ഓവർ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് സോൾവൻസി പ്രകാരം എത്രയിൽ കൂടാൻ പാടില്ല? 40 lakh കൂടാൻ പാടില്ല. ഭാവിയിൽ 25 lakh എന്നുള്ളത് അവർ എത്ര വരെ ആക്കിയേക്കും? ദേ മൈറ്റ് മേക്ക് അപ് ടു 5 CR. നോ, ഈ പറയുന്ന 40 lakh ദേ മൈറ്റ് മേക്ക് അപ് ടു 50 CR. കണ്ടീഷൻ ആൻഡ് ആണ്. ഇത് കൂടാതെ വേറെ ഏതെങ്കിലും റിക്വയർമെന്റ് ആ ആക്ടിന് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കൊണ്ടുവരാം. ഇതുവരെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. ഇസ് ഇറ്റ് ക്ലിയർ? വാട്ട് ഇസ് സ്മോൾ LLP? ക്ലിയർ ആയോ? ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിന്റെ ഒരു പ്രൊവിഷൻസ് പോലും LLP ആക്ടിന് ആപ്ലിക്കബിൾ അല്ല എന്ന് വളരെ വ്യക്തമായിട്ട് LLPക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിന്റെ ഒരു പ്രൊവിഷൻസും LLP ആക്ടിനകത്ത് ആപ്ലിക്കബിൾ അല്ല. നോ, പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടം തൊട്ട് കേസ് ബേസ് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ആൻഡ് ദിസ് ഇസ് ഗോയിങ് ടു ബി ദ മെയിൻ ഏരിയ. സോ നിങ്ങൾ എവിടുന്നൊക്കെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും? നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ ഡെഫിനിഷൻസിൽ നിന്നും യു ക്യാൻ എക്സ്പെക്ട് ക്വസ്റ്റ്യൻ. സോ കേസ് ബേസ്ഡ് ആയിട്ടുള്ള സംഭവം ഞാൻ ഒന്നുകൂടെ മാർക്ക് ചെയ്യാം. ബോഡി കോർപ്പറേറ്റ് ഒരു ഡയറക്ട് ക്വസ്റ്റനോ ഇൻഡയറക്ട് ക്വസ്റ്റനോ ആയിട്ട് അവർക്ക് ചോദിക്കാം. ഫൈനാൻഷ്യൽ ഇയർ മോസ്റ്റ്ലി ഇൻഡയറക്ട് ക്വസ്റ്റൻ ആയിട്ടായിരിക്കും ചോദിക്കുക. ഫോറിൻ LLP അവർക്ക് ചോദിക്കാം. ദേ കെൻ ഓൾസോ ആസ്ക് ദ ഡെഫിനിഷൻ ഓഫ് LLP. ദേ കെൻ ആസ്ക് യു വാട്ട് ഇസ് സ്മോൾ LLP. ഇത്രയും സംഭവം, ഇത്രയും ഡെഫിനിഷൻസ് ആർ വെരി ഇമ്പോർട്ടന്റ്. ദർ ആർ ഹയർ ചാൻസസ് ദേ വിൽ ആസ്ക് യു ആസ് എ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. നോ, ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിന്റെ പ്രൊവിഷൻസ് ഇവിടെ ആപ്ലിക്കബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിന്റെ പ്രൊവിഷൻസ് ഇവിടെ ആപ്ലിക്കബിൾ അല്ല. ഇനി ഇവിടെ തൊട്ട് കേസ് ബേസ്ഡ് സംഭവങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. എങ്ങനെ വേണമെങ്കിലും അവർക്ക് ചോദിക്കാം. വാട്ട് ഡു മീൻ ബൈ പാർട്ട്ണർ? പാർട്ട്ണറുടെ ഡെഫിനിഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചു. സോ എങ്ങാനും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ യു വിൽ ഹാവ് ടു റൈറ്റ് ഫ്രം ഹിയർ ഓൾസോ. പാർട്ട്ണറിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇവിടാണ്. പാർട്ട്ണറിന്റെ പ്രൊവിഷൻസ് പറയുന്നത് ഇവിടാണ്. എനി ഇൻഡിവിജ്വൽ, ശ്രദ്ധിച്ചു കേട്ടണം, നമ്മളെ പോലെ ഒരു സാധാരണ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ബോഡി കോർപ്പറേറ്റ് എന്താ നമ്മളിപ്പോൾ പഠിച്ചു? ഇന്ത്യൻ കമ്പനി ആകാം, ഫോറിൻ കമ്പനി ആകാം, ഇന്ത്യൻ LLP ആകാം, ഫോറിൻ LLP ആകാം. ഇവരൊക്കെ ബോഡി കോർപ്പറേറ്റ് എന്നാണ് വിളിക്കുന്നത്. സോറി, ഇൻഡിവിജ്വലിനോ ഒരു ബോഡി കോർപ്പറേറ്റിനോ ഒരു LLPയിൽ പാർട്ട്ണർ ആകാം. An individual shall not be capable of becoming a partner. ഒരു ഇൻഡിവിജ്വലിന് പാർട്ട്ണർ ആകാൻ പറ്റൂല if that individual is of unsound mind. വട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, undischarged ഇൻസോൾവെന്റ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, adjudicated as an insolvent. കോടതി ഇപ്പോൾ വിധി വന്നിട്ടുള്ള ഇൻസോൾവെന്റ് ആകും. ഈ പറയുന്ന ഇൻഡിവിജ്വൽസിനൊന്നും പാർട്ട്ണർ ആവാൻ പറ്റൂല. അല്ലാത്ത ഇൻഡിവിജ്വൽസിനൊക്കെ പാർട്ട്ണർ ആകാം. ബോഡി കോർപ്പറേറ്റിന് വേണമെന്നുണ്ടെങ്കിലും LLPയിൽ പാർട്ട്ണർ ആവാം. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. മിനിമം എത്ര നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് വേണം? മിനിമം 2 പാർട്ട്നേഴ്സ് വേണം. ഈ പറയുന്ന പോയിന്റ് വെരി ഇമ്പോർട്ടന്റ് ആണ്. 2 പാർട്ട്നേഴ്സിൽ താഴോട്ട് പോയി ഒരൊറ്റ പാർട്ട്ണർ മാത്രം 6 മാസത്തിൽ കൂടുതൽ ഈ LLP മുന്നോട്ട് കൊണ്ടുപോയി, അതായത് 2 പാർട്ട്ണർ, ഒരു പാർട്ട്ണർ മരിച്ചുപോയി അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്ത് പോയി ഇറങ്ങിപ്പോയി എന്നുള്ള കേസ് ആണെന്നുണ്ടെങ്കിൽ ഓർത്തോണം, 6 മാസത്തിനുള്ളിൽ നീ വേറൊരാളെ കണ്ടുപിടിച്ച് മിനിമം നമ്പർ എന്നുള്ള റിക്വയർമെന്റ് നീ വെച്ചോണം. 6 മാസം കഴിഞ്ഞിട്ട് നീ മുന്നോട്ട് പോകുവാണെന്നുണ്ടെങ്കിൽ നീ പേഴ്സണലി ലയബിൾ ആകും. LLPയുടെ പ്രത്യേകത തന്നെ എന്താണ്? അൺലിമിറ്റഡ് ലയബിലിറ്റി ഇല്ല, ലിമിറ്റഡ് ലയബിലിറ്റി മാത്രമേ ഉള്ളൂ. നീ എന്തുമാത്രം കോൺട്രിബ്യൂഷൻ കൊണ്ടുവരുന്നു അത്രമാത്രം നീ ലയബിൾ ആയാൽ മതി എന്നാണ് പറയുന്നത്. പക്ഷേ മിനിമം 2 റിക്വയർമെന്റ് വെക്കാതെ നീ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയി 2ൽ താഴോട്ട് പോയി, അപ്പൊ ഒരാൾ മാത്രമേ ഉള്ളൂ. 6 മാസത്തിന് ശേഷം ഒരാളെ പോലും നിനക്ക് 6 മാസത്തിനുള്ളിൽ നിനക്ക് ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ 6 മാസത്തിന് ശേഷം വരുന്ന എല്ലാ ലയബിലിറ്റിക്കും ആ സിംഗിൾ പാർട്ട്ണർ ഷാൽ ബി ലയബിൾ. ക്ലിയർ അല്ലേ?
ക്ലിയർ അല്ലേ? കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യുമല്ലോ. അടുത്തത് ഡെസിഗ്നേറ്റഡ് പാർട്ണർ. നോ ഡെസിഗ്നേറ്റഡ് പാർട്ണർ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 7 ആണ് പറയുന്നത്. എവറി LLP ഷെൽ ഹാവ് അറ്റ്ലീസ്റ്റ് 2 ഡെസിഗ്നേറ്റഡ് പാർട്ണർ. ഈ കമ്പനിക്കകത്ത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടെന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. സോ LLPക്കകത്ത് അങ്ങനെ മറ്റേ LLPയുടെ എല്ലാ ലീഗൽ കാര്യങ്ങളും അഫയേഴ്സും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ട് പറയുന്നതാണ്. പാർട്ട്നേഴ്സ് കൂടാതെ നിങ്ങൾക്ക് വേറെ 2 ആൾക്കാരും കൂടെ വേണം. അവരെ വിളിക്കുന്ന പേരാണ് ഡെസിഗ്നേറ്റഡ് പാർട്ണർ. സോ എല്ലാ LLPക്കകത്തും 2 ഡെസിഗ്നേറ്റഡ് പാർട്ണർ എന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരിക്കണം. അവർ ഇൻഡിവിജ്വൽസ് ആയിരിക്കണം. തെറ്റിക്കരുത്. പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസും ആകാം, ബോഡി കോർപ്പറേറ്റും ആകാം. ഡെസിഗ്നേറ്റഡ് പാർട്ണർ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ മാത്രമേ ആകാൻ പാടുള്ളൂ. അതിൽ ഒരാള് റെസിഡന്റ് ഇൻ ഇന്ത്യ ആയിരിക്കണം. റെസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മിനിമം 120 ദിവസം നിന്നിട്ടുള്ള ഒരാളായിരിക്കണം. സോ പാർട്ട്ണർ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ആകാം, അല്ലെങ്കിൽ ബോഡി കോർപ്പറേറ്റ് ആകാം, ആരാണെങ്കിലും കുഴപ്പമില്ല. ഡെസിഗ്നേറ്റഡ് പാർട്ണർ എന്ന് പറയുമ്പോൾ അത് ഇൻഡിവിജ്വൽ മാത്രമേ ആകാൻ പാടുള്ളൂ. ഇത് കൂടാതെ അതിനകത്ത് ഒരാള് റെസിഡന്റ് ആയിരിക്കണം. മിനിമം 120 ഡേയ്സ് റെസിഡന്റ് ആയിരിക്കണം. ഇന്ത്യയിൽ റെസിഡന്റ് ആയിരിക്കണം. ഇന്ത്യയിൽ നിന്നിട്ടുള്ള ആളായിരിക്കണം. മിനിമം 120 ദിവസം അയാളാണ് റെസിഡന്റ് എന്ന് പറയാം. ഇതാണ് കണ്ടീഷൻ. ഇത്രയും സാധനം ക്ലിയർ അല്ലേ? ഐ എം ഗോയിങ് ഇൻ ഡീറ്റെയിൽ. വേറെ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ നിന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത്രയും സാധനം ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ ആണ്. ഓക്കെ, ഇനി പാർട്ട്ണർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇവിടെ നിന്നാണ് കുട്ടികൾ എപ്പോഴും തെറ്റിക്കുന്നത്. വളരെ സിമ്പിൾ സംഭവമാണ്, ചുമ്മാ തെറ്റിക്കും. പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇൻഡിവിജ്വലും ആകാം, ബോഡി കോർപ്പറേറ്റും ആകാം. ഈ പാർട്ട്നേഴ്സിൽ തന്നെ ഇപ്പൊ ഞാൻ പറയാവേ, നമ്മളൊരു LLP സ്റ്റാർട്ട് ചെയ്തു. LLPയിൽ ഇൻഡിവിജ്വലും ആകാം, ആർക്ക് വേണേലും പാർട്ട്ണർ ആവാം എന്നാണ് പറയുന്നത്. 7 പാർട്ട്നേഴ്സ് ഉണ്ട്. മിനിമം 2 പേര് മതി. 7 പാർട്ട്നേഴ്സും ബോഡി കോർപ്പറേറ്റ്. പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലും ആകാം, ബോഡി കോർപ്പറേറ്റും ആകാം. ഞാൻ ഇവിടെ തൊട്ടിപ്പുറത്ത് എഴുതിയിട്ടുണ്ട്. 7 പാർട്ട്നേഴ്സും ഉണ്ട്. 7 പാർട്ട്നേഴ്സും ബോഡി കോർപ്പറേറ്റ് ആണ്. അപ്പൊ ഈ 7 പാർട്ട്നേഴ്സിൽ നിന്ന് 2 പേര് മിനിമം DP ആയിരിക്കണം. 2 DP അവർക്ക് വേണം. പാർട്ട്നേഴ്സ് കൂടാതെ 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് പറയുന്ന ആൾക്കാരോട് വേണം. 7 പാർട്ട്നേഴ്സും ബോഡി കോർപ്പറേറ്റ് ആണ്. അപ്പോൾ വേറൊരു കണ്ടീഷൻ ഉണ്ട്. ഡെസിഗ്നേറ്റഡ് പാർട്ണർ ഇൻഡിവിജ്വൽ ആയേ പറ്റുള്ളൂ. തൊട്ടിപ്പുറത്ത് നിങ്ങൾക്ക് ഡൗട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിൽ നോക്കിയാൽ മതി. ഡെസിഗ്നേറ്റഡ് പാർട്ണർ ഇൻഡിവിജ്വൽ ആയേ പറ്റുള്ളൂ. അതിൽ ഒരാൾ റെസിഡന്റും ആയിരിക്കണം. 7 പാർട്ട്നേഴ്സിൽ എനിക്ക് ഏതെങ്കിലും 2 പേരെ പിടിച്ച് ഡെസിഗ്നേറ്റഡ് പാർട്ണർ ആക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഡെസിഗ്നേറ്റഡ് പാർട്ണർ ആവണമെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ആവണം. എന്റെ എല്ലാ പാർട്ട്നേഴ്സും എന്താണ്? ബോഡി കോർപ്പറേറ്റ് ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഈ ബോഡി കോർപ്പറേറ്റിൽ നോമിനി എന്ന് പറയുന്ന ഒരാൾ ഉണ്ടാവൂലേ? നോമിനി എന്ന് പറയുന്ന ഒരാളുണ്ടാവും. ആ നോമിനി എന്ന് പറയുന്നത് ആരാണ്? ഇൻഡിവിജ്വൽ ആണ്. സോ എന്റെ LLPക്കകത്ത് എല്ലാ പാർട്ട്നേഴ്സും ബോഡി കോർപ്പറേറ്റ് ആണെങ്കിൽ എനിക്ക് അവരെ ഡെസിഗ്നേറ്റഡ് പാർട്ണർ ആക്കാൻ പറ്റൂല. അതിൽ നിന്ന് 2 പേരെടുത്ത് DP ആക്കാൻ പറ്റൂല. കാരണം ഡെസിഗ്നേറ്റഡ് പാർട്ണർ ആവണമെങ്കിൽ അവർ ഇൻഡിവിജ്വൽ ആയിരിക്കണം. അതിൽ ഒരാൾ റെസിഡന്റും ആയിരിക്കണം. 2 റെസിഡന്റ് ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മിനിമം ഒരാൾ റെസിഡന്റ് ആവണമെന്നേ പറയുന്നുള്ളൂ. അപ്പൊ 7 പാർട്ട്നേഴ്സും ബോഡി കോർപ്പറേറ്റ് ആണെങ്കിൽ അതിൽ 2 പേര് എനിക്ക് DP ആണെങ്കിൽ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ബോഡി കോർപ്പറേറ്റിലെ നോമിനി എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. ആ നോമിനിയെ പിടിച്ച് നോമിനി ഇൻഡിവിജ്വലാ, നമ്മളെപ്പോലെ ഇൻഡിവിജ്വലാ. നോമിനിയെ പിടിച്ച് എനിക്ക് എന്താക്കാൻ പറ്റും? ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ആക്കാൻ പറ്റും. ഈ കോൺസെപ്റ്റും ക്ലിയർ അല്ലേ? അതാണ് ഇവിടെ പറയാം. ഓക്കെ, ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോണം. ഇതാണ് ഈ ചാപ്റ്റർ 1 ഓഫ് ദ മെയിൻ, അല്ലെങ്കിൽ ഭയങ്കര ഒരു കോർ ഏരിയ ആണ്. 5 to 6 മാർക്സ് ഒക്കെ വരെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ പാർട്ട്ണർ എന്ന് പറയുന്ന ആള് ഇൻഡിവിജ്വലും ആകാം, ബോഡി കോർപ്പറേറ്റും ആകാം. ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ എന്ന് പറയുന്ന ആൾ ഇൻഡിവിജ്വൽ ആയേ പറ്റുള്ളൂ. 2 പേര് വേണം, 2 ആൾക്കാർ വേണം. ഇവിടെ മിനിമം 2 പേര് വേണം, 2 പാർട്ട്നേഴ്സ് വേണം. ഈ 2 പേരിൽ 2 പേരും റെസിഡന്റ് ആയ അടിപൊളി, ഒരു പ്രശ്നവുമില്ല. 2 ഒരാൾ ഫോറിൻ ആണ്, ഒരാൾ റെസിഡന്റ് ആയാലും പ്രശ്നമൊന്നുമില്ല. 2 പേരിൽ ഒരാൾ, അതായത് മിനിമം 1 റെസിഡന്റ് ആയിരിക്കണം.
രണ്ടുപേരും റെസിഡന്റ് ആണ്, ഒരു പ്രശ്നമില്ല. ഓക്കെ, പക്ഷെ ഇൻഡിവിജ്വൽ ആയിരിക്കണം. അപ്പൊ എൻ്റെ LLPക്കകത്താണെങ്കിൽ 10 പാർട്ട്നേഴ്സ് ഉണ്ട്. 10 പാർട്ട്നേഴ്സിൽ ഞാൻ പല പല കേസ് വരെ പറയാവേ. കേസ് 1, 10 പാർട്ട്നേഴ്സിൽ 10 പേരും ബോഡി കോർപ്പറേറ്റാണ്. 10 പേരും ബോഡി കോർപ്പറേറ്റാണ്. എനിക്ക് പാർട്ട്നേഴ്സ് ഇൻഡിവിജ്വൽ ആയാലും BC ആയാലും ഒരു പ്രശ്നമില്ല. പക്ഷെ എനിക്ക് ഒരു DP ആയിട്ട് ഇതിന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ബോഡി കോർപ്പറേറ്റ് നോമിനിയെ മാത്രമേ എനിക്ക് എന്താക്കാൻ പറ്റുള്ളൂ, DP ആക്കാൻ പറ്റുള്ളൂ. നോമിനിയെ പിടിച്ച് മാത്രമേ, അതിൽ ഇഷ്ടമുള്ള 2 പേരെ പിടിച്ച് DP ആക്കാം. കേസ് 2, 10 പേരുണ്ട്. ആ 10 പേരിൽ 7 പേര് ബോഡി കോർപ്പറേറ്റും 3 പേര് ഇൻഡിവിജ്വൽസുമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഈ ഇൻഡിവിജ്വലിൽ എനിക്കിഷ്ടമുള്ള 2 പേര്, 3 പേരുണ്ട്, എനിക്കിഷ്ടമുള്ള 2 പേരെ ഞാൻ എന്താക്കും? DP ആക്കും. ക്ലിയർ അല്ലേ? ഫുൾ കോൺസെപ്റ്റ്. ഓക്കെ, ഇത് ഇനി എക്സാമിന് വന്നാൽ തെറ്റിക്കരുത് കേട്ടോ. കേസ് ബേസ്ഡ് ക്വസ്റ്റൻ ആണ്. ഇതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് വൺ ഓഫ് ദ വെരി ഫേവറേറ്റ് ഏരിയ. ഇത് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഇത് ഇന്റർലും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്കും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു കേസ് 3യും കൂടെ ഞാൻ പറഞ്ഞുതരാം. കേസ് 3യും കൂടെ. ഇപ്പൊ ഞാൻ കേസ് 2 പറഞ്ഞു. കേസ് 3യിൽ 10 പേരുണ്ട്. ഓക്കെ, 10 പേരിൽ 7 പേര് BC, 3 പേര് ഇൻഡിവിജ്വൽസ് ഉണ്ട്. അപ്പൊ എനിക്കിഷ്ടമുള്ള 2 പേരെ ആക്കാന്നാ പറഞ്ഞത്. ഈ 3 ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്ന ആൾക്കാർ നോൺ റെസിഡൻസാ. ഇന്ത്യയിൽ 120 ദിവസം നിൽക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഇവരെ പിടിച്ചാക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. എനിക്ക് ആരെ മാത്രം ആക്കാൻ പറ്റുള്ളൂ? ഇവിടെ 3 പേരിൽ ഒരാളെ എനിക്ക് സെലക്ട് ചെയ്യാം. ഒരു നോൺ റെസിഡന്റ് ആയാലും എനിക്ക് പ്രശ്നമില്ല. ബാക്കി ബോഡി കോർപ്പറേറ്റിന് ഞാനൊരു നോമിനി എടുക്കും. ക്ലിയർ ആണോ? ഈ കേസും സംഭവിക്കാമല്ലോ. 10 പേരുണ്ട്, 7 പേര് ബോഡി കോർപ്പറേറ്റ്, 3 പേരുണ്ട്, 3 പേര് ഇൻഡിവിജ്വൽസ് ആണ്. ഇൻഡിവിജ്വൽസ് ആ 3 പേര് നോൺ റെസിഡൻസ് ആണ്. ഒരാളെങ്കിലും റെസിഡന്റ് ആയിരിക്കണം. സോ 3 പേരിൽ എനിക്ക് ഒരാളെ എടുക്കാൻ പ്രശ്നമില്ല. അയാൾ നോൺ റെസിഡന്റ് ആയാലും എനിക്ക് പ്രശ്നമില്ല. ബാക്കി ഒരാൾ റെസിഡന്റ് ആവാൻ വേണ്ടി ഞാൻ ബോഡി കോർപ്പറേറ്റ് നോമിനീനെ ഞാൻ എടുക്കും. ഇത് ഓക്കെ അല്ലേ? കേസ് 3. ഓക്കെ, സെറ്റ്. നൗ LLPയുടെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഇപ്പൊ എന്നോട് സ്റ്റുഡൻസ് കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് അയച്ച് പേഴ്സണലി ചോദിച്ചു, ഇതിനകത്ത് എല്ലാം പഠിക്കണോ അതോ എനിക്ക് ഇഷ്ടമുള്ള ഒരു 5-6 പഠിച്ചാൽ മതിയോ? ടെക്നിക്കലി ഇഫ് യു ആസ്ക് മീ, ഇപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മറ്റേ കമ്പനി പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റൂല. ചിലപ്പോൾ അവർക്ക് സ്പെസിഫിക് ആയിട്ട് ഇഷ്ടമുള്ളത് എടുത്ത് ചോദിക്കാം. ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് പൊതുവെ ചോദിക്കുന്നത് എങ്ങനെയാണ്? റൈറ്റ് എനി 5 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് LLP, റൈറ്റ് എനി 6 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് LLP, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ പൊതുവെ ചോദിക്കാറ്. ഓക്കെ, അതാ ഞാൻ പറഞ്ഞത് മീര. എല്ലാ പാർട്ട്നേഴ്സും നോൺ റെസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ ദ ഒൺലി ഓപ്ഷൻ ബോഡി കോർപ്പറേറ്റിലെ നോമിനി എടുത്തിട്ട് എന്താക്കുക? മറ്റേ അതാ നമ്മുടെ അതാണ് ഞാൻ പറഞ്ഞ കേസിൽ. ഇഫ് യു ആക്ച്വലി സീ, 3 പേര് നോൺ റെസിഡൻസ് ആണ്. ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള 3 പേര് നോൺ റെസിഡന്റ്. അപ്പൊ അതിൽ നിന്ന് ഒരാളെ ഞാൻ എടുക്കുന്നു നോൺ റെസിഡന്റ്. ഒരു റെസിഡന്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ബോഡി കോർപ്പറേറ്റ് നോമിനി എടുക്കുന്നു. ദാറ്റ്സ് വാട്ട് ഐ സെഡ്. ഓക്കെ, ഇനി ചില ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത്ര നാളും ചോദിക്കുന്ന റൈറ്റ് എനി 5 ക്യാരക്ടറിസ്റ്റിക്സ്, റൈറ്റ് എനി 6 ക്യാരക്ടറിസ്റ്റിക്സ്. ചിലപ്പോൾ അതിന് പകരം ഇൻസ്റ്റിറ്റ്യൂട്ട് വേണം ചോദിക്കാം മാനേജ്മെന്റ് ഓഫ് ബിസിനസ്, LLP എഗ്രിമെന്റ്, ബോഡി കോർപ്പറേറ്റ്, കോമൺ സെയിൽ, ബിസിനസ് ഫോർ പ്രോഫിറ്റ്. ഇതിനെപ്പറ്റി ചെറിയ നോട്ട്സ് എഴുതൂ. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു വിടാനൊന്നും ഇല്ലല്ലോ. സോ അതുകൊണ്ട് നമ്മൾ എല്ലാത്തിനെ പറ്റി ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യണം. ഇറ്റ് ഇസ് വെരി 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 സിമ്പിൾ. സോ വൈ സ്കിപ്പിംഗ് ദിസ്? ബോഡി കോർപ്പറേറ്റ് ഇല്ലാത്ത കേസിൽ എല്ലാവരും വന്നു കഴിഞ്ഞാൽ പുറത്തൊരാളെ എടുക്കണം. ഒരു ഇൻഡിവിജ്വലിനെ എങ്ങനെയും കയറി അപ്പോയിന്റ് ചെയ്യണം. കോമൺ സെൻസ്. നമുക്കുള്ള ആൾക്കാർ നോൺ റെസിഡൻസ് ആണെന്നുണ്ടെങ്കിൽ ദ നെക്സ്റ്റ് ഓപ്ഷൻ ഇസ് ദ ഓൺലി ഓപ്ഷൻ ലെഫ്റ്റ് ഉള്ളി പുറത്തുനിന്ന് ഒരാളെ റെസിഡന്റ് ആക്കി എടുക്കുക. അകത്തുനിന്നുള്ള ഓപ്ഷൻസ് വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു ഇൻഡിവിജ്വലിനെ എടുത്താൽ പോരെ, റെസിഡന്റിനെ എടുത്താൽ പോരെ. ദാറ്റ്സ് വാട്ട്. എല്ലാ ഇൻഡിവിജ്വൽസും നോൺ റെസിഡന്റ് ആണ്. ഒരു നോൺ റെസിഡന്റിനെ എടുത്തു, ഒരു റെസിഡന്റിനെ അല്ലാണ്ട് ചെയ്യുക. റെസിഡന്റ് ഉള്ള നാട്ടിലല്ലേ നമ്മൾ നിൽക്കണേ, ഇതിലൊരു റെസിഡന്റിനെ എടുക്കണം.
അകത്തെ ഓപ്ഷൻ വർക്ക്ഔട്ട് ആയില്ല തൊട്ട് പുറത്തോട്ട് പോവാം. ഒരാളോട് വന്നിട്ട് മറ്റേ പാർട്ട്ണർ മറ്റേ DP ആവാൻ വേണ്ടി പറഞ്ഞിട്ട് നമ്മൾ ഹയർ ചെയ്യാം. ക്ലിയർ? നോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് LLP. LLP ഈസ് എ ബോഡി കോർപ്പറേറ്റ്. ബോഡി കോർപ്പറേറ്റ് എന്താ നമ്മൾ ഓൾറെഡി പഠിച്ചു. LLP ഒരു ബോഡി കോർപ്പറേറ്റ് ആണ്. സോ ഇവിടെ നിങ്ങൾ ആ ഡെഫിനിഷൻ ഓഫ് ബോഡി കോർപ്പറേറ്റ് എഴുതിയാൽ മതി. ഡെഫിനിഷൻ നമ്മളവിടെ പഠിച്ച ഓർമ്മയില്ലേ? വാട്ട് യു മീൻ ബൈ ബോഡി കോർപ്പറേറ്റ് എന്ന് പഠിച്ച ഓർമ്മയില്ലേ? 2 പ്രകാരമുള്ള കമ്പനി ബോഡി കോർപ്പറേറ്റ് ആണ്. കമ്പനി ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ബോഡി കോർപ്പറേറ്റ് ആണ്. LLP ഇൻകോർപ്പറേറ്റ് അണ്ടർ ദിസ് ആക്ട് ബോഡി കോർപ്പറേറ്റ് ആണ്. LLP ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ബോഡി കോർപ്പറേറ്റ് ആണ്. പക്ഷേ കോർപ്പറേഷൻസോട് ബോഡി കോർപ്പറേറ്റ് അല്ല. കോർപ്പറേറ്റ് സൊസൈറ്റി ബോഡി കോർപ്പറേറ്റ് അല്ല. മറ്റൊരു ബോഡി കോർപ്പറേറ്റ് വിച്ച് സെൻട്രൽ ഗവൺമെന്റ് മേ പ്രിസ്ക്രൈബ് ആസ് പെർ ദ ഒഫീഷ്യൽ ഗസറ്റ് എന്ന നോട്ടിഫിക്കേഷൻ ബോഡി കോർപ്പറേറ്റ് അല്ല. ആ ഡെഫിനിഷൻ ഇല്ലേ, അത് ഇവിടെ അങ്ങ് നോട്ട് ചെയ്താൽ മതി. LLP ഇസ് എ ബോഡി കോർപ്പറേറ്റ് എന്നുള്ള എക്സ്പ്ലനേഷൻ അത് കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾ എഴുതണം LLPക്ക് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, പെർപ്പച്വൽ സക്സഷൻ ഉണ്ട്, ഷാൽ നോട്ട് എഫക്ട് ദ എക്സിസ്റ്റൻസ് റൈറ്റ്സ് ഓർ ലയബിലിറ്റീസ് ഓഫ് LLP. അതായത് LLP വേറെ, അതിന്റെ പാർട്ട്നേഴ്സ് വേറെ. പെർപ്പച്വൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ പാർട്ട്ണർ മരിച്ചുപോയി എന്നും പറഞ്ഞുകൊണ്ട് LLP ഉടനെ പൂട്ടിപ്പോത്തൊന്നുമില്ല, LLP മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് പെർപ്പച്വൽ സക്സഷൻ. പെർപ്പച്വൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു LLPയുടെ എക്സിസ്റ്റൻസ് ഒരിക്കലും ഡെത്ത്, ഇൻസാനിറ്റി, റിട്ടയർമെന്റ്, ഇൻസോൾവൻസി ഓഫ് പാർട്ട്നേഴ്സ് കാരണം ഇഫക്റ്റഡ് ആവത്തില്ല. ഒരു പാർട്ട്ണർ മരിച്ചുപോയി, ഒരു പാർട്ട്ണർ ഇൻസെയിൻ ആയിപ്പോയി, ഒരു പാർട്ട്ണർ ഇൻസോൾവെന്റ് ആയിപ്പോയി. പാർട്ട്ണർഷിപ്പിനകത്താണ് നമ്മൾ പറയുന്നുണ്ട് സബ്ജക്ട് ടു എഗ്രിമെന്റിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റേ ഡിസൊല്യൂഷനിലോട്ട് പോകത്തില്ല. എഗ്രിമെന്റിനകത്ത് എഴുതി വെച്ചിട്ടില്ലെങ്കിൽ ഡിസൊല്യൂഷനിലോട്ട് പോകും. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. പാർട്ട്നേഴ്സ് വരും, പാർട്ട്നേഴ്സ് പോകും, പാർട്ട്നേഴ്സ് മരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, വാട്ട് ഇഫ് ഓൾ പാർട്ട്നേഴ്സ് ഡൈ? എല്ലാ പാർട്ട്നേഴ്സ് മരിച്ചു പോവാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് കയറി അപ്പോയിന്റ് ചെയ്തോളും. നിങ്ങൾക്ക് എപ്പോഴും പിള്ളേർക്കുള്ള ഡൗട്ടാണ്, 10 പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു, 10 പാർട്ട്നേഴ്സ് മരിച്ചുപോയി, വാട്ട് ഇസ് നെക്സ്റ്റ് ഓപ്ഷൻ? എങ്ങനെ LLP മുന്നോട്ട് പോകും? സെൻട്രൽ ഗവൺമെന്റ് ഇടപെട്ടിട്ട് അവിടെ പാർട്ട്നേഴ്സിനെ കണ്ടുപിടിച്ചിട്ട് അപ്പോയിന്റ് ചെയ്തോളും. എന്നാലും LLP പൂട്ടിപ്പോകില്ല. ഈ 2 പോയിന്റും ക്ലിയർ ആണോ? LLP is a body corporate and perpetual succession. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? ഓക്കെ, ക്ലിയർ. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. എടാ LLP വേറെ, അതിനകത്ത് പാർട്ട്നേഴ്സ് വേറെ. LLP ഉണ്ടാക്കുന്ന ലൈബിലിറ്റിക്ക് LLP മാത്രം ലൈബിലിറ്റി എടുത്തോളും, പാർട്ട്നേഴ്സ് ഉണ്ടാക്കുന്ന ലൈബിലിറ്റിക്ക് പാർട്ട്നേഴ്സ് മാത്രം ലൈബിലിറ്റി എടുത്തോളും. LLPയുടെ ലൈബിലിറ്റി പാർട്ട്നേഴ്സ് ബെയർ ചെയ്യേണ്ട ആവശ്യമില്ല, പാർട്ട്നേഴ്സിന്റെ ലൈബിലിറ്റി LLP ബെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനെയാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്നത്. സോ LLPയുടെ അസറ്റ് എന്ന് പറഞ്ഞാൽ LLPയുടെ അസറ്റ് മാത്രം, LLPയുടെ ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ LLPയുടെ ക്രെഡിറ്റർ മാത്രം, പാർട്ട്നേഴ്സിന്റെ ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സിന്റെ ക്രെഡിറ്റർ മാത്രം, പാർട്ട്ണറിന്റെ അസറ്റ് എന്ന് പറഞ്ഞാൽ പാർട്ട്ണറിന്റെ അസറ്റ് മാത്രം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. മ്യൂച്വൽ ഏജൻസി, മറ്റേനകത്ത് നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ? ഒരു പാർട്ട്ണർ ബാക്കി പാർട്ട്നേഴ്സിന്റെ ഏജന്റ് ആണ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. ഇവിടെ അങ്ങനെ ഒരു പാർട്ട്ണർ ബാക്കി പാർട്ട്നേഴ്സിന്റെ ഏജന്റ് അല്ല. വളരെ ക്ലിയർ ആയിട്ട് പറയാം, LLPക്കകത്ത് മ്യൂച്വൽ ഏജൻസി ഇല്ല. സോ DSB 3 പാർട്ട്നേഴ്സ്, D ഒരു കാര്യം ചെയ്താൽ Sഉം Bയും ചെയ്തതിന് തുല്യമല്ല, S ഒരു കാര്യം ചെയ്താൽ Bയും Dയും ചെയ്തതിന് തുല്യമല്ല. ഇവിടെ മ്യൂച്വൽ ഏജൻസി ഇല്ല. എല്ലാ പാർട്ട്നേഴ്സും LLPയുടെ ഏജന്റ് ആണ്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഏജന്റ് അല്ല. അവർ LLPയുടെ ഏജന്റ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഏജന്റ് അല്ല. പാർട്ട്ണർഷിപ്പിനകത്ത് അങ്ങനല്ല. LLP എഗ്രിമെന്റ് എന്താ നമ്മൾ ഓൾറെഡി പഠിച്ചു, തൊട്ട് മോളിൽ ഡെഫിനിഷനകത്ത് പഠിച്ചു. ഒരു റിട്ടേൺ എഗ്രിമെന്റ് ആണ്. മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ്, LLP ആൻഡ് പാർട്ട്നേഴ്സ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഫോമൽ എഗ്രിമെന്റിനെ വിളിക്കുന്ന പേരാണ് LLP എഗ്രിമെന്റ്. സെയിം സംഭവം ഡെഫിനിഷനകത്ത് കൊടുത്തേക്കുന്ന ഡെഫിനിഷൻ ഇവിടെ വന്ന് എഴുതിയാൽ മതി. ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ, നമ്മളെ പോലെ നാച്ചുറൽ ബർത്ത് വഴി ഉണ്ടാവുന്നതല്ല LLP. LLP ഒരു ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആണ്, ക്രിയേറ്റഡ് ബൈ ലോ ആണ്. എല്ലാ റൈറ്റ്സ് ഓഫ് എൻ ഇൻഡിവിജ്വലും ഉണ്ട്. ഒരു നാച്ചുറൽ പേഴ്സണ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും LLPക്ക് ചെയ്യാം, എക്സെപ്റ്റ് ജയിലിൽ വിടാൻ പറ്റൂല, ഓത്ത് എടുക്കാൻ പറ്റൂല, മാരി ചെയ്യാൻ പറ്റൂല, ഡിവോഴ്സ് ചെയ്യാൻ പറ്റൂല, ഒരു പ്രാക്ടീസ്ഡ് പ്രൊഫഷൻ ലേൺ ചെയ്യാൻ പറ്റൂല, CA, മെഡിസിൻ, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല. LLP ഇൻവിസിബിൾ ആണ്, ഇൻടാഞ്ചിബിൾ ആണ്, ഇമ്മോർട്ടൽ ആണ്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണോ? ഓൾ 6 പോയിന്റ്സ് ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും പോയിന്റ്സിൽ ഡൗട്ട് ഉണ്ടോ? 1 to 6 ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ അല്ലേ? ഓക്കെ, നോ നെക്സ്റ്റ് നോക്കാം.
കോമൺ സീൽ ഇത് എന്നോട് ചോദിച്ച ഒരു വെരി ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്ത് ചിലപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് മാത്രം ക്വസ്റ്റ്യൻ ചോദിക്കാം. LLPക്ക് നമ്മളെ പോലെ കൈയും കാലൊന്നുമില്ല. അപ്പൊ LLPക്ക് ഒപ്പിടണമെന്നുണ്ടെങ്കിൽ പറ്റൂല. അപ്പൊ LLPക്ക് ഒപ്പിടണമെന്നുണ്ടെങ്കിൽ കോമൺ സീൽ ഉണ്ടെങ്കിൽ കോമൺ സീൽ വെക്കാം. ഐ റിപ്പീറ്റ്, കോമൺ സീൽ ഉണ്ടെങ്കിൽ, ഷാൽ അല്ല മേ ആണ്, ഉണ്ടെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ മാൻഡേറ്ററി അല്ല, ഇല്ലെങ്കിൽ ആര് ഒപ്പിട്ടാൽ മതി. LLP being an artificial person can act through its partners, designated partners. LLP may have a common seal. ഉണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി, മാൻഡേറ്ററി അല്ല. അത് ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോമൺ സീൽ ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി അണ്ടർ ദ കസ്റ്റഡി ഓഫ് സം റെസ്പോൺസിബിൾ ഒഫീഷ്യൽ. എന്നിട്ട് എഫിക്സ് ചെയ്യാൻ നേരത്തെ ഇറ്റ് ഷുഡ് ബി ഇൻ ദ പ്രസൻസ് ഓഫ് 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ്. സോ വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. LLPക്ക് കോമൺ സീൽ ഉണ്ടെങ്കിൽ അത് റെസ്പോൺസിബിൾ ആൾക്കാരുടെ കയ്യിലേ വെക്കാൻ പാടുള്ളൂ. 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറുടെ മുന്നിൽ മാത്രമേ അത് എഫിക്സ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അല്ലാതെ എല്ലാവർക്കും കയറി അങ്ങ് സീൽ എടുത്തിട്ട് ഒപ്പിടാൻ വേണ്ടി ഒന്നും പറ്റൂല. ഇറ്റ് ഷുഡ് ബി എഫിക്സ്ഡ് ഇൻ ദ പ്രസൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ്. ഇനി പേര് പറയുന്നത് പോലെ തന്നെ LLPയുടെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. എന്തുമാത്രം കോൺട്രിബ്യൂഷൻ അവർ കൊണ്ടുവന്നിട്ടുണ്ടോ അത്ര മാത്രമേ അവരുടെ ലയബിലിറ്റി വരത്തുള്ളൂ. ഇനി ഈ പോയിന്റിന് ഒരു ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്തേ, മാനേജ്മെന്റ് ഓഫ് ദ ബിസിനസ്. പാർട്ട്നേഴ്സ് ആണ് ബിസിനസ് മാനേജ് ചെയ്യുന്നത്. ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ലീഗൽ കംപ്ലയൻസസ് ആണ് ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ബിസിനസ് മാനേജ് ചെയ്യുന്നത് പാർട്ട്നേഴ്സും കംപ്ലീറ്റ് ലീഗൽ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത് അല്ലെ ചെയ്യുന്നത് ലീഗൽ കംപ്ലൈൻസ് ചെയ്യുന്നത് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സാണ്. ഇനി ഇവിടെ ഒരു കാര്യം പറയുമ്പോൾ ശ്രദ്ധിച്ചേക്കുക. നമ്മൾ പാർട്ട്ണർഷിപ്പിനകത്ത് പഠിച്ചു ROF. LLPക്കകത്തും കമ്പനീസ് ആക്ടിനകത്തും രജിസ്ട്രേഷനും എല്ലാ കാര്യങ്ങളും അറിയിക്കുന്ന ആളുടെ പേര് ROC, രജിസ്ട്രാർ ഓഫ് കമ്പനി. സോ പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ ROFും LLP ആൻഡ് കമ്പനീസ് ആക്ട് ആണെങ്കിൽ ROC ആണ്. ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? സെറ്റ് ആണോ? ഓക്കെ. മിനിമം മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് നമുക്ക് ഓൾറെഡി അറിയാം. LLPക്കകത്ത് മിനിമം 2 പാർട്ട്നേഴ്സ് വേണം. മാക്സിമം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല, അൺലിമിറ്റഡ് ആണ്. ബിസിനസ് ഫോർ പ്രോഫിറ്റ് ഉള്ളി. പാർട്ട്ണർഷിപ്പ് തുടങ്ങാൻ നേരത്ത് നമ്മൾ പറഞ്ഞു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്. സെയിം പർപ്പസ് ആണ്. LLP ചെയ്യാൻ നേരത്തും എന്തിനു വേണ്ടി മാത്രമേ ചെയ്യാവുള്ളൂ? പ്രോഫിറ്റിന് വേണ്ടി മാത്രമേ ചെയ്യാവുള്ളൂ. നിങ്ങളുടെ ഒരാൾ വന്നിട്ട് പറയാം നോൺ ഫോർ പ്രോഫിറ്റ് ആണ്, ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ടാണ്, LLP ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പാടില്ല. LLPക്കെതിരെയുള്ള എല്ലാ ഇൻവെസ്റ്റിഗേഷൻസും ഓർഡർ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. സെൻട്രൽ ഗവൺമെന്റ് ഇടപെട്ടിട്ടായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ എന്തെങ്കിലും നടത്തണമെങ്കിൽ നടത്തുക. കോംപ്രമൈസ് ഓർ അറേഞ്ച്മെന്റ്, എന്തെങ്കിലും ക്രെഡിറ്റേഴ്സ് തമ്മിലുള്ള കോംപ്രമൈസോ എന്തെങ്കിലും അറേഞ്ച്മെന്റ്സോ മെർജറോ അമാൽഗമേഷൻസോ ഒക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ അത് LLP ആക്ട് പറഞ്ഞ പ്രകാരമേ ചെയ്യാൻ പാടുള്ളൂ. പോയിന്റ് നമ്പർ 10, 11, 12, 13 ക്ലിയർ അല്ലേ? എനി ഡൗട്ട്? 10, 11, 12 and 13. 9 ഇപ്പൊ പഠിപ്പിച്ച 9, 10, 11, 12, 13. മാനേജ്മെന്റ് ഓഫ് ബിസിനസ് പാർട്ട്നേഴ്സ്. ലീഗൽ കാര്യങ്ങൾ ചെയ്യുന്നത് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ്. മിനിമം എന്ന് പറയുന്ന 2, മാക്സിമം കോൺസെപ്റ്റ് അൺലിമിറ്റഡ്. ബിസിനസ് ഫോർ പ്രോഫിറ്റ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ചാരിറ്റബിൾ പർപ്പസിന് ചെയ്യരുത്. ഇൻവെസ്റ്റിഗേഷൻ എന്തെങ്കിലും ഓർഡർ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ്. കോംപ്രമൈസ്, അറേഞ്ച്മെന്റ്, മെർജർ, അമാൽഗമേഷൻ എല്ലാം ചെയ്യുന്നത് LLP ആക്ട് പ്രകാരം. ഓക്കെ അല്ലേ? ഓക്കെ. നമ്മളിത് നേരത്തെ പഠിച്ച ഓർമ്മയുണ്ട്. കൺവേർഷൻ ഇൻ ടു LLP. ഷെഡ്യൂൾ 2 പ്രകാരം ഒരു ഫേമിന് LLP ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിലോ, ഷെഡ്യൂൾ 3 പ്രകാരം പ്രൈവറ്റ് കമ്പനിക്ക് LLP ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിലോ, ഷെഡ്യൂൾ 4 പ്രകാരം ഒരു അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനിക്ക് LLP ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഷെഡ്യൂൾസ് പോയി റെഫർ ചെയ്യുക. ദാറ്റ് ഇസ് വാട്ട് വി സ്റ്റഡി. സോ കൺവേർഷൻ ഇൻ ടു LLP എപ്പോഴും എന്ത് പ്രകാരമായിരിക്കും? LLP ആക്ടും അതതായ ഷെഡ്യൂൾസ് പ്രകാരമായിരിക്കും. ഈ ഫയലിംഗ് ഓഫ് ഡോക്യുമെന്റ്സ് ഇവിടെ നമ്മൾ ഒരു സാധനവും ഫിസിക്കലി ചെയ്യൂല. നമ്മൾ പാർട്ട്ണർഷിപ്പിനകത്ത് ഇന്ന് പഠിച്ചത് എന്താണ്? പോസ്റ്റ് വഴി അയക്കാം, ഡയറക്ട്ലി പോയി നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് LLPക്കകത്തില്ല. എല്ലാ സംഭവങ്ങളും നമ്മൾ ചെയ്യുന്നത് ഓൺലൈൻ ആണ്. ഏത് വെബ്സൈറ്റ് വഴിയായിരിക്കും നമ്മൾ ചെയ്യുക? mca.gov.in. എല്ലാ സംഭവം ഒരു കമ്പ്യൂട്ടർ റീഡബിൾ ഇലക്ട്രോണിക് ഫോം. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എല്ലാം ഒരു നിങ്ങളുടെ ICAയുടെ എക്സാം ഒക്കെ രജിസ്റ്റർ ചെയ്യുന്നത് ഒന്നും ഫിസിക്കൽ ഓഫീസ് ആയിട്ടല്ല, പോസ്റ്റ് വഴി അയച്ചിട്ടല്ല. എല്ലാം നിങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇലക്ട്രോണിക്കലി ആണ് ചെയ്യുന്നത്. സിമിലർലി നിങ്ങളുടെ LLP രജിസ്റ്റർ ചെയ്യണമെങ്കിലോ LLP റിലേറ്റ് ചെയ്യുന്ന എന്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് ROCനെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യുന്നത് MCAയുടെ വെബ്സൈറ്റ് വഴിയാണ് ചെയ്യുന്നത്. ഒരു കമ്പ്യൂട്ടർ റീഡബിൾ
ടെമ്പിൾ ഫോമാറ്റിലായിരിക്കും ചെയ്യുക. ആ അതതായ ഫോംസ് എല്ലാം ഒത്തന്റിക്കേറ്റ് ചെയ്തിരിക്കണം, ഒപ്പിട്ടിരിക്കണം ഒരു പാർട്ട്ണർ ഓർ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ബൈ യൂസിങ് എ ഇലക്ട്രോണിക് ഡിജിറ്റൽ സിഗ്നേച്ചർ. കമ്പ്യൂട്ടറിനകത്ത് ഒപ്പിടാൻ നമുക്ക് പറ്റൂല. സോ നമുക്കൊരു ഇലക്ട്രോണിക് സിഗ്നേച്ചർ അല്ലെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ROCനെ MCAയുടെ വെബ്സൈറ്റ് വഴി എല്ലാ ലീഗൽ കംപ്ലൈൻസസും നമ്മൾ അറിയിക്കുക. ഫോറിൻ LLP നമ്മൾ ഓൾറെഡി ഡെഫിനിഷനകത്ത് പഠിച്ചു, അതേ സംഭവം ഇവിടെ ഒന്ന് എഴുതിയാൽ മതി. ഫോറിൻ LLP മീൻസ് LLP which is formed, incorporated, registered outside India and has a place of business in India. Again, I hope 14 to 16 all points are clear. Okay അല്ലേ? ക്യാരക്ടറിസ്റ്റിക്സ് കഴിഞ്ഞു. ഇതിനകത്ത് ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. ഇറ്റ് ഇസ് വെരി സിമ്പിൾ. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തെടുത്ത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. ഇതും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്. 8 മാർക്ക് വരെ ചോദിച്ചിട്ടുണ്ട്. മാർക്ക് ചെയ്തോണേ. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്, വർക്ക് ബുക്കിൽ കിടപ്പുണ്ട്. കുറച്ച് ആൾക്കാർ എന്നോട് പഠിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ കുറച്ചായിട്ട് ഞാൻ പറഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യും. കുറച്ച് ഐ തോട്ട് ഇന്ന് കുറച്ച് ഡിസ്കസ് ചെയ്യാം, നാളെ കുറച്ച് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഓൾസോ ഐ ടെൽ ഇൻ ദ ലാസ്റ്റ് ഡേ. അത് ഓക്കെ അല്ലേ? സോ ദാറ്റ് ഇറ്റ് മൈറ്റ് ബി ബെനിഫിഷ്യൽ. Okay. Okay. So, next one. Advantages of LLP. ഒരു LLPയുടെ അഡ്വാൻറ്റേജ് എന്താ? ഞാൻ പഠിപ്പിക്കുന്ന അതേ ഓർഡർ നോക്കിയാൽ ഭയങ്കര എളുപ്പമാണ്. LLP ഓർഗനൈസ് ചെയ്യുന്നതും ഇതല്ല ഫസ്റ്റ് പോയിന്റ്. LLP ഈസി ടു ഫോം ആണ്. പോയിന്റ് നമ്പർ 1. ഈസി ടു ഡിസോൾവ് ആണ്. തുടങ്ങാനും എളുപ്പമാണ്, പൂട്ടാനും എളുപ്പമാണ്. എല്ലാ പാർട്ട്നേഴ്സിനും ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ഓക്കെ. LLP ഓർഗനൈസ് ചെയ്യുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതും എഗ്രിമെന്റ് പ്രകാരമാണ്. ഓക്കെ. സോ നോക്കിക്കേ, എന്റെ കൂടെ പഠിച്ചു പോകണം. ഈസി ടു ഫോം ആണ്, ഈസി ടു ഡിസോൾവ് ആണ്, ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. അത് ഓപ്പറേറ്റ് ചെയ്യുന്നതെല്ലാം ഒരു എഗ്രിമെന്റ് പ്രകാരമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫ്ലെക്സിബിൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ട്. ഫ്ലെക്സിബിൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ഒരു ഫ്ലെക്സിബിളും ഉണ്ട്. കണ്ടോ? പ്രൊവൈഡ്സ് ഫ്ലെക്സിബിലിറ്റി വിത്തൗട്ട് ഇമ്പോസിംഗ് ഡീറ്റെയിൽഡ് ലീഗൽ പ്രൊസീജിയർ റിക്വയർമെന്റ്. ഒരു കമ്പനിക്ക് കുറെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ROCനെ അറിയിക്കേണ്ടത്. കുറെ ഡീറ്റെയിൽഡ് ലീഗൽ പ്രൊസീജിയർ റിക്വയർമെന്റ്സ് ഉണ്ട് കമ്പനിക്ക്, പക്ഷെ LLPക്ക് ഇല്ല. സോ ഫ്ലെക്സിബിലിറ്റി റിലേറ്റ് ചെയ്യുന്ന 2 പോയിന്റ്. സോ ഈസി ടു ഫോം, ഈസി ടു ഡിസോൾവ്. നമ്മുടെ ലിമിറ്റഡ് ലയബിലിറ്റി ആണ്, ഫ്ലെക്സിബിൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്. പിന്നെ ഒരു ഫ്ലെക്സിബിലിറ്റിയും കൂടെ വരുന്നുണ്ട്. അതായത് എഗ്രിമെന്റ് നോർമലി എഴുതിക്കോണേ, ഫ്ലെക്സിബിലിറ്റി വിത്തൗട്ട് ഇമ്പോസിംഗ് ഡീറ്റെയിൽഡ് ഓർ പ്രൊസീജിയറൽ റിക്വയർമെന്റ്സ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ അല്ലേ? ഫ്ലെക്സിബിലിറ്റി ലാസ്റ്റ് പോയിന്റ് ആയിട്ട് കൊടുത്താൽ മതി. 4, 5 and 6. These are the points. Very easy to remember. ഇനി ഒരു LLP ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിന്റെ പ്രൊസീജിയർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സെക്ഷൻ 11. ഒരു LLP ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് സെക്ഷൻ 11 ഓർക്കാമെങ്കിൽ നല്ലതാണ്. സോ ഒരു LLP ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നേരത്ത് മിനിമം 2 ആൾക്കാർ വേണം. അവർ ലോഫുൾ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. ഞാൻ കീ വേർഡ്സ് ഒക്കെ സർക്കിൾ ചെയ്യുന്നുണ്ട്. മിനിമം 2 ആൾക്കാർ വേണം. ലോഫുൾ ബിസിനസ്സിനായിരിക്കണം. പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വേണം. അവരുടെ പേര് ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റിനകത്തോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. എടാ, നമ്മൾ കമ്പനീസ് ആക്ടിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നൊരു ഡോക്യുമെന്റ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നൊരു ഡോക്യുമെന്റ് ഇല്ല. ഇവിടെയുള്ള ഡോക്യുമെന്റ് പേരാണ് ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ്. സോ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റിനകത്ത് ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ് ഫയൽ ചെയ്യാൻ നേരത്തെ ഒരു കാര്യം ഓർത്തോണം. 2 or more പേഴ്സൺസ് ഉണ്ടായിരിക്കണം. ലോഫുൾ ബിസിനസ് ആയിരിക്കണം. പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. അവരവരുടെ പേര് ഇൻകോർപ്പറേഷൻ, ആ 2 പേര് അവരുടെ പേര് ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റിലോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ് അതതായ ഫീസ് അടച്ചിട്ട് അതതായ രജിസ്ട്രാറിന് ഫയൽ ചെയ്യണം. അതതായ രജിസ്ട്രാർ എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റേറ്റിനും അതതായ ROC ഉണ്ട്. കേരള ഹാസ് 1 ROC, ചെന്നൈ ഹാസ് 1 ROC. ഓരോ സ്റ്റേറ്റിനും കേട്ടോ. തമിഴ്നാട് ROC ചെന്നൈ, അതുപോലെ നമ്മുടെ കർണാടക സോ ROC ബാംഗ്ലൂർ ആയിരിക്കും. സോ ROC കർണാടക, അതുപോലെ ഗോവ. ഓരോ സ്റ്റേറ്റിനും ഓരോ UT വിൽ ഹാവ് അതതായ ROC. അതാണ് പറഞ്ഞത്. ഏത് സ്റ്റേറ്റിലാണോ നിങ്ങളുടെ LLP തുടങ്ങുന്നത് അതതായ സ്റ്റേറ്റിൽ ROCക്ക് നിങ്ങൾ ഈ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ് ഫയൽ ചെയ്യണം. ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റിന്റെ കൂടെ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ് ഫയൽ ചെയ്യണം. അതിന്റെ കൂടെ നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ വെക്കണം. ആ സ്റ്റേറ്റ്മെന്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കേണ്ടത് ഒരു അഡ്വക്കേറ്റോ അല്ലെങ്കിൽ ഒരു CSO അല്ലെങ്കിൽ ഒരു CAO അല്ലെങ്കിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടന്റോ ആയിരിക്കണം. കാരണം വഴി
പോകുന്ന ആൾക്കാർക്കൊന്നും LLP ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൂല. LLP തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി നോളജ് ഉള്ള ആളായിരിക്കണം. സോ ഈ പറയുന്ന ആരെങ്കിലും ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ബൈ എനി വൺ ഹൂ സബ്സ്ക്രൈബ്ഡ് ഇസ് നെയിം ടു ദ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ്സ്. ആരൊക്കെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടത്? അഡ്വക്കേറ്റോ, CSO, CMAO അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റോ, CSO, CA, CMAO ആണ് കൊടുക്കേണ്ടത്. ഇത് കൂടാതെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ട ആളാണ് പ്ലസ്, അതായത് ആൻഡ് എനി വൺ ഹൂ സബ്സ്ക്രൈബ് ദ നെയിം. രണ്ടുപേര് സബ്സ്ക്രൈബ് ചെയ്യണം, അതിൽ ഏതെങ്കിലും ഒരാളും കൂടെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. ഓൾ ദ റിക്വയർമെന്റ്സ് ഓഫ് ദിസ് ആക്ട് ആൻഡ് റൂൾസ് ഹാവ് ബീൻ കംപ്ലൈഡ് വിത്ത്. സോ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ് ഫയൽ ചെയ്യണം, അതതായ ഫീസ് അടക്കണം, അതതായ ROCക്ക് കൊടുക്കണം. ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റിന്റെ കൂടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ ഫയൽ ചെയ്യണം. സ്റ്റേറ്റ്മെന്റ് 2 ആൾക്കാരെ കൊടുക്കണ്ടേ? അഡ്വക്കേറ്റ്, CA, CS, CMA ആൻഡ് ആരാണോ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റിലോട്ട് പേര് സബ്സ്ക്രൈബ് ചെയ്തത് അവരും കൂടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. ഞങ്ങൾ ഈ ആക്ടിന്റെ LLP ആക്ടിന്റെ എല്ലാ റൂൾസും ഞങ്ങൾ കംപ്ലൈ ചെയ്തിട്ടാണ് LLP സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടത് 2 പേര്. ക്ലിയർ? ഓക്കെ അല്ലേ? അടുത്തത് ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റും സ്റ്റേറ്റ്മെന്റും കൊടുക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റിനകത്ത് എന്തൊക്കെ കണ്ടിരിക്കണം? അതൊരു ഫോമിലായിരിക്കണം, LLPയുടെ പേരുണ്ടായിരിക്കണം, LLP ചെയ്യുന്ന പ്രപ്പോസ്ഡ് ബിസിനസ്, ചെയ്യാൻ പോകുന്ന ബിസിനസ് എന്താണ്, LLPയുടെ അഡ്രസ് എന്താണ്, ഓരോ പാർട്ട്നേഴ്സിന്റെ അഡ്രസ്സ്, ഓരോ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സിന്റെ പേര് ആൻഡ് അഡ്രസ്സ്, ബാക്കി ആക്ട് പറയുന്ന എല്ലാ ഇൻഫർമേഷൻസും കണ്ടിരിക്കണം. അതുപോലെ സ്റ്റേറ്റ്മെന്റ്, നമ്മുടെ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റിനകത്ത് എന്തൊക്കെ കാണണം എന്ന് പഠിച്ചു. ഇൻകോർപ്പറേഷൻ സ്റ്റേറ്റ്മെന്റ് കൂടെ ഒരു സ്റ്റേറ്റ്മെന്റ് വെക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ആ സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും ഫോൾസ് ആകാൻ പാടില്ല. ഫോൾസ് ആകുവാണെങ്കിൽ ദിസ് ഇസ് ഗോയിങ് ടു ബി ദ പണിഷ്മെന്റ്. സോ നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ് വേണം, സ്റ്റേറ്റ്മെന്റ് 2 ആൾക്കാർ കൊടുക്കണം, ആക്ടിന്റെ എല്ലാ റിക്വയർമെന്റ്സും കംപ്ലൈ ചെയ്തു. ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റിനകത്ത് എന്തൊക്കെ കാണണം എന്ന് നമ്മൾ പഠിച്ചു. കൊടുത്തേക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആവരുത്. ഫോൾസ് ആയി കഴിഞ്ഞാൽ താഴെ പറയുന്ന പണിഷ്മെന്റ് ആപ്ലിക്കബിൾ ആവും. ഐ ഹോപ്പ് സെക്ഷൻ 11 ഇസ് ക്ലിയർ. ദാറ്റ് ഇസ് ഇൻകോർപ്പറേഷൻ. ഓക്കെ അല്ലേ? Now, incorporation by registration. So section 11ന്റെ ഇത് ക്ലിയർ ആയിട്ട് അണ്ടർലൈൻ ചെയ്യണേ. സെക്ഷൻ 11ന്റെ എല്ലാ റിക്വയർമെന്റ്സും കംപ്ലൈ ചെയ്തു എന്ന് ROCക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ് പുള്ളിക്കാരൻ റീറ്റെയിൻ ചെയ്ത് വെച്ചിട്ട് 14 ദിവസത്തിനുള്ളിൽ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ് പുള്ളിക്കാരൻ രജിസ്റ്റർ ചെയ്യും. എന്നിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കും. നിങ്ങൾ ഈ തന്നേക്കുന്ന പേര് പ്രകാരം ഞാൻ LLPനെ രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് രജിസ്ട്രാർ നേരത്തെ ഫയൽ ചെയ്ത സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, ആ സ്റ്റേറ്റ്മെന്റും ആക്സെപ്റ്റ് ചെയ്യും. എന്ത് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യും? സഫീഷ്യന്റ് എവിഡൻസ് ആണ്, അവരെല്ലാം പ്രോപ്പർ ആയിട്ട് കംപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ടായിരിക്കും പുള്ളിക്കാരൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ട് കൊടുക്കും. അയാളുടെ സീലും വെക്കും, അയാൾ ഒപ്പിട്ടിട്ട് കൊടുക്കും. ഈ പറയുന്ന LLP രജിസ്റ്റേർഡ് ആണ്. സോ മോളി പറഞ്ഞ പ്രകാരം സെക്ഷൻ 11 പ്രകാരം എല്ലാം പ്രോപ്പർലി കംപ്ലൈഡ് ആയിരുന്നു തോന്നുവാണെങ്കിൽ നമ്മൾ ഫയൽ ചെയ്ത ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ് പുള്ളിക്കാരൻ റീറ്റെയിൻ ചെയ്ത് വെക്കും. എന്നിട്ട് 14 ദിവസത്തുള്ളിൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. പുള്ളിക്കാരന്റെ സീലൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ LLP രജിസ്റ്റേർഡ് ആണ്, നിങ്ങൾ ഇൻകോർപ്പറേറ്റഡ് ആയി. അപ്പൊ ഇത് കൊടുക്കുന്നതിന് മുന്നേ പുള്ളിക്കാരൻ നമ്മൾ നേരത്തെ കൊടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, അഡ്വക്കേറ്റോ, CA, CSO പ്ലസ് ഒരു പേഴ്സൺ സബ്സ്ക്രൈബ്, ആ കൊടുത്തേക്കുന്ന സ്റ്റേറ്റ്മെന്റ് പുള്ളിക്കാരൻ ഒരു എവിഡൻസ് ആയിട്ട് വെക്കും ദാറ്റ് നമ്മൾ എല്ലാ റിക്വയർമെന്റ്സും കംപ്ലൈ ചെയ്തിട്ടാണ് LLPയുടെ ഫോം അയാൾക്ക് കൊടുത്തേക്കുന്നത്. ഐ ഹോപ്പ് ഇസ് ഇറ്റ് ക്ലിയർ. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ക്ലിയർ അല്ലേ? സെക്ഷൻ 12 ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. നോ, അടുത്തത് നമുക്കൊക്കെ ഈ ഒരു ഹെഡ് ഓഫീസ് ഉണ്ടെന്ന് പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ROCക്ക് തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ. സോ ഹെഡ് ഓഫീസ് ഒരു കോൺസെപ്റ്റ് നമുക്കില്ല. നമ്മളെല്ലാം പറയുന്നത് എന്താണ്? രജിസ്റ്റേർഡ് ഓഫീസ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ ഞാനും മറ്റേ ഭവ്യയും സനയും കൂടെ ഒരു LLP സ്റ്റാർട്ട് ചെയ്തു. അത് കേരളത്തിലാണെന്ന് വിചാരിക്കുക.
അപ്പോൾ ഞങ്ങളുടെ രജിസ്റ്റേർഡ് ഓഫീസ്, അതായത് ഞങ്ങൾ കേരള ROCയുടെ അടിയിൽ വരണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ രജിസ്റ്റേർഡ് ഓഫീസ് കേരളത്തിലായിരിക്കണം. ഇപ്പം ഞങ്ങളുടെ മെയിൻ പരിപാടികളെല്ലാം മഹാരാഷ്ട്രയിലാണ്, പക്ഷെ ഞങ്ങളുടെ രജിസ്റ്റേർഡ് ഓഫീസ് കേരളത്തിലാണെങ്കിൽ ഞങ്ങൾ ഏത് ROCക്കാണ് ആപ്ലിക്കബിൾ ആകുക? ROC കേരളയ്ക്കായിരിക്കും. ഞങ്ങളുടെ മെയിൻ പരിപാടികളെല്ലാം ജമ്മു ആൻഡ് കാശ്മീരിലാണ്, പക്ഷെ ഞങ്ങളുടെ രജിസ്റ്റേർഡ് ഓഫീസ് മഹാരാഷ്ട്രയിലാണ്, എങ്കിൽ ഞങ്ങൾ ഏത് ROCയുടെ അടിയിൽ വരും? ROC മഹാരാഷ്ട്ര. സോ രജിസ്റ്റേർഡ് ഓഫീസിന്റെ പ്രത്യേകത അതാണ്. നിങ്ങളുടെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണോ ആ ROCക്കായിരിക്കും നിങ്ങൾ മറ്റേ അക്കൗണ്ടബിൾ ആകുക. നിങ്ങൾ എവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നു, എവിടെയാണ് നിങ്ങളുടെ മെയിൻ ബിസിനസ്, എവിടെയാണ് ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന ഒക്കെ ഇറലവെന്റ് ആണ്. നിങ്ങളുടെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണോ ആ രജിസ്റ്റേർഡ് ഓഫീസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ ഏത് ROCയുടെ അടിയിലാണെന്നാണ് ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ എവറി LLP ഷാൽ ഹാവ് എ രജിസ്റ്റേർഡ് ഓഫീസ്. എല്ലാ LLPക്ക് രജിസ്റ്റേർഡ് ഓഫീസ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മേ അല്ല, ഷാലാണ്. കിട്ടിയേ പറ്റൂ, ഉണ്ടാക്കിയേ പറ്റുള്ളൂ, രജിസ്റ്റേർഡ് ഓഫീസ് വേണം. ടു വിച്ച് ഓൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോട്ടീസസ് മേ ബി അഡ്രസ് വേർ ദർ ഷാൽ ബി റിസീവ്. സോ ROCക്ക് എന്തൊക്കെ കമ്മ്യൂണിക്കേഷൻ അറിയിക്കണം, എന്തൊക്കെ നോട്ടീസ് അറിയിക്കണം, അതൊക്കെ ഈ രജിസ്റ്റേർഡ് ഓഫീസിലോട്ടായിരിക്കും അറിയിക്കുക. എടാ നമ്മൾ കൊടുക്കുന്നു, മേ ബി ഗിവൺ എന്ന് പറയുന്നതിന് പകരം എപ്പോഴും ലോയ്ക്കകത്ത് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സെർവ് അല്ലെങ്കിൽ സെർവ്ഡ്. കണ്ടോ, ഇവിടെ കിടപ്പുണ്ട്. ഡോക്യുമെന്റ് മേ ബി ഗിവൺ, ഇറ്റ് മേ ബി ഇഷ്യൂഡ് എന്നൊക്കെ പറയുന്നതിലും കുറച്ചും കൂടെ നല്ലൊരു വാക്കാണ് സെർവ്ഡ്. സോ അതൊന്ന് എഴുതി വെച്ചേ, സെർവ്ഡ്. പുതിയ പുതിയ വാക്കുകൾ നമ്മൾ പഠിക്കുക, ലാംഗ്വേജ് ബെറ്റർ ആക്കാൻ. സെർവ്ഡ്. ഓക്കെ, അപ്പം a document may be served on a LLP. സോ LLPക്ക് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് ROCക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാർട്ട്ണറിന് അയക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ അയക്കണം എന്നുണ്ടെങ്കിൽ ROC അത് എങ്ങനെയൊക്കെ അയക്കും? ഒന്നെങ്കിൽ പോസ്റ്റ് വഴി അയക്കും, അല്ലെന്നുണ്ടെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി അയക്കും, ഓർ ബൈ എനി അതർ മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് അറ്റ് ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓർ എനി അതർ അഡ്രസ് സ്പെസിഫിക്കലി ഡിക്ലെയർഡ് ബൈ ദ LLP. സോ എന്തെങ്കിലും സംഭവം ROCക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ROCക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷനോ നോട്ടീസോ കൊടുക്കണം, സോ സെർവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ROCക്ക് LLPക്ക് അയക്കാനായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ട്ണറിന് അയക്കാനായിരിക്കും, ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറിന് അയക്കാനായിരിക്കും. സാധാരണ പോസ്റ്റ് വഴി അയക്കാം, രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി അയക്കാം, വേറെ ഏത് രീതി വേണേലും അയക്കാം. അതൊക്കെ അയക്കുന്നത് എങ്ങോട്ടായിരിക്കും? രജിസ്റ്റേർഡ് ഓഫീസിലോട്ടായിരിക്കും അയക്കുക. ഒരു LLPക്ക് രജിസ്റ്റേർഡ് ഓഫീസ് ആദ്യം കേരളത്തിലായിരുന്നു, അത് മഹാരാഷ്ട്രയിലോട്ട് മാറ്റാൻ പറ്റുമോ, ചെന്നൈയിലോട്ട് മാറ്റാൻ പറ്റുമോ, കർണാടകയിലോട്ട് മാറ്റാൻ പറ്റുമോ? യെസ്. LLPക്ക് രജിസ്റ്റേർഡ് ഓഫീസ് മാറ്റുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നിങ്ങൾ മാറ്റുമ്പം അതതായ ROCനെ അറിയിക്കുക. ഫോർ എക്സാമ്പിൾ, കേരളത്തിൽ നിന്ന് മഹാരാഷ്ട്രയിലോട്ട് നിങ്ങൾ മാറ്റാൻ വേണ്ടി പോകുമ്പോൾ ROC കേരളനെ അറിയിക്കുക, ROC മഹാരാഷ്ട്രനെ അറിയിക്കുക. ഇപ്പൊ നിങ്ങൾ ചെന്നൈയിൽ നിന്ന് ഡൽഹിയിലോട്ട് മാറ്റാൻ പോവുക. സോ ROC ചെന്നൈയിൽ നിന്ന് ROC ചെന്നൈയെ അറിയിക്കുക, ROC ഡൽഹിനെ അറിയിക്കുക. സോ നിങ്ങൾ മാറ്റുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, ROCനെ അറിയിച്ച് അവർ പെർമിഷൻ എടുത്തിട്ട് മാത്രമേ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുള്ളൂ. ദിസ് ഇസ് ഗോയിങ് ടു ബി ദ പണിഷ്മെന്റ്. ഇത് കോൺട്രാവീൻ ചെയ്തെന്ന് പറഞ്ഞാൽ വയലേറ്റ് ചെയ്യുവാണെങ്കിൽ. സോ രജിസ്റ്റേർഡ് ഓഫീസർ മാൻഡേറ്ററി ആണ്. കമ്മ്യൂണിക്കേഷൻ നോട്ടീസസ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് LLPക്ക് ആയിക്കോട്ടെ, പാർട്ട്ണറിനായിക്കോട്ടെ, ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ആയിക്കോട്ടെ, രജിസ്റ്റേർഡ് ഓഫീസിലോട്ടായിരിക്കും അറിയിക്കുക. ഈ പറയുന്ന രജിസ്റ്റേർഡ് ഓഫീസ് മാറ്റുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അതതായ ROCയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രം മതി. സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് ഓക്കെ ആണോ? ഓക്കെ, ഒരു LLP രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഒരു LLP രജിസ്റ്റേർഡ് ആകുവാണെങ്കിൽ വരാൻ പോകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? LLP രജിസ്റ്റേർഡ് ആയി കഴിയുമ്പോൾ, രജിസ്റ്റർ ചെയ്യാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂല. LLP രജിസ്റ്റേർഡ് ആയി കഴിയുമ്പോൾ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയില്ലേ, ആ കോൺസെപ്റ്റ് വരും. സ്യൂ ആൻഡ് ബി സ്യൂഡ്. LLPക്കും സ്യൂട്ട് ഫയൽ ചെയ്യാം, LLPക്ക് എതിരെയും സ്യൂട്ട് ഫയൽ ചെയ്യാം. LLPക്ക് സ്വന്തമായിട്ട് അക്വയർ, ഓൺ, ഹോൾഡ്, ഡിസ്പോസ് ഓഫ് പ്രോപ്പർട്ടി, വെദർ മൂവബിൾ, ഇമൂവബിൾ, ടാഞ്ചിബിൾ ഓർ ഇൻടാഞ്ചിബിൾ. LLPക്ക് സ്വന്തമായിട്ട് പ്രോപ്പർട്ടി ഓൺ ചെയ്യാം, ഡിസ്പോസ് ചെയ്യാം. അത് മൂവബിൾ ആകാം, ഇമൂവബിൾ ആകാം, ടാഞ്ചിബിൾ ആകാം, ഇൻടാഞ്ചിബിൾ ആകാം. സ്വന്തമായിട്ട് എന്ത് പ്രോപ്പർട്ടി വേണേലും ഓൺ ചെയ്യാം അല്ലെങ്കിൽ ഡിസ്പോസ് ഓഫ് ചെയ്യാം. LLPക്ക് വേണം എന്നുണ്ടെങ്കിൽ കോമൺ സീല് വെക്കാം. LLPക്ക് എല്ലാ ആക്ടുകളും
ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ബോഡി കോർപ്പറേറ്റിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഒരു LLP ക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ബോഡി കോർപ്പറേറ്റ് എന്താ നമ്മൾ പഠിച്ചു. സോ ഒരു ബോഡി കോർപ്പറേറ്റിന് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ LLP ക്ക് ചെയ്യാൻ പറ്റും. സോ LLPക്കും സ്യൂ ചെയ്യാം, LLPനെയും സ്യൂ ചെയ്യാം. LLP ക്ക് സ്വന്തമായിട്ട് ഓൺ ചെയ്യാം, ഡിസ്പോസ് ഓഫ് ചെയ്യാം, പ്രോപ്പർട്ടി, ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ, മൂവബിൾ, ഇമൂവബിൾ എല്ലാം ചെയ്യാം. കോമൺ സീൽ വേണം എന്നുണ്ടെങ്കിൽ വെക്കാൻ ഒരു ബോഡി കോർപ്പറേറ്റിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ ആക്ട്സും LLPക്കും ചെയ്യാം. ദിസ് ഇസ് എ ഇഫക്റ്റ് ഓഫ് രജിസ്ട്രേഷൻ. രജിസ്റ്റേർഡ് ആയി കഴിയുമ്പോഴുള്ള ഗുണങ്ങൾ. Now, if you ask me, I would say 11, 12 and 13 are the section numbers for 11, 12, 13 madi. I would say that it's better that if you recollect. Nalladayirikkum, if you can recollect for the exam, nalladayirikkum. 11, 12 and 13 will be good if you can actually recollect. Okay? Aduthathu name. Okay? Every LLP shall have either the words Limited Liability Partnership or the acronym LLP. എടാ 15, 16, 17 ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു അതോടുകൂടി നിങ്ങളുടെ ഈ ഒരു ഏരിയ കഴിഞ്ഞു അല്ലെ? യെസ്, ഇറ്റ് ഇസ് ഡൺ. അതിന് ഡിഫറൻസ് ബിറ്റ്വീൻ ആണ്. ദിസ് ഏരിയ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കുറേ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 15, 16, 17 ഇൻഡയറക്റ്റ് ക്വസ്റ്റ് ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ് അല്ല. ഐക്യു ഒരു 6 തൊട്ട് 8 മാർക്ക് വരെ എക്സ്പെക്ട് ചെയ്യാം. 6 to 8 marks. മാർക്ക് ചെയ്ത് വെച്ചേക്കണം. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ വെരി 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 ഇമ്പോർട്ടൻറ്റ്. സെക്ഷൻ 15, 16, 17 ഓർത്തിരുന്നോണെ. 11, 12, 13 ഞാൻ പറഞ്ഞു, പറ്റുവാണെങ്കിൽ നല്ലതാണ്. പക്ഷെ നിങ്ങൾ ഓർത്തിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. 15, 16, 17. സോ നോക്കാം. പേര് എല്ലാ LLPയുടെ പേരിന്റെ അവസാനവും LLP എന്നോ അല്ലെങ്കിൽ ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ് എന്നോ കണ്ടിരിക്കണം. നമ്മൾ DSPക്കകത്ത് അങ്ങനെ പറഞ്ഞില്ല. നിങ്ങൾക്ക് വെറും DSP എന്ന് വെക്കാം, DSP അസോസിയേറ്റ് എന്ന് വെക്കാം, എങ്ങനെ വേണമെങ്കിലും വെക്കാം. അങ്ങനെ പേരിന്റെ അവസാനം പാർട്ണർഷിപ്പ് എന്ന് വെക്കാം. അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. സോ ഞങ്ങൾ 3 പേരും സ്റ്റാർട്ട് ചെയ്തിട്ട് DSB നമ്മൾ 3 പേര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു കീപ് DSB LLP അല്ലെങ്കിൽ DSB ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ്. അങ്ങനത്തെ അക്രോണിമോ അല്ലെങ്കിൽ മൊത്തമായിട്ടോ നമ്മൾ എഴുതിയിരിക്കണം. LLPക്കകത്ത് ഒരിക്കലും സെൻട്രൽ ഗവൺമെന്റിന്റെ ഒപ്പീനിയനിൽ അൺഡിസൈറബിളോ ഐഡന്റിറ്റിക്കലോ ടു നിയർലി റിസംബ്ലിംഗ് ആയിട്ടുള്ള LLP ആയിട്ടോ കമ്പനി ആയിട്ടോ രജിസ്റ്റേർഡ് ട്രേഡ് മാർക്കായിട്ടോ റിസംബ്ലൻസ് പാടില്ല. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റ്. വെരി 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 ഇമ്പോർട്ടൻറ്റ് ഈ പറയുന്ന പോയിന്റ്. ഓക്കെ, ഞാൻ എടുത്തു പറയാം, എക്സാമ്പിൾ ഇട്ട് പറയാം, യു വിൽ അണ്ടർസ്റ്റാൻഡ്. അതായത് ഞങ്ങൾ ഒരു LLP തുടങ്ങിയല്ലോ. DSB LLP എന്നാണ് ഞങ്ങളുടെ പേര്. അപ്പൊ ഈ DSB LLP എന്ന് പറഞ്ഞ് ഞങ്ങൾ പേരിടാൻ നേരത്ത് DSB എന്ന് പറയുന്ന പേര് ഓൾറെഡി ഉള്ള ഒരു LLPക്ക് പാടില്ല. ഓൾറെഡി ഒരു കമ്പനി DSB എന്നുള്ള പേരിലുണ്ട്. DSB പ്രൈവറ്റ് ലിമിറ്റഡ്, DSB ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി പാടില്ല. DSB LLP എന്ന് പറയുന്ന ഒരു LLP പാടില്ല. DSB എന്ന് പറയുന്ന ഒരു കമ്പനി പാടില്ല. അതുപോലെ ഒരു രജിസ്റ്റേർഡ് ട്രേഡ് മാർക്കും പാടില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും രജിസ്റ്റേർഡ് ട്രേഡ് മാർക്കോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് ട്രേഡ് മാർക്കോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനിയോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള LLPയോ ഒക്കെ ഇതേ പേരിലുണ്ടെങ്കിൽ, DSB എന്ന് പറയുന്ന പേരുണ്ടെങ്കിൽ, ഐ കനോട്ട് യൂസ് എ നെയിം കോൾ DSB. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ഓർത്തോണം. ഇവിടെ പാർട്ട്ണർഷിപ്പ് എന്ന് ഉപയോഗിച്ചിട്ടില്ല. ദേ ഹാവ് നോട്ട് യൂസ് എ വേർഡ് കോൾ പാർട്ട്ണർഷിപ്പ്. അതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് തെറ്റിക്കുന്നത്. അതായത് എക്സിസ്റ്റിംഗ് പാർട്ട്ണർഷിപ്പിന് DSB എന്ന് പറയുന്ന ഒരു പേരുണ്ടെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല. ഐ എം റിപ്പീറ്റിംഗ്, ശ്രദ്ധിച്ചേക്കുക. ഒരു LLP തുടങ്ങാൻ നേരത്ത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒപ്പീനിയനിൽ നമ്മൾ ഇടാൻ പോകുന്ന പേര് അൺഡിസൈറബിൾ ആവാൻ പാടില്ല. അതായത് ഒരു മോശമായിട്ടുള്ള ഒരു മീനിങ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ്, അതായത് നമ്മുടെ പേട്രണേജിനെ ബാധിക്കുന്ന രീതിയിലുള്ള പേരുകൾ അങ്ങനെ ഇടാൻ വേണ്ടി പാടില്ല. ഉള്ള ഒരു LLP ആയിട്ടോ ഉള്ള ഒരു കമ്പനി ആയിട്ടോ ഉള്ള ഒരു രജിസ്റ്റേർഡ് ട്രേഡ് മാർക്കായിട്ടോ ഐഡന്റിറ്റിക്കലും ആകാൻ പാടില്ല, റിസംബിൾ ചെയ്യാനും പാടില്ല. ഇവിടെ പാർട്ട്ണർഷിപ്പ് എന്നൊരു വാക്ക് വന്നിട്ടില്ല. സോ എക്സിസ്റ്റിംഗ് പാർട്ട്ണർഷിപ്പ് ആയിട്ട് ഇപ്പൊ എക്സിസ്റ്റിംഗ് പാർട്ട്ണർഷിപ്പ് DSB എന്ന് പറഞ്ഞൊരു പേരിലുണ്ട്, ഒരു കുഴപ്പവും ഇല്ല. ഇതാണ് കേസ് ബേസ് ക്വസ്റ്റ്യൻ. അവർ പറയും DSB എന്ന് പറഞ്ഞൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. ഇറ്റ് കുഡ് ബി എനി നെയിം. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു നമ്മൾ DSB പറഞ്ഞുകൊണ്ട് പറയാണ്, DSB എന്ന് പറഞ്ഞൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. സോ പുതിയൊരു LLP ഇട്ടപ്പോൾ DSB എന്നുള്ളൊരു പേരിലിട്ടു. അത് തെറ്റാണെന്നാണ് ഒരാൾ പറയുന്നത്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? എടാ, ഇവിടെ സെക്ഷൻ 15 ഇത്രേ പറയുന്നുള്ളൂ. നിങ്ങൾ LLPയുടെ പേരിടുമ്പോൾ എക്സിസ്റ്റിംഗ് LLP പാടില്ല, എക്സിസ്റ്റിംഗ് കമ്പനി പാടില്ല, എക്സിസ്റ്റിംഗ് രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് പാടില്ല. അവരായിട്ട് റിസംബിൾ ചെയ്യരുത്, ഐഡന്റിറ്റിക്കലാവരുത്. അതല്ലാതെ പാർട്ട്ണർഷിപ്പിന്റെ കാര്യം ഇവിടെ പറയാത്തത് കൊണ്ട് പാർട്ട്ണർഷിപ്പായിട്ട് റിസംബിൾ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഈ
ടോപ്പിക്ക് കഴിയുന്നിടം വരെ ഞാൻ ബാക്കി സാധനങ്ങൾ ഇപ്പൊ അഡ്രസ് ചെയ്യില്ല. ഞാൻ നിങ്ങളുടെ ചാറ്റ് കാണുന്നുണ്ട്. ഈ ടോപ്പിക്ക് കഴിയുമ്പോൾ ഐ ഡിസ്കസ് യുവർ കൺസേൺസ്. ഇവിടെ കുറച്ച് ആൾക്കാർ വെയിറ്റേജ് അതൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ പറയാം റൈറ്റ് ആഫ്റ്റർ വി ഡിസ്കസ്, അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ പോകും. ഓക്കെ, ഐ ഡിസ്കസ് ദിസ്. ഐ സോ യുവർ കൺസേൺ. ഞാൻ ഇത് കഴിയുമ്പോൾ ഞാൻ അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്, റിസർവേഷൻ ഓഫ് നെയിം. പേരെന്തിനാണ് റിസർവ് ചെയ്ത് വെക്കുന്നത്? നമ്മൾ ഈ പേര് റിസർവ് ചെയ്ത് വെച്ചില്ലെങ്കിൽ വല്ലവരും നമ്മുടെ പേര് എടുത്തുകൊണ്ട് പോകുമല്ലോ. സോ എത്ര നാളത്തേക്ക് ROC നമ്മുടെ പേര് റിസർവ് ചെയ്യും? എ പേഴ്സൺ മേ അപ്ലൈ ഇൻ സച്ച് ഫോം ആൻഡ് ഇൻ സച്ച് മാനർ. ഫീസ് ഒക്കെ അടച്ചിട്ട് ROCക്ക് പേര് അപ്ലൈ ചെയ്യാം. പേര് റിസർവ് ചെയ്ത് വെക്കും. അതൊരു പുതിയ പേരിടാനായിട്ടാണെങ്കിലും ഉള്ള ഒരു LLPയുടെ പേര് മാറ്റാനായിട്ടാണെങ്കിലും. ഇപ്പൊ പണ്ട് മറ്റേ എന്താണ് വീഗാലാൻഡ് പേര് മാറ്റി വണ്ടർല എന്നാക്കി. അവര് LLP എന്നല്ല ഞാൻ പറയുകയാണ്, അങ്ങനെ പേര് മാറ്റിയുള്ള നമ്മൾക്കൊരു എക്സിസ്റ്റിംഗ് LLP. ഇപ്പൊ DSB എന്നുള്ള പേര് ഞങ്ങൾക്ക് അത്ര ലുക്കായിട്ട് തോന്നുന്നില്ല, ഞങ്ങൾ അതിന് വേറെ പേരിടാൻ വേണ്ടി പോവാണ്. മേ ബി കാസിയോ എന്ന് പറയുന്ന ഒരു പേരിടാൻ വേണ്ടി പോവാണ്. എന്തെങ്കിലും ഒരു റാൻഡം നെയിം, തിങ്ക് ഓഫ് എനി പെർട്ടിക്കുലർ നെയിം, ഞങ്ങളൊരു പേരിടാൻ വേണ്ടി പോവാണ്. സോ ELT എന്നൊരു പേരിട്ടു. ഇറ്റ് കുഡ് ബി എനി നെയിം അതർ ദെൻ DSB. അങ്ങനെ പേര് മാറ്റണം എന്നുണ്ടെങ്കിലും ഞങ്ങൾ ROCനെ അറിയിക്കണം, എന്നിട്ട് പേര് റിസർവ് ചെയ്ത് വെക്കണം. സോ നെയിം ഓഫ് എ പ്രപ്പോസ്ഡ് LLP എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ഇടാൻ വേണ്ടി പുതിയതായിട്ട് ഇടുന്ന ഒരു പേര്, അല്ലെങ്കിൽ name to which LLP proposes to change the name. ഓൾറെഡി ഉള്ള പേര് മാറ്റാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ കിട്ടി, ROC സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം ROC എന്ത് ചെയ്യും? ആ പേര് റിസർവ് ചെയ്ത് വെക്കും ഫോർ എ പീരീഡ് ഓഫ് 3 months. നമ്മൾ ഏത് പേരാണോ പുതിയതായിട്ട് സജസ്റ്റ് ചെയ്തത്, പുതിയതായിട്ടുള്ള ഒരു LLPക്കാകാം, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് LLPയുടെ പേര് മാറ്റി പുതിയൊരു പേരിടാൻ വേണ്ടി പോകാം. വാട്ട് എവർ ബി ദ കേസ്, നമ്മൾ 11-12 ഒരു പ്രൊസീജിയർ പഠിച്ചില്ലേ, ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ് എന്നൊക്കെ പറഞ്ഞ കുറെ പ്രൊസീജിയർ പഠിച്ചില്ല. അതുപോലെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം വിതിൻ എ പീരീഡ് ഓഫ് 3 months. 3 monthsiനുള്ളിൽ എന്താണെന്ന് വെച്ചാൽ എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. അത്ര നാൾ മാത്രമേ നമ്മുടെ പേര് റിസർവ് ചെയ്ത് വെക്കത്തുള്ളൂ. സോ എല്ലാം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം വിതിൻ എ പീരീഡ് ഓഫ് 3 months യു ക്യാൻ ഫിനിഷ് ഓഫ് യുവർ പ്രൊസീജിയർ ആൻഡ് ടേക്ക് ദറ്റ് പെർട്ടിക്കുലർ നെയിം. നിങ്ങൾക്ക് 3 monthsiനുള്ളിൽ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പേര് പോവും, വീണ്ടും നിങ്ങൾ റീഅപ്ലൈ ചെയ്യേണ്ട വരും. സെക്ഷൻ 16 ക്ലിയർ അല്ലേ? 16 okay അല്ലേ? സെക്ഷൻ 16, 15, 16, 17 I'm repeating, it's a very very important topic. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കൂല 15, 16, 17 ഉറപ്പായിട്ടും ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരത്തുള്ളൂ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങളുടെ ഭാഗ്യം, ഇൻസ്റ്റിറ്റ്യൂട്ടിന് നിങ്ങളോട് ഭയങ്കര താല്പര്യമുള്ളതുകൊണ്ടായിരിക്കും, ആ അറ്റംപ്റ്റോട് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരിക. 15, 16, 17. ഓക്കെ അല്ലേ? നൗ വി ആർ ഗോയിങ് ഫോർ ചേഞ്ച് ഓഫ് നെയിം. ഇതെങ്ങനെയാ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്? നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻ അണ്ടർ 15 and 16. 15, 16 എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇഫ് ത്രൂ ഇൻഅഡ്വർട്ടൻസ് ഓർ അതർവൈസ് LLP ഓൺ ഇറ്റ്സ് ഫസ്റ്റ് രജിസ്ട്രേഷൻ, ആ വാക്ക് ഓർത്തോണേ. ഓ യെസ്, അതായത് ഇവിടെ ഒരു നല്ല ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഇടാൻ പോകുന്ന നെയിം ഒരു ഓൾഡ് LLPക്ക് ഉണ്ടായിരുന്നു, പണ്ടൊരു LLPക്ക് ഉണ്ടായിരുന്നു, അവരത് മാറ്റി. അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പമില്ല. ഓൾറെഡി പണ്ടൊരു LLP ഉണ്ടായിരുന്നു, പക്ഷെ ആ LLP ആ പേര് മാറ്റി, ഓൾഡ് LLP ആ പേര് മാറ്റി, എങ്കിൽ ഇപ്പൊ ആ പേര് നമുക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ല. പക്ഷെ അത് കുറെ നാള് സമ്മതിക്കത്തില്ല, ഒരു 3 yearsോളം സമ്മതിക്കത്തില്ല, അത് കഴിയുമ്പോൾ സമ്മതിക്കും. പക്ഷെ യൂസ് ചെയ്യുന്നത് കൊണ്ട് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ദാറ്റ് വാസ് എ ഗുഡ് ഡൗട്ട്. ഓക്കെ, നൗ ഇവിടെ ഒരു വാക്ക് ഉപയോഗിച്ചേക്കുന്നുണ്ടോ? ഇൻഅഡ്വർട്ടൻസ് എന്നൊരു വാക്ക് ഓർത്തോണം. ആക്സിഡന്റലി എന്ന് നമ്മൾ പറയൂലേ, അപ്പൊ ആക്സിഡന്റലി എന്ന് പറയുന്നതിന് പകരം അവർ ഉപയോഗിക്കുന്ന വാക്കാണ് ഇൻഅഡ്വർട്ടൻസ്. പുതിയ വാക്ക് പഠിച്ചു, റൈറ്റ് ഇറ്റ് ഡൗൺ, നോട്ടിനകത്ത് എഴുതിയിട്ടെ. ആക്സിഡന്റ് ആയിട്ട് ROC നമ്മളെല്ലാ സാധനവും ഇലക്ട്രോണിക്കലി ചെയ്യുന്നു. അൾട്ടിമേറ്റ്ലി ഒരു മനുഷ്യനല്ലേ ഈ സാധനങ്ങളൊക്കെ നോക്കുന്നത്, മനുഷ്യന് തെറ്റുപറ്റാം. അങ്ങനെ ആക്സിഡന്റലി ഉള്ളൊരു എക്സിസ്റ്റിംഗ് LLP ആയിട്ടോ, എക്സിസ്റ്റിംഗ് കമ്പനിയുടെ പേരായിട്ടോ, എക്സിസ്റ്റിംഗ് രജിസ്റ്റേർഡ് ട്രേഡ് മാർക്കിന്റെ പേരായിട്ടോ റിസംബിൾ ചെയ്ത് പോയി എന്ന് വിചാരിക്കുക. ഈ പോയിന്റ് വളരെ ശ്രദ്ധിച്ചു വെക്കണം. എക്സിസ്റ്റിംഗ് LLPയോ എക്സിസ്റ്റിംഗ് കമ്പനിയോ എക്സിസ്റ്റിംഗ് രജിസ്റ്റേർഡ് ട്രേഡ് മാർക്കായിട്ടോ റിസംബിൾ ചെയ്ത് പോയി, ആക്സിഡന്റലി അങ്ങനെ ഒരു പേര് രജിസ്റ്റേർഡ് ആയിട്ട് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ LLPക്കോ കോപ്പി ഇപ്പം വേറൊരു LLPയുടെ ആയിരിക്കും ഞങ്ങൾ കോപ്പി അടിച്ചത്, അല്ലെ വേറൊരു കമ്പനിയുടെ ആയിരിക്കും ഞങ്ങൾ കോപ്പി അടിച്ചത്, അല്ലെങ്കിൽ വേറൊരു രജിസ്റ്റേർഡ് ട്രേഡ് മാർക്കിന്റെ ആയിരിക്കും കോപ്പി അടിച്ചത്. സോ ഇവർക്കൊക്കെ ആപ്ലിക്കേഷൻ കൊണ്ടേ കൊടുക്കാം. ആർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം? സെൻട്രൽ ഗവൺമെന്റ് ഇങ്ങനെ ROC ആണെങ്കിൽ പേര് ഗ്രാൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക് ഓൾറെഡി ഈ പേരുള്ള, ഞങ്ങൾ എത്ര വർഷമായിട്ട് ഇങ്ങനെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് അറിയാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ LLPക്കോ ആ കമ്പനിക്കോ ആ രജിസ്റ്റേർഡ് ട്രേഡ് മാർക്കിന്റെ പ്രൊപ്പറേറ്ററിനോ കൊണ്ടേ സെൻട്രൽ ഗവൺമെന്റ് ആപ്ലിക്കേഷൻ കൊടുക്കാം. സെൻട്രൽ ഗവൺമെന്റ് എന്നിട്ട് ഞങ്ങളാണല്ലോ കോപ്പി അടിച്ചത്, ഞങ്ങളോട് പറയും 3 മാസത്തിനുള്ളിൽ നിങ്ങൾ ഈ പേര് മാറ്റിക്കോണം. ഇതുപോലൊരു എക്സിസ്റ്റിംഗ് LLP ഉണ്ട്, ഇതുപോലൊരു എക്സിസ്റ്റിംഗ് കമ്പനി ഉണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് 3 മാസം നമുക്ക് സമയം തരും. എന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പേര് മാറ്റണം. ട്വിസ്റ്റ് ഇവിടെയല്ല, ശ്രദ്ധിച്ചേക്കാം. ഞാൻ പറഞ്ഞു
LLP ആയിട്ട് റിസംബിൾ ചെയ്യരുത്, കമ്പനിയായിട്ട് റിസംബിൾ ചെയ്യരുത്, രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ആയിട്ട് റിസംബിൾ ചെയ്യരുത്. ഇതാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് അടുത്ത് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് പറയാം, അതെ ഞങ്ങളുടെ കോപ്പി അടിച്ചു കേട്ടോ, എങ്ങനെയല്ലോ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം. സോ സെൻട്രൽ ഗവൺമെന്റ് സാറ്റിസ്ഫൈഡ് ആയി കഴിയുമ്പോൾ 3 monthsനുള്ളിൽ നമ്മളോട് പേര് മാറ്റാൻ പറയും. പക്ഷേ ഈ രജിസ്റ്റേർഡ് ട്രേഡ് മാർക്കിന്റെ കേസിൽ മാത്രം എപ്പോൾ വേണേലും പോകാൻ പറ്റൂല. ഞങ്ങൾ ഈ ബിസിനസ് തുടങ്ങി 3 വർഷത്തിനുള്ളിൽ പോകണം. അതാണ് അതിനകത്ത് ട്വിസ്റ്റ്. കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഐക്യു വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് മാർക്ക് ചെയ്ത് ഈ പാരഗ്രാഫ്. ഈ LLPയുടെ പേര് കോപ്പി അടിച്ചാലും കമ്പനിയുടെ പേര് കോപ്പി അടിച്ചാലും അവർക്ക് എപ്പോൾ വേണേലും പോയി സെൻട്രൽ ഗവൺമെന്റ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് പറയും, സെൻട്രൽ ഗവൺമെന്റ് ഇത് ഞങ്ങളുടെ കോപ്പി അടിച്ചോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആപ്ലിക്കേഷൻ കൊടുക്കാം. പക്ഷേ രജിസ്റ്റേർഡ് ട്രേഡ് മാർക്കിന്റെ കേസിൽ ഞങ്ങൾ തുടങ്ങി 3 വർഷത്തിനുള്ളിൽ കൊണ്ടേ ആപ്ലിക്കേഷൻ കൊടുക്കണം. അതിനുശേഷം സെൻട്രൽ ഗവൺമെന്റ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റൂല. ഇറ്റ് ഇസ് ഫർദർ പ്രൊവൈഡഡ് ദാറ്റ് ആപ്ലിക്കേഷൻ ഓഫ് ദ പ്രൊപ്പറൈറ്റർ ഓഫ് രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ഷാൽ ബി മെയിൻറ്റെയിനബിൾ വിതിൻ എ പീരീഡ് ഓഫ് 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഓർ രജിസ്ട്രേഷൻ ഓർ ചേഞ്ച് ഓഫ് നെയിം ഓഫ് ദ LLP അണ്ടർ ദിസ് ആക്ട്. പുതിയതായിട്ട് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടോ ഞങ്ങൾ പുതിയ പേരിട്ടിട്ടോ പഴയ പേര് മാറ്റി പുതിയ പേരിട്ടപ്പോഴോ ഇന്ന അഡ്വർട്ടൻസ് ആയിട്ട് ഞങ്ങൾക്ക് ആ പേര് കിട്ടി. അപ്പൊ ഞങ്ങൾ തുടങ്ങിയിട്ട് 3 വർഷത്തിനുള്ളിൽ നിങ്ങൾ കൊണ്ടുപോയി ആ ട്രേഡ് മാർക്കിന്റെ കേസിൽ മാത്രം പ്രൊപ്പറേറ്റർ കൊണ്ടുപോയി സെൻട്രൽ ഗവൺമെന്റ് ആപ്ലിക്കേഷൻ കൊടുക്കണം. സെൻട്രൽ ഗവൺമെന്റ് സെയിം സംഭവം തന്നെ 3 മാസത്തിനുള്ളിൽ നമ്മളോട് പേര് മാറ്റാൻ വേണ്ടി പറയും. ഇൻസ്റ്റിറ്റ്യൂട്ട് പറയും 5 വർഷത്തിനുള്ളിലാണ് കൊടുത്തത്, 4 വർഷത്തിനുള്ളിലാണ് കൊടുത്തത്, 6 വർഷത്തിനുള്ളിലാണ് കൊടുത്തത്. നടക്കൂല. എത്ര നാളിനുള്ളിൽ കൊടുക്കണം? ഞങ്ങളുടെ വേറൊരാളുടെ ഞങ്ങളുടെ പേര് വേറെ ആയിരുന്നു, മാറ്റിയപ്പം അത് കോപ്പി അടിച്ചായി പോയതാണ്, സെയിം പേരായിട്ട് റിസംബിൾ ആയി പോയതാണ്, എക്സിസ്റ്റിംഗ് പേരായിട്ട് ഞങ്ങൾ റിസംബിൾ ആയി പോയതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ പുതിയതായിട്ട് പേരിട്ടാണ്, എക്സിസ്റ്റിംഗ് പേരായിട്ട് റിസംബിൾ ആയി പോയത്. ഞങ്ങൾ തുടങ്ങി 3 വർഷത്തിനുള്ളിൽ ചെയ്തിരിക്കണം. ആഫ്റ്റർ 3 years സെൻട്രൽ ഗവൺമെന്റ് കൊണ്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റൂല. ക്ലിയർ അല്ലേ? സെറ്റാണോ? ഓക്കെ ആണോ? ഇനി ഇവിടെ ഇല്ലാത്തൊരു സാധനം ക്വസ്റ്റ്യൻ വരുന്നത് ഞാനങ്ങ് പറഞ്ഞുതരാം. അപ്പൊ കുറച്ച് എളുപ്പമായില്ലേ? ഇവിടെ ഞാൻ പറഞ്ഞത് ആ രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്ന ആള് പ്രൊപ്പറേറ്ററിന് സെൻട്രൽ ഗവൺമെന്റ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അവർ വന്ന് നമ്മളോട് 3 വർഷം കഴിഞ്ഞുപോയി, 4ാമത്തെ വർഷം അവർ നമ്മളോട് വന്നിട്ട് പറയാണ്, അതെ നമ്മൾ ഇങ്ങനെ ഇത്രയും നാളായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി 4 years ആയി പോയല്ലോ, അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യോ, നിങ്ങളുടെ പേരൊന്നും, കാരണം സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കാനുള്ള പ്രിവിലേജ് പോയി, 3 വർഷത്തിനുള്ളിൽ കൊടുക്കണം. അവർക്ക് നമ്മുടെ അടുത്ത് പേഴ്സണലി വന്ന് പറയാൻ പറ്റുമോ? ഒരു കുഴപ്പമില്ല. അതായത് DSB അല്ലേ, അപ്പോ നമ്മുടെ എന്താണ് തസ്നീം നന്ദയാണ്. അപ്പൊ അവർ എക്സിസ്റ്റിംഗ് ആൾക്കാർ, അവരുടെ പേരാണ് ഞങ്ങൾ, അവരും DSB ആണ്, ഞങ്ങളും DSB ആണ്. അപ്പൊ 3 years ഓൾറെഡി കഴിഞ്ഞു ഞങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട്. അപ്പൊ അവര് നമ്മുടെ അടുത്ത് പേഴ്സണലി വന്ന് ചോദിക്കുവാണ്, ഞങ്ങൾ പേര് മാറ്റിക്കോട്ടെ, കമ്പനി ഞങ്ങളുടെ LLPയുടെ അടുത്ത് വന്നിട്ട് റിക്വസ്റ്റ് ചെയ്യുവാണ്, ഇങ്ങനെ ഒരു എക്സിസ്റ്റിംഗ് കമ്പനിയാണ് ഞങ്ങൾ, ഇങ്ങനത്തെ ഒരു എക്സിസ്റ്റിംഗ് LLP ആണ്, ഇങ്ങനത്തെ ഒരു എക്സിസ്റ്റിംഗ് ട്രേഡ് മാർക്ക് ആണ്, LLP കമ്പനിയല്ല രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളത് മാറ്റിക്കോട്ടെ എന്ന് ചോദിച്ചാൽ മാറ്റാം, ഒരു കുഴപ്പമില്ല. സോ അവിടെ എഴുതി വെക്കണം, സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത് വിതിൻ എ പീരീഡ് ഓഫ് 3 years. പക്ഷെ ഡയറക്ട്ലി ആ പറയുന്ന LLPയുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഡയറക്ട്ലി ആ LLPയുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ക്വസ്റ്റ്യൻ വരും. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. വർക്ക് ബുക്കിൽ കിടപ്പുണ്ട്. ഇനി LLP പേരൊക്കെ മാറ്റത്തില്ലേ? LLP പേര് മാറ്റുമോ, പുതിയ പേരിടുവോ, എന്ത് ചെയ്താലും ROCനെ അറിയിക്കണം വിതിൻ എ പീരീഡ് ഓഫ് 15 days ഓഫ് സച്ച് ചേഞ്ച്. എന്ത് ചേഞ്ച് വരുത്തിയാലും ROCനെ അറിയിക്കാം. ROC ചേഞ്ച് ഒക്കെ വരുത്തി 30 ദിവസത്തുള്ളിൽ പുതിയ സർട്ടിഫിക്കറ്റ് വന്നോളൂ. നിങ്ങളുടെ പേരൊക്കെ മാറ്റിയല്ലോ, ദിസ് ഇസ് യുവർ ന്യൂ സർട്ടിഫിക്കറ്റ്. ക്ലിയർ അല്ലേ? 15, 16, 17. 17 ആണ്. ഇതൊരു കോമ്പിനേഷൻ ക്വസ്റ്റൻ ആണ്. 15, 16, 17 ഒരു കോമ്പിനേഷൻ ക്വസ്റ്റൻ ആണ്. എങ്ങനെ വേണേലും ക്വസ്റ്റൻ വരാം. ഇറ്റ്സ് എ കോമ്പിനേഷൻ. കേസ് ബേസ്ഡ് ആണ്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ. LLPയും പാർട്ട്ണർഷിപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? LLP റെഗുലേറ്റ് ചെയ്യുന്ന ആക്ട് LLP ആക്ട്, ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, പാർട്ട്ണർഷിപ്പിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട്. LLP ഒരു ബോഡി കോർപ്പറേറ്റ് ആണ്, പാർട്ട്ണർഷിപ്പ് ഒരു ബോഡി കോർപ്പറേറ്റ് അല്ല. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി LLP ആണ്, പക്ഷെ പാർട്ട്ണർഷിപ്പ് അല്ല.
ക്രിയേഷൻ LLP ക്രിയേറ്റഡ് ബൈ ലീഗൽ പ്രോസസ് ആണ്, അതായത് നമുക്കറിയാം ലോ വഴി ക്രിയേറ്റ് ചെയ്യുന്നത്. മറ്റേത് ക്രിയേറ്റഡ് ബൈ എഗ്രിമെന്റ് ആണ്. നോ രജിസ്ട്രേഷൻ LLPക്കകത്ത് മാൻഡേറ്ററി ആണ്, മറ്റടുത്ത് മാൻഡേറ്ററി അല്ല. പെർപ്പച്വൽ സക്സഷൻ, ഒരു പാർട്ട്ണർ ഡെത്തോ ഇൻസാനിറ്റിയോ ഇൻസോൾവൻസിയോ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല, പക്ഷേ ഇറ്റ് മേ ലീഡ് ടു ഡിസൊല്യൂഷൻ. നമ്മൾ പറഞ്ഞു സബ്ജക്ട് ടു എ കോൺട്രാക്ട് ഡിസൊല്യൂഷനിലോട്ട് പോയേക്കാം. ദാ മേ എഫക്ട് ദി എക്സിസ്റ്റൻസ്. LLPയുടെ പേരിന്റെ അവസാനം LLP എന്നോ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്നോ കാണും. അങ്ങനത്തെ ഗൈഡ് ലൈൻസ് ഒന്നും പാർട്ണർഷിപ്പിനകത്ത് ഇല്ല. LLPയുടെ ലയബിലിറ്റി എനിക്കെല്ലാം തന്നെ പറയാൻ പറ്റുന്ന എന്തുകൊണ്ടാണ്, ബേസിസ് വെച്ചിട്ടാണ്. ഇവിടെ ലിമിറ്റഡ് ലയബിലിറ്റി ആണ്, ഇവിടെ അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. മ്യൂച്വൽ ഏജൻസി എന്ന് പറയുന്ന കോൺസെപ്റ്റ് LLPക്ക് അകത്ത് ഇല്ല. കണ്ടോ, ഇല്ല, കെനോട്ട് ബൈൻഡ് ആണ്. ഇവിടെ മ്യൂച്വൽ ഏജൻസി ഉണ്ട്. ഡെസിഗ്നേറ്റഡ് പാർട്ണർ ഇവിടെ 2 പേരുണ്ട്. ഡെസിഗ്നേറ്റഡ് പാർട്ണർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പ്രൊവിഷൻ പാർട്ണർഷിപ്പിനകത്ത് ഇല്ല. കോമൺ സീൽ ഇവിടെ വേണം എന്നുണ്ടെങ്കിലാകാം, പക്ഷെ ഫിക്സ് ചെയ്യുമ്പോൾ 2 DP ഉണ്ടായിരിക്കണം. ഇവിടെ കോമൺ സീൽ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഇല്ല. ഇവിടെ ലീഗൽ കംപ്ലൈൻസസ് എല്ലാം ചെയ്യുന്നത് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആണ്. ഇവിടെ എല്ലാ പാർട്ട്നേഴ്സും റെസ്പോൺസിബിൾ ആണ്. ആനുവൽ ഫയലിംഗ് ഇവിടെ ചെയ്യേണ്ടത്, ഇത് നിങ്ങൾ ഇപ്പൊ പഠിക്കണ്ട, നിങ്ങൾക്ക് ഇവിടെ പഠിക്കണം. ഓക്കെ, LLPക്കകത്ത് ആനുവൽ സ്റ്റേറ്റ്മെന്റ്സ് ഫയൽ ചെയ്യേണ്ടത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് സോൾവൻസി, ആനുവൽ റിട്ടേൺ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ഫയൽ ചെയ്യണം. ഇവിടെ അങ്ങനെ ഫയൽ ചെയ്യേണ്ട സംഭവങ്ങളൊന്നുമില്ല. ഫോറിൻ പാർട്ട്ണർഷിപ്പ്, മാർക്കറ്റ് ഇസ് ഇമ്പോർട്ടന്റ്. കറക്റ്റ് ഓർ ഇൻകറക്റ്റ് ചോദിക്കും. ഫോറിൻ നാഷണൽസിന് LLPയിൽ പാർട്ട്ണർ ആകാം, ഫോറിൻ നാഷണൽസിന് പാർട്ട്ണർഷിപ്പിൽ പാർട്ട്ണർ ആവാൻ പറ്റില്ല. മൈനറിന് പാർട്ട്ണർ ആകാൻ മൈനർ കെനോട്ട് ബി അഡ്മിറ്റഡ്, തെറ്റിക്കരുത്. LLPക്കകത്ത് മൈനർ കെനോട്ട് ബി അഡ്മിറ്റഡ് ടു ദ ബെനിഫിറ്റ്സ് ഓഫ് LLP. പാർട്ട്ണർഷിപ്പിനകത്ത് മൈനറിനെ വേണം എന്നുണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്യാം. സോ വിൽ റിവൈസ് ഇറ്റ് ക്വിക്ലി. റെഗുലേറ്റിംഗ് ആക്ട്, LLP ആക്ട്, പാർട്ട്ണർഷിപ്പ് ആക്ട്. ബോഡി കോർപ്പറേറ്റ് ആണ്, ഫസ്റ്റ് വൺ LLP ആണ്, സെക്കൻഡ് വൺ പാർട്ട്ണർഷിപ്പ്. ബോഡി കോർപ്പറേറ്റ് ആണ്, ബോഡി കോർപ്പറേറ്റ് അല്ല. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഇല്ല. ക്രിയേഷൻ, ഇത് ക്രിയേറ്റഡ് ബൈ ലീഗൽ പ്രോസസ് ആണ്, ക്രിയേറ്റഡ് ബൈ എഗ്രിമെന്റ് ആണ്. ഇവിടെ രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്, അവിടെ രജിസ്ട്രേഷൻ ഓപ്ഷണൽ ആണ്. ഇവിടെ പെർപ്പച്വൽ സക്സഷൻ, ഡെത്ത് ഇൻസാനിറ്റി ഇൻസോൾവൻസി ഒന്നും ബാധിക്കാൻ പോകുന്നില്ല. അവിടെ ഡെത്ത് ഇൻസാനിറ്റി ഇൻസോൾവൻസിയൊക്കെ മേ എഫക്റ്റ് ആണ്, ഡിസൊല്യൂഷനിലോട്ട് പോയേക്കാം. ഇവിടെ പേരിന്റെ അവസാനം LLP ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഉണ്ടാവും, അവിടെ അങ്ങനെ ഉണ്ടാവില്ല. ലയബിലിറ്റി ഇവിടെ ലിമിറ്റഡ് ആണ്, എന്തുമാത്രം കോൺട്രിബ്യൂഷൻ കൊണ്ടുവരുന്നു അത്രമാത്രം ലയബിലിറ്റി. അവിടെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. ഇവിടെ മ്യൂച്വൽ ഏജൻസി ഉണ്ട്, ഇവിടെ മ്യൂച്വൽ ഏജൻസി ഇല്ല, അവിടെ മ്യൂച്വൽ ഏജൻസി ഉണ്ട്. ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ഇവിടെ 2 പേര് വേണം. അതിൽ ഒരാൾ റെസിഡന്റ് ആയിരിക്കണം, നമ്മൾ പഠിച്ചു, ഇൻഡിവിജ്വൽസ് ആയിരിക്കണം. അവിടെ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല. കോമൺ സീൽ ഇവിടെ ഓപ്ഷൻ ആണ്, മാൻഡേറ്ററി അല്ല, അവിടെ അങ്ങനത്തെ ഒരു പ്രൊവിഷൻ ഇല്ല. ലീഗൽ കംപ്ലൈൻസസ് എല്ലാം ഇവിടെ ചെയ്യുന്നത് 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആണ്. അവിടെ ലീഗൽ കംപ്ലൈൻസസ് എല്ലാ പാർട്ട്നേഴ്സും ഈക്വലി ചെയ്യണം. ഇവിടെ ആനുവൽ ഫയലിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് സോൾവൻസി, ആനുവൽ റിട്ടേൺ മാൻഡേറ്ററി ആയിട്ട് ഫയൽ ചെയ്യണം. അവിടെ അങ്ങനത്തെ ഫയലിംഗ്സ് ഒന്നുമില്ല. ഫോറിൻ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഫോറിൻ നാഷണൽസിന് LLPയിൽ പാർട്ട്നേഴ്സ് ആകാം, പക്ഷെ അവിടെ പാർട്ട്നേഴ്സ് ആവാൻ പറ്റൂല, പാർട്ട്ണർഷിപ്പിനകത്ത് പറ്റൂല. മൈനർ കെനോട്ട് ബി അഡ്മിറ്റഡ് ടു ദ ബെനിഫിറ്റ്സ് ഓഫ് LLP, ബട്ട് മൈനർ ക്യാൻ ബി അഡ്മിറ്റഡ് ടു ദ ബെനിഫിറ്റ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്. ക്ലിയർ അല്ലേ? ഇത് അഗെയിൻ ഐ വിൽ നോട്ട് ബി ഏബിൾ ടു ടീച്ച് യു, ബിക്കോസ് ഇവിടെ ഞാൻ ഇതേ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ നമ്മൾ അവിടെയും വിട്ടിട്ടുണ്ട്, പാർട്ട്ണർഷിപ്പിനകത്തും വിട്ടിട്ടുണ്ട്. സോ കമ്പനിയും പാർട്ട്ണർഷിപ്പും കമ്പനിയും LLPയും നമ്മൾ ഡിഫറൻസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ കമ്പനീസ് ആക്ടൂടെ പഠിക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? LLP ആക്ട് സെറ്റ് ആയോ? ഡൗട്ട്സ് ഒക്കെ ക്ലാരിഫൈഡ് ആയില്ലേ? എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നു എന്നൊക്കെ. ഓക്കെ, ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞുതരാം. ഫോർ ദ നെക്സ്റ്റ് 7 days നിങ്ങൾ ചെയ്യേണ്ടത്, ഓരോ ദിവസവും ഈച്ച് ഡേ, 1 day എന്ന് വേണ്ട, ഈച്ച് ഡേ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആക്ടുകൾ ആദ്യം എടുക്കണം. ഇപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ കംഫർട്ടാണ് ഉള്ളത്. ചിലർക്ക് കോൺട്രാക്ട് ആയിരിക്കും, ചിലർക്ക് പാർട്ട്ണർഷിപ്പ് ആയിരിക്കും, ചിലർക്ക് കമ്പനി ആയിരിക്കും, ചിലർക്ക് LLP ആയിരിക്കും. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആക്ടുകൾ എടുക്കാം. നിങ്ങൾ ഈ 1 time കേൾക്കുന്ന വീഡിയോ നമ്മൾ വിചാരിക്കും നമുക്കെല്ലാം സെറ്റായി, എല്ലാം ഓക്കെയാണ്. ഡെഫിനറ്റ്ലി നിങ്ങളിപ്പോൾ 75% നിങ്ങളുടെ ബ്രെയിനിൽ കയറിയിട്ടുണ്ട്. ഇപ്പോഴും 25% ഒന്നും കൂടെ വായിച്ചാലേ കിട്ടുള്ളൂ. സോ നിങ്ങൾ ഒന്നും കൂടെ വായിച്ചിട്ട് വീഡിയോ നിങ്ങൾ ഒന്നും കൂടെ കാണണം. ഇത് കാണുമ്പോൾ ഒരൊറ്റ സ്ട്രെച്ച് 3 മണിക്കൂർ അല്ല വീഡിയോ കാണുന്നത്. നൗ വാട്ട് ഡു യു ഹാവ് ടു ഡു? ഇപ്പം ഞാൻ തന്നെ നിങ്ങൾക്ക് 3 യൂണിറ്റ് പാർട്ട്ണർഷിപ്പ് ആക്ടും എടുത്തു, നിങ്ങളുടെ LLP ആക്ടും എടുത്തു. ഇപ്പം എന്നോട് ചോദിക്കാൻ LLP ഭയങ്കര ചെറിയൊരു ആക്ടാണ്. സോ ഞാൻ എവിടെയൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ, ഫസ്റ്റ് നമുക്ക് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പുറകിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. യൂണിറ്റ് 3 ഇട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആ ചാപ്റ്ററിൽ ഞാൻ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ആദ്യമേ നിങ്ങൾ ആക്ട് ഒരു ദിവസം മാക്സിമം, അത് ആദ്യം പറയാം, മാക്സിമം പഠിക്കേണ്ട ടോപ്പിക് ഒരു
4 തൊട്ട് 5 ടോപ്പിക് വരെ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ 4 തൊട്ട് 5 സെക്ഷൻ വരെ. തീരെ ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 6-7 സെക്ഷൻസ് പഠിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു 4 to 5 ടോപ്പിക്സ് അതൊരു പേപ്പറിനകത്ത് എഴുതിയിടണം. ഇന്ന് പഠിക്കാൻ പോകുന്ന ടാർഗറ്റ്, ഇപ്പൊ നാളത്തെ ഡേറ്റ് വിൽ ബി 12th എന്ന് വിചാരിക്കുക. സോ 12th യു വിൽ റൈറ്റ് ദ ടാർഗറ്റ്. ഇന്ന് പഠിക്കാൻ പോകുന്ന സെക്ഷൻസ് ഇതൊക്കെ 1, 2, 3, 4, 5 ടോപ്പിക്സ് പഠിച്ചോളാം തന്നെ ഞാൻ പറയും. 4 to 5 ടോപ്പിക്സ്. അതിനെ ബേസ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഇൻഡയറക്റ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇത് നിങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാലോ, വീഡിയോ നിങ്ങൾക്ക് മറ്റേ ഇതും ചെയ്യാം, മുന്നോട്ട് ഫോർവേഡ് ചെയ്യാം. ആ വീഡിയോയുടെ ഭാഗം ഇപ്പൊ ഇഫ് ഐ സെഡ് ദറ്റ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ്, ആ ഒരു ഏരിയ മാത്രം യു ഹാവ് ടു ഒന്നുകൂടെ കേൾക്കണം. അതിന്റെ മലയാളം മീനിങ് മനസ്സിലാക്കുക. ചില വേർഡ്സ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. ആൻഡ് ദെൻ യു വിൽ ഓപ്പൺ ദ വർക്ക് ബുക്ക്, യു വിൽ ഡു ദറ്റ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആയോ? കുറച്ച് കുട്ടികൾ നേരത്തെ ചോദിച്ചൊരു കൺസേൺ ഉണ്ട്, LLP ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, അല്ലെങ്കിൽ മറ്റേ കമ്പനീസ് ആക്ട് ചെയ്യുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കൂലേ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ല. അതിന്റെ കൺസേൺ ഞാൻ പറയാം. നിങ്ങൾ തന്നെ ഇപ്പോഴത്തെ പാസ് പെർസെന്റേജ് കണ്ടു, 15% ആണ് പാസ് പെർസെന്റേജ്, 14 പോയിന്റ് സംതിങ്, നിയർ നമുക്ക് 15 തന്നെ പറയാം. സോ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാല്യുവേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ മാറ്റി. അവർ എൻട്രി ലെവൽ ഭയങ്കര ടഫ് ആക്കി. സോ നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇട്ടിട്ട് നിങ്ങളുടെ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ നിങ്ങൾ മറ്റേ ഇത് ചെയ്യരുത്, അതായത് കൺക്ലൂഡ് ചെയ്യരുത്. കാരണം തൊട്ട് മുന്നത്തെ അറ്റംപ്റ്റ് വരെ നിങ്ങൾ നോക്കിയാലും ക്വസ്റ്റ്യൻസ് അത്ര ഡയറക്റ്റ് ഒന്നും അല്ല, കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് വന്നത്. സോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ലെവലിലല്ല. അവർ എൻട്രി ടഫ് ആക്കുന്നു എന്ന് പറഞ്ഞാൽ എൻട്രി ആർക്കും എഴുതാൻ പറ്റൂല, അങ്ങനെയല്ല. അവരതിന്റെ പാറ്റേൺ മാറ്റി പിടിച്ചു. ഇന്റർമീഡിയറ്റ് ലെവലിൽ നിങ്ങൾ വരുമ്പം ഒരു ക്വസ്റ്റ്യൻ പോലും ഡയറക്റ്റ് കാണത്തില്ല. ഡയറക്റ്റ് കണ്ടാൽ തന്നെ ഞങ്ങൾക്കും പേടിയാ, പിള്ളേർക്കും പേടിയാ. കാരണം ഡയറക്റ്റ് കണ്ടാൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ മൊത്തം മാർക്ക് അവർ തരൂല, അവർ കുറെ മാർക്ക് കട്ട് ചെയ്യും. ഇൻഡയറക്റ്റ് വരുന്നതാണ് എപ്പോഴും നല്ലത്. സോ കുറെ പ്രൊവിഷൻസ് ഒക്കെ എഴുതിയതിന് മാർക്ക് കിട്ടും, കുറെ നമ്മൾ അനാലിസിസ് എഴുതുമ്പോൾ നമുക്ക് മാർക്ക് കിട്ടും. അപ്പൊ എപ്പോഴും ഇൻഡയറക്റ്റ് വരുന്നതല്ല, ക്വസ്റ്റ്യൻ പേപ്പർ എപ്പോഴും ഒരു ആവറേജ് ആയിരിക്കും. സോ നിങ്ങൾ നിങ്ങളുടെ അപ്രോച്ച് മാറ്റി പിടിക്കുക. സി ദ അപ്രോച്ച് ദാറ്റ് യു ടുക്ക് ഇൻ മേ വെന്റ് റോങ്. നിങ്ങൾ മേയിലുള്ള ജൂണിലെടുത്ത അപ്രോച്ചാണ് തെറ്റിപ്പോയത്, അതാണ് നിങ്ങൾ സെപ്റ്റംബറിൽ റെക്ടിഫൈ ചെയ്യേണ്ടത്. സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു സംഭവം മറക്കുക. ഫോക്കസ് ഓൺ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. എത്ര ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാമോ അത്ര അടിപൊളി. കാരണം ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് വന്നാൽ നമുക്ക് ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വായിച്ച് പഠിക്കുന്ന പരിപാടി നിർത്തണം. There is nothing called, you are just sitting, reading and by hearting and going. No. നിങ്ങൾ എഴുതി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലുണ്ട്, പേപ്പറിനകത്ത് വരില്ല. സോ ഞാൻ ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞ ഏരിയാസ് അതതായ ടോപ്പിക്ക് ഞാൻ പറഞ്ഞു. കേൾക്കുമ്പോൾ എടാ ഞാൻ ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ. ഇതിപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ മണിക്കൂറുകൾ ഇരിക്കുന്ന സാധനമാണ് നമ്മൾ 3 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് തീർത്ത് തരുന്നത്, അല്ല 4 മണിക്കൂർ കൊണ്ട് തീർക്കുന്നത്. അതിനകത്ത് സ്പെസിഫിക് ടോപ്പിക്ക് മാത്രം കേട്ടാൽ മതി എന്ന് പറയാം. അത് ചിലപ്പോൾ 2 മിനിറ്റോ 4 മിനിറ്റോ ഉണ്ടാവുള്ളൂ. അതൊന്ന് ബാക്കിൽ പോയി ഒന്നുകൂടെ കേൾക്കുക. ദ മോർ യു ഹിയർ ദ മോർ യു റിമെമ്പർ എന്നാണ്. നമ്മൾ സ്വന്തമായിട്ട് വായിക്കുന്നതിലും കേട്ട് പഠിക്കും. നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ എക്സാമിന് പോകുന്നതിന് മുന്നേ പറഞ്ഞു തരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ പെട്ടെന്ന് ഓർത്തിരിക്കും. അത് കേൾക്കുന്നത് കൊണ്ടാണ്. അത് നമ്മുടെ സ്വന്തം മലയാളം ലാംഗ്വേജ് കേൾക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. അതൊന്നും കൂടെ കേൾക്കുക. കേട്ടിട്ട് വേണം നിങ്ങളൊന്ന് എഴുതി നോക്കുക. എഴുതി നോക്കുമ്പോൾ ബുക്ക് തുറന്നിട്ട് ഓപ്പൺ ബുക്ക് എക്സാം പോലെ എഴുതരുത്. പിള്ളേർ ചെയ്യുന്ന മിസ്റ്റേക്കാണ്. ബുക്ക് നോക്കി എഴുതും. യു ആർ നോട്ട് ഗോയിങ് ടു സ്കോർ എനി മാർക്സ്. സോ അത് റിക്കളക്ട് ചെയ്തിട്ട് നമുക്ക് കുറെ വേർഡ്സ് തപ്പിത്തടയും. അയ്യോ വേർഡ്സ് കിട്ടുന്നില്ല, അക്ഷരത്തിന്റെ സ്റ്റാർട്ടിങ് അറിയാം, എൻഡിങ് അറിഞ്ഞുകൂടാ, വേർഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ വരും. ഇതൊക്കെ നിങ്ങൾ റെക്ടിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? യു വിൽ റെക്ടിഫൈ വൺസ് യു സ്റ്റാർട്ട് റൈറ്റിംഗ്. ആദ്യത്തെ 3 ആൻസർ 1 ഫ്ലോപ്പ് ആയിരിക്കും, 4ാമത്തെ ആൻസർ ഫ്ലോപ്പ് ആയിരിക്കും. ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ ആൻസർ ബെറ്റർ ആവും, നമുക്ക് സെൽഫായിട്ട് മനസ്സിലാവും. ആൻഡ് ഇഫ് യു ഡു ഇറ്റ്, നിങ്ങൾ കണ്ടോളൂ, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഹൗ വെൽ യുവർ ലാംഗ്വേജ് ഇംപ്രൂവ്. എത്ര ബെറ്റർ നിങ്ങൾക്ക് എത്ര ഈ സബ്ജക്ട് എത്ര ബെറ്റർ ആവും എന്നറിയോ? അതായത് നമ്മുടെ റെഗുലർ സ്റ്റുഡൻസ് ആരും പറയണില്ലല്ലോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് എന്ന് പറയണില്ല. വർക്ക് ബുക്ക് ക്വസ്റ്റ്യൻസ് മൊത്തം ക്ലാസ് ഇരുന്ന് ചെയ്യിപ്പിക്കുകയാണ്. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യിപ്പിക്കും, ഒരു ക്വസ്റ്റ്യൻ പോലും ഞാൻ വിടാറില്ല. ഇരുന്ന് ചെയ്യിപ്പിച്ച് ടൈം 9 മിനിറ്റ് ഞാൻ എഴുതാൻ പോലും കൊടുക്കാറില്ല. 9 മിനിറ്റ്സ് ആണ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാൻ സമയമുള്ളൂ. കാരണം എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഭംഗിയൊക്കെ നോക്കി ഇങ്ങനെ എഴുതി വരുമ്പോൾ സമയം പോകും. നിങ്ങൾ നോക്കിയാൽ മതി, 10-24 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യണ്ടേ? ക്വസ്റ്റ്യൻ നമ്പർ 1ABCD, 2ABCD, 3ABCD, ഇതിനകത്ത് സബ് ക്വസ്റ്റ്യൻസ്. ഇത്രയും കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മിനിമം 8.7 മിനിറ്റ്സ് എടുത്താലേ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് ഇപ്പോഴും സമയമുണ്ട്. മിനിമം ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എഴുതി പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ വീണ്ടും ആഗ്രിഗേറ്റ് പ്രശ്നം വരും. സോ അത് നിങ്ങൾ റെക്ടിഫൈ ചെയ്യണം. സോ ഐ ഹോപ്പ് ദാറ്റ് കൺസേൺ ഇസ് അഡ്രസ്ഡ്. ഇതായിരുന്നു എന്നോട് ചോദിച്ചൊരു കൺസേൺ. അപ്പൊ അത് അഡ്രസ്ഡ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? വേറെന്തെങ്കിലും?
ഒരു ചാപ്റ്റർ ഞാൻ ഡയറക്റ്റ് ക്വസ്റ്റൻ. പിന്നെ വെയിറ്റേജിന്റെ കാര്യം ചോദിച്ചു. എടാ ഞങ്ങൾ ഇപ്പോൾ ഇത്രയും നാളും വന്ന ഒരു മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത് പറയുന്നത്. 8 to 10 മാർക്സ് വരെ വരാം. ഇൻസ്റ്റിറ്റ്യൂട്ടിന് അത് വേരി ചെയ്യാം. ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ LLP ആക്ട് ആയിക്കോട്ടെ, കമ്പനീസ് ആക്ട് ആയിക്കോട്ടെ, ഇത് രണ്ടും നിങ്ങൾക്ക് എവിടെ പഠിക്കാനുണ്ട്? നിങ്ങളുടെ ഇന്റർമീഡിയറ്റ് പഠിക്കാനുണ്ട്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ട് ചിലപ്പോൾ ഇപ്പൊ ഈ ഒരു അറ്റംപ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിചാരിക്കുകയാണ് എന്തായാലും ഇത് അവർക്ക് മറ്റേ ഇന്റർമീഡിയറ്റ് പഠിക്കാനായിട്ടുണ്ട്, സോ ഇതിന് കുറച്ചും കൂടെ വെയിറ്റേജ് ഇട്ടേക്കാം. അപ്പൊ ഇത്രയും നാളും ഇട്ട വെയിറ്റേജിനേക്കാൾ ഇതിന് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റൂല. അവർക്ക് ജസ്റ്റിഫയബിൾ അല്ലേ? അതായത് ഇതേ സാധനം നിങ്ങൾക്ക് എവിടെ പഠിക്കാനുണ്ട്, അപ്പൊ സോ ബേസ് നന്നായിട്ട് വരട്ടെ, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇടാം. അല്ലെങ്കിൽ അവർക്ക് മറ്റേ രീതിയിൽ ചിന്തിക്കാം, എന്തായാലും കോൺട്രാക്റ്റും പാർട്ട്ണർഷിപ്പും ഒക്കെ ഫൗണ്ടേഷൻ ലെവലിലേ ഉള്ളൂ, അപ്പൊ അതിന് കുറച്ചുകൂടെ വെയിറ്റേജ് കൊടുക്കാം, മറ്റേത് എന്തായാലും ഇന്റർവ്യൂ വരുമല്ലോ. വി ഡോണ്ട് നോ വാട്ട് ദേ ആർ തിങ്കിങ്. സോ നമ്മൾ ഇത്രയും നാളും വന്നതിന്റെ ബേസിസിലാണ് പറയുന്നത് ഇത്ര മാർക്ക് വന്നേക്കാം. പിന്നെ പണ്ടൊരു ഡിഫറൻസ് ഉണ്ട്, പണ്ട് 60 മാർക്സേ ഉള്ളൂ. അപ്പൊ ഈ 60 മാർക്സ് പറയുമ്പോൾ ഓരോ ചാപ്റ്ററിന്റെ വെയിറ്റേജ് ഭയങ്കര കുറഞ്ഞു. അതിനനുസരിച്ച് ഇപ്പൊ 100 മാർക്ക് ലോയാണ്. അപ്പൊ അതിനനുസരിച്ച് ഈക്വൽ വെയിറ്റേജ് കൂട്ടി, വെയിറ്റേജ് ഭയങ്കരമായിട്ട് കൂട്ടി. സോ എന്നോട് ചോദിച്ചാൽ ഒരു 12-14 മാർക്കൊക്കെ വരെ പോയേക്കാം മാക്സിമം. കാരണം ഇത് അത്ര വലിയ ചാപ്റ്റർ അല്ലല്ലോ. 12-14 മാർക്കൊക്കെ എങ്ങനെ പോയാലും LLPക്ക് പോയേക്കാം. സോ വേറെന്തെങ്കിലും എനി അതർ കൺസേൺസ്? ഈ ഒരു സംഭവം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുമോ എവ്രി ഡേ? അടുത്ത 7 ദിവസം. എടാ നമ്മൾ അങ്ങനത്തെ ഒരു ടാർഗറ്റ് വെച്ച് കഴിയുമ്പോൾ നമുക്കുള്ള ഗുണം എന്താണെന്നറിയോ? ഓരോ ദിവസവും നമ്മൾ അറിയാതെ 6-7 ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. പിന്നെ നിങ്ങൾ ലോയുടെ കൂടെ ബാക്കി സബ്ജക്ട്സ് പഠിക്കൂ. ലോയ്ക്ക് വേണ്ടി മാത്രം ഒരു ഡേ കളയരുത്. അതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ഞാൻ ഇന്റർവ്യൂ പോലും പറയത്തില്ല നിങ്ങൾ ഒരു ദിവസം ലോയ്ക്ക് വേണ്ടി വെക്കണം. നിങ്ങൾ അക്കൗണ്ട്സ് പഠിക്കുമ്പോഴോ, മാത്സ് പഠിക്കുമ്പോഴോ, എക്കണോമിക്സ് പഠിക്കുമ്പോഴോ ഒരു ദിവസം ഒരു 3 മണിക്കൂർ ലോയ്ക്ക് അലോട്ട് ചെയ്താൽ മതി. 1.5 മണിക്കൂർ പഠിക്കാനായിട്ടും 1.5 മണിക്കൂർ എഴുതാനായിട്ടും. എഴുതുമ്പം ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ്. ക്ലാസ് കേട്ടു, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു, അതെല്ലാം സെക്കൻഡറി ആണ്. എവറിത്തിങ് എൽസ് സെക്കൻഡറി ഇഫ് യു ഡോണ്ട് റൈറ്റ് ആൻഡ് പ്രാക്ടീസ്. റൈറ്റിംഗ് പ്രാക്ടീസ് ഭയങ്കരമാണ്. നിങ്ങൾ പാസ്സായ ഏത് കുട്ടിയോടും ചോദിച്ചോ, ദേ വിൽ ടെൽ ദ സെയിം തിങ് ഓൺലി. ഓക്കെ, നമുക്ക് 70 അടിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറയുന്നത് 1 ടൈം ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് 70 അടിച്ചാൽ സബ്ജക്റ്റ് കിട്ടുന്ന കോൺഫിഡൻസ് ഭയങ്കര എളുപ്പമാണ്. പിന്നെ അതുപോലെ ഭയങ്കര വലുതാണ്. ആൻഡ് മോർ ഓവർ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതെങ്കിലും ഒരു പേപ്പർ ടഫ് ആയാൽ ഈ ലോ പേപ്പർ ടഫ് ആക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഞാൻ എപ്പോഴും പറയും പിള്ളേരുടെ പ്രിപ്പറേഷനും കൊണ്ട് മാത്രം ടഫ് ആവുന്നതാണ്. അല്ല, അത് ഞാൻ ലോ എടുക്കുന്നതുകൊണ്ട് പറയുന്നതല്ല. ഐ ലൈക്ക് ലോയിനേക്കാളും ഇഷ്ടമുള്ള സബ്ജക്ട്സ് എനിക്കുണ്ട്. പക്ഷെ ലോ ടഫ് ആവുന്നത് പിള്ളേരുടെ പ്രിപ്പറേഷൻ പ്രശ്നമാണ്. എഴുതി പ്രാക്ടീസ് ചെയ്യാത്തതും നിങ്ങൾ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യാത്തതുകൊണ്ട് മാത്രം. കാരണം ലോ പേപ്പർ ഈ ബുക്ക് വിട്ട് ഒന്നും ചോദിക്കില്ല, പ്രിപ്പറേഷൻ പ്രശ്നമാണ്. ലോ പേപ്പറിന് ഒരു 70 മാർക്സ് കിട്ടി. മാത്സ് പേപ്പർ ഇച്ചിരി ടഫ് ആയാലോ, എക്കണോമിക്സ് പേപ്പർ ടഫ് ആയാലോ, അക്കൗണ്ട്സ് പേപ്പർ ടഫ് ആയാലോ. കാരണം അക്കൗണ്ട്സിൽ അഡ്ജസ്റ്റ്മെന്റ് വരാം, ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. പുതിയ കണ്ടുപിടുത്തങ്ങളൊന്നും ഇവിടെ വരാൻ പോകുന്നില്ല. ഉള്ള പ്രൊവിഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. സോ എക്കണോമിക്സ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, അക്കൗണ്ട്സ് ആയിക്കോട്ടെ, ടഫ് ആയാലും ആഗ്രിഗേറ്റ് ക്യാൻ സേവ് യു. ഞാൻ ആഗ്രിഗേറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ഓൾ ഓഫ് യു നോ ഹൗ ഇമ്പോർട്ടൻറ്റ് ആഗ്രിഗേറ്റ് ഇസ്. സോ അത് നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇഫ് യു സ്റ്റാർട്ട് ഫ്രം ടുമോറോ 100% യു വിൽ ഗെറ്റ് 70. ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കും, മിനിമം നിങ്ങൾക്ക് 70 മാർക്ക് കിട്ടും. ചെയ്ത് നോക്കിയാലേ എന്നല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇത്രയും നാളും നമ്മൾ ചെയ്യാത്ത ഒരു സാധനം ട്രൈ ചെയ്താലേ നമുക്ക് കിട്ടാത്ത ഒരു സാധനം കിട്ടുള്ളൂ. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു സംഭവം. ഹൗ ആർ യു ഗോയിങ് ടു ഗെറ്റ് സംതിങ് ദാറ്റ് യു ഹവ് നെവർ റിസീവ്ഡ്? അപ്പൊ എന്തെങ്കിലും സംതിങ് ന്യൂ ആയിട്ട് ട്രൈ ചെയ്താൽ ന്യൂ ആയിട്ട് എന്തെങ്കിലും സാധനം നമുക്ക് കിട്ടും. ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സാധനം ചെയ്തുകൊണ്ടിരുന്നാൽ മാർക്ക് അതേ കൺസിസ്റ്റന്റ് പൊസിഷനിൽ നിൽക്കും. സോ അത് ചെയ്യൂലേ? സോ വെയിറ്റേജസ് പ്രിഫറബിളി ഇതുവരെ ഇന്റർൻ ആണെങ്കിൽ അവർ ഇറക്കിയിട്ടുണ്ട്. ഫൗണ്ടേഷൻ ആണെങ്കിൽ അവരിങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഓക്കെ അല്ലേ? Companies Act, I know it's pending. We'll be doing it tomorrow. Companies Act will not be starting right now. കാരണം തുടങ്ങിയ തീരുവല്ല. Companies Act we'll be doing it tomorrow. സോ കമ്പനീസ് ആക്ട് ഞാൻ വേറൊരു കാര്യം പറയാം. നിങ്ങൾക്ക് നാളെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ കമ്പനീസ് ആക്ട് നോക്കുമ്പോൾ കമ്പനീസ് ആക്ട് ഞാൻ ഓൾറെഡി ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ, ടൈറ്റൻസ് വീഡിയോ എന്ന് പറഞ്ഞ് തൊട്ട് മുന്നത്തെ ബാച്ചിന് ഞാൻ ഇട്ടിട്ടുണ്ട്. അതായത് ഇപ്പം നിങ്ങളുടെ May 24 വേണ്ടിയിട്ട് ഒരു ടൈറ്റൻസ് ബാച്ച് ഉണ്ടായിരുന്നു. April March ആ മന്തിൽ ഉണ്ടായിരുന്നു. ടൈറ്റൻസ് ബാച്ചിന് നിങ്ങൾ വീഡിയോ എടുത്തിട്ട് കമ്പനീസ് ആക്ടിന്റെ വീഡിയോ നിങ്ങളൊന്ന് കാണണം. കാരണം നാളെ ഞാൻ നിങ്ങൾക്ക് അതിന്റെ കുറേ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നാളെ ഞാൻ ചെയ്യിപ്പിക്കാം. ഐ മേക്ക് യു ഡു എ ലോഡ് ഓഫ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. കാരണം ഈ 2 ആക്ടിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ LLPയുടെ എടുത്തിട്ടുണ്ടായിരുന്നില്ല.
പാർട്ട്ണർഷിപ്പിന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പാർട്ട്ണർഷിപ്പ് കഴിഞ്ഞ ശേഷം മുസമിൽ സാർ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മുസമിൽ സാറിന്റെ വീഡിയോ ഞാൻ പിൻ ചെയ്യും. ഞാൻ ആക്ച്വലി ഇപ്പോൾ വീഡിയോ നോക്കിയിട്ട് ഇപ്പോഴും പിൻ ചെയ്തിട്ടില്ല. ഐ വിൽ ടോക്ക് ടു ദ ടെക്. ഞാനത് പറഞ്ഞിട്ട് ഐ മേക്ക് ദം പിൻ ദറ്റ് പെർട്ടിക്കുലർ വീഡിയോ. അപ്പൊ ഞാൻ നാളെ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരണം. ഓക്കെ, യു ഹാവ് ടു ഡു ദാറ്റ്. യു ഹാവ് ടു ചെക്ക് ദ ടൈറ്റൻസ് വീഡിയോ. അവിടെ പോയിട്ട് കമ്പനീസ് ആക്ടിന്റെ വീഡിയോ കാണണം. അതിനകത്ത് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട് ഓരോ ടോപ്പിക്സും. അത് ഭയങ്കര ലോങ് വീഡിയോ ഒന്നുമല്ല, ഒരു കമ്പനീസ് ആക്ട് മാത്രമുള്ള ഒരു വീഡിയോ ആണ്. ആ വീഡിയോ കാണുക. എന്നിട്ട് നാളെ നമ്മൾ ആ കമ്പനീസ് ആക്ടിന് എങ്ങനെയൊക്കെ ഇൻഡയറക്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ അതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് രണ്ട് രീതിയിൽ അത് ഉപകാരപ്പെടും. ഒന്ന്, അതിനകത്ത് പോർഷൻസും ഡിസ്കസ് ചെയ്യും, അതിനകത്ത് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. ക്ലിയർ അല്ലേ? You will get both. You will get portions, you will get questions also. മറ്റേത് ഇപ്പം എനിക്ക് പറയാം, മുസമിൽ സാർ ഇട്ടിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ പോയി റെഫർ ചെയ്താൽ മതി. ഇതിപ്പോൾ എനിക്ക് അങ്ങനെ പറയാനായിട്ട് ക്വസ്റ്റ്യൻസ് ഞാൻ ഇട്ടിട്ടില്ല. ഐ ഓൺലി ടേക്കൺ ദ പോർഷൻസ്. ഞാൻ വീണ്ടും പോർഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും പോർഷൻ മാത്രമേ തീരുന്നുള്ളൂ, ക്വസ്റ്റ്യൻ അത്ര കിട്ടൂല. സോ വർക്ക് ബുക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞാൻ നാളെ സോർട്ട് ഔട്ട് ചെയ്യാം. വർക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ചോദിച്ച RTP, പ്രീവിയസ് ഇയർ ചോദിച്ച MTP, പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ്. സോ എങ്ങനെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ടഫാക്കാൻ പറ്റുമോ അതൊക്കെ നാളെ ഞാൻ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഐ വിൽ സീ യു ടുമോറോ. പിന്നെ നാളത്തെ ടൈമിങ്ങിന് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. Very clearly you should listen. നാളത്തെ ടൈമിംഗ് വിൽ ബി 6 o'clock. 6 മണിയായിരിക്കും നാളത്തെ ടൈമിംഗ്. 5 മണിയാണ് പോസ്റ്റേഴ്സ് പോയേക്കുന്നത്, പക്ഷെ നാളത്തെ ടൈമിംഗ് 6 മണിയായിരിക്കും. ഓക്കെ, പ്ലീസ് മേക്ക് എ നോട്ട്. ഞാൻ ഗ്രൂപ്പ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഫോം ചെയ്യാൻ പറയാം. നാളത്തെ ടൈമിംഗ് വിൽ ബി 6 o'clock. 5 o'clock അല്ല, 5 o'clock പോസ്റ്റേഴ്സിലാണ്. ഓക്കെ, സോ നാളത്തെ ടൈമിംഗ് കൺഫ്യൂഷൻ ഇനിയും വരരുത്. അതുകൊണ്ടാണ് ഞാൻ ലൈവിൽ തന്നെ പറഞ്ഞത്. ഓക്കെ, അപ്പം നന്നായി പഠിക്കൂ. താങ്ക് യു. I'll see you tomorrow.